ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗമാണിത്. അറേബ്യയിലെ ഗോത്രങ്ങളെല്ലാം ഹാഷിമിനോട് സഹകരിക്കുന്നു. അദ്ദേഹത്തിന്റെ കാഫില സുരക്ഷിതമായി സഞ്ചരിക്കുന്നു. ഹാഷിം തന്റെ കാഫിലയുമായി ഷ്യാമിലേക്ക് പുറപ്പെട്ടു. ദീർഘമായ യാത്രക്കിടയിൽ മരുപ്പച്ചകളിൽ അവർ വിശ്രമിച്ചു. എന്താണ് മരുപ്പച്ച? മരുഭൂമിയിലെ ആൾപ്പാർപ്പുള്ള പ്രദേശം. അവിടെ ഈത്തപ്പന മരങ്ങൾ കാണും. കിണറും വെള്ളവും ഉണ്ടാകും. സസ്യങ്ങളും പുല്ലുകളും മുളയ്ക്കും. കാഫിലക്കാർ മരുപ്പച്ചയിൽ വിശ്രമിക്കും. തോൽപാത്രങ്ങളിൽ വെള്ളം ശേഖരിക്കും. ഒട്ടകങ്ങൾക്കുള്ള വെള്ളവും ഭക്ഷണവും നൽകും. ക്ഷീണം മാറ്റി വീണ്ടും യാത്ര തുടരും. ഒരു മരുപ്പച്ച വിട്ടാൽ മറ്റൊരു മരുപ്പച്ച എത്താൻ ദിവസങ്ങൾ യാത്ര ചെയ്യേണ്ടി വരും. ദീർഘയാത്രയ്ക്ക് ശേഷം ഹാഷിമും സംഘവും ഷ്യാമിലെത്തി. അവിടുത്തെ ചന്തയിൽ കച്ചവട സാധനങ്ങൾ നിരത്തിവെച്ചു. പലവിധ നാട്ടിൽ നിന്നുള്ളവർ സാധനങ്ങൾ വാങ്ങാൻ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. വില പറയിൽ, വിലപേശൽ, വില ഉറപ്പിക്കൽ, അങ്ങനെ കച്ചവടം വളരെ സജീവം. കൊണ്ടുവന്ന വസ്തുക്കളൊക്കെ അവർ വിറ്റു തീർന്നു. മക്കയിലേക്ക് വേണ്ട സാധനങ്ങൾ അവർ വാങ്ങി. മടക്കയാത്രയും ആരംഭിച്ചു. മക്കയിലേക്കുള്ള യാത്രയിൽ അവർ യസ്രീബിലെത്തി. നിങ്ങൾ യസ്രീബ് എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ കേട്ടു കാണില്ല. മക്ക മദീന എന്നൊക്കെ കേട്ടിരിക്കും. മദീനയുടെ പഴയ പേരാണ് യസ്രീബ്. ഹാഷിമും സംഘവും കുറച്ചു ദിവസം അവിടെ വിശ്രമിക്കാമെന്ന് കരുതി. ഒഴിവ് സമയത്ത് യസ്രീബിലെ മാർക്കറ്റിൽ അവർ ചുറ്റി നടന്നു. കച്ചവടം അങ്ങനെ പൊടിപൊടിക്കുന്നു. അവർ ഒരു സ്ത്രീയെ കണ്ടു. മിടുമിടുക്കിയായ ഒരു കച്ചവടക്കാരി. കച്ചവടത്തിലുള്ള അവളുടെ മിടുക്ക് ഹാഷിമിന് ഏറെ ഇഷ്ടപ്പെട്ടു. അവളെപ്പറ്റി കൂടുതൽ അറിയാൻ അദ്ദേഹത്തിന് താല്പര്യമായി. യസ്രീബിലെ ഒരു പ്രധാനപ്പെട്ട കുടുംബമാണ് ബനു നജ്ജാർ. ഈ യുവതി ബനു നജ്ജാർ കുടുംബത്തിലെ അംഗമാണ്. കാണാൻ അതീവ സുന്ദരി. പേര് സൽമ. സൽമയെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന് ഹാഷിമിന് വല്ലാത്തൊരു മോഹമുദിച്ചു. മനസ്സിലെ മോഹം കൂട്ടുകാരും അറിഞ്ഞു. അവർ സൽമയുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടു. പ്രസിദ്ധനും ധനികനും ഭരണാധികാരിയുമായ ഹാഷിം സൽമയെ വിവാഹാലോചന നടത്തുകയോ? ഇതെന്തൊരതിശയം! ബനു നജ്ജാർ കുടുംബത്തിന് ഇതിൽ പരം ഒരു പദവി ലഭിക്കാനുണ്ടോ? അവർ വിവാഹത്തിന് സമ്മതിച്ചു. സൽമയുടെ കൽബ് നിറയെ വളരെയധികം സന്തോഷം നിറഞ്ഞു. മക്കയിലെ ബന്ധുക്കളെ അവർ വിവരമറിയിച്ചു. അവർക്കും ഒരുപാട് സന്തോഷമായി. കച്ചവട സംഘം കടന്നു പോകുന്ന വഴിയാണല്ലോ യസ്രീബ്. അവിടെ ഒരു ബന്ധമുണ്ടാക്കുന്നത് നല്ലതാണ്. അങ്ങനെ വിവാഹം കേമമായി നടന്നു. ഹാഷിമും സൽമയും കച്ചവട സംഘത്തോടൊപ്പം മദീനയിലേക്ക് വന്നു. വിവിധ ഗോത്രങ്ങളിലെ കുലീന വനിതകൾ മണവാട്ടിയെ കാണാൻ ഓടി വന്നു. ചിലർ സൽക്കരിച്ചു, ചിലർ സമ്മാനങ്ങൾ കൊടുത്തു. കച്ചവട കാര്യങ്ങളിലൊക്കെ സൽമ ഭർത്താവിനെ സഹായിക്കും. അങ്ങനെ സന്തോഷം നിറഞ്ഞ ജീവിതം ഒഴുകിക്കൊണ്ടിരുന്നു. ഒടുവിൽ സൽമ ഗർഭിണിയായി. ബനു ഹാഷിം കുടുംബത്തിന് അതൊരു ആഹ്ലാദ വാർത്തയായിരുന്നു. വിവരം അങ്ങനെ യസ്രീബിലുമെത്തി. കെട്ടിച്ചയച്ച പെൺമക്കൾ ഗർഭിണിയായാൽ പ്രസവത്തിന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരണം. ബനു നജ്ജാർ കുടുംബക്കാർ അങ്ങനെ മക്കയിലെത്തി. മകളെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. പ്രസവം യസ്രീബിൽ നടക്കട്ടെ, അതാണല്ലോ നാട്ടാചാരം. ബന്ധുക്കൾ പറഞ്ഞു. സമ്മതിക്കാതെ പറ്റുമോ? ഭാര്യയെ പിരിഞ്ഞു ജീവിക്കാൻ ഹാഷിമിന് വല്ലാത്ത പ്രയാസമായിരുന്നു. ഭർത്താവിനെ കാണാതെ കഴിയാൻ സൽമക്കും വളരെയധികം പ്രയാസമായിരുന്നു. കീഴ്വഴക്കങ്ങൾ മാനിക്കാതെ പറ്റുകയില്ലല്ലോ. സൽമ ഒരുങ്ങിയിറങ്ങി ഒട്ടകക്കട്ടിലിൽ കയറി. സൽമയുടെ വെളുത്ത മുഖത്ത് ദുഃഖത്തിന്റെ നിഴൽ. കരിമീൻ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹാഷിമിന്റെ നയനങ്ങളും നിറഞ്ഞുപോയി. അങ്ങനെ ഒട്ടകങ്ങൾ നടന്നു നീങ്ങി. സൽമ ഹാഷിമിന്റെ കണ്ണിൽ നിന്നും അകന്നകന്നു പോയി. സൽമ പോയതോടെ ഹാഷിമിന്റെ ഉത്സാഹം വളരെയധികം കുറഞ്ഞു വന്നു. വിരഹത്തിന്റെ ദുഃഖം അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. ഏതായാലും വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. ഹാഷിം തന്റെ ജോലിയിൽ മുഴുകി. വേദനകളെല്ലാം പതിയെ മറന്നു. മാസങ്ങൾ പിന്നെയും കടന്നുപോയി. യസ്രീബിലെ വിവരങ്ങൾ അറിയാൻ ഒരു മാർഗവുമില്ല. ഒന്നുകിൽ ആരെങ്കിലും വന്നു പറയണം, അല്ലാതെ മറ്റൊരു വഴിയില്ല. അടുത്ത സീസൺ വീണ്ടും വന്നെത്തി. കച്ചവടത്തിന് പുറപ്പെടാൻ സമയമായി. കച്ചവട ചരക്കുകൾ വൻതോതിൽ ശേഖരിക്കപ്പെട്ടു. അവ വലിയ കെട്ടുകളാക്കി ഒട്ടകപ്പുറത്ത് ബന്ധിച്ചു. ഷാമിലേക്കുള്ള ദീർഘമായ യാത്ര ആരംഭിക്കുകയാണ്. ഷാമിൽ നിന്നുള്ള മടക്കയാത്ര യസ്രീബിലൂടെയാണ്. ഇത്തവണ യസ്രീബിൽ കൂടുതൽ ദിവസം തങ്ങണം. സൽമയുടെ വീട്ടിൽ താമസിക്കുകയും ചെയ്യാം. അവളെ കാണാൻ കണ്ണുകൾ വല്ലാതെ കൊതിക്കുന്നു. അവൾക്ക് നൽകാൻ ഷാമിൽ നിന്നും ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങണം. അങ്ങനെ ഷാമിലെത്തി. കച്ചവടം നന്നായി നടന്നു. ഒരുപാട് ലാഭവും കിട്ടി. പല സാധനങ്ങളും വാങ്ങി. ഇനി മടക്കയാത്ര. യസ്രീബിൽ പറന്നെത്താനുള്ള ഹാഷിമിന്റെ ആവേശം.
ഒട്ടകത്തിന് വേഗം പോരായെന്ന് ഹാഷിമിന് തോന്നി തുടങ്ങി. യാത്രക്കിടയിൽ ഹാഷിമിന് വല്ലാതെ ക്ഷീണം അനുഭവപ്പെട്ടു. കാഫില യാത്ര നിർത്തി. രോഗം പതിയെ കൂടിക്കൂടി വന്നു. മരുന്നുകൾക്കും പരിചരണങ്ങൾക്കും ഒരു കുറവുമില്ല. രോഗം കൂടുന്നതേയുള്ളൂ. എല്ലാവരും വളരെയധികം വെപ്രാളപ്പെട്ടു, വളരെയധികം ആശങ്കയിലായി. ഒടുവിൽ മക്ക പട്ടണത്തിന്റെ മഹാനായ നേതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ബഹുമാനനായ ഹാഷിം മരണപ്പെട്ടു. മയ്യത്ത് നാട്ടിലെത്തിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ തന്നെ ഹാഷിമിനെ ഖബറടക്കി. യസ്രീബിൽ സെൽമ ഭർത്താവിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാണാതായപ്പോൾ ഒരുപാട് കരഞ്ഞു. അങ്ങനെ സെൽമ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. നല്ല അഴകുള്ള കുട്ടി. കുഞ്ഞിന് ഷെയ്ബത്തുൽ ഹംദ് എന്ന പേരിട്ടു. ഷെയ്ബ എന്ന അവനെ ആളുകൾ വിളിച്ചു. ഒടുവിൽ സെൽമയുടെ കാതിലേക്കും ആ ദുഃഖവാർത്തയെത്തി. തന്റെ പ്രിയ ഭർത്താവ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ഹാഷിം ഇനിയൊരിക്കലും തന്നെ കാണാൻ വരില്ല. തന്റെ ഓമന മകനായ ഷെയ്ബയെ കാണാനും അദ്ദേഹം വരില്ല. സെൽമയുടെ വെളുത്ത കവിളുകളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി. പൊന്നുമോനെ മാറോട് ചേർത്ത് പിടിച്ച് സെൽമ പൊട്ടിക്കരഞ്ഞു. മക്ക പട്ടണത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ ഹാഷിമിന് കഴിഞ്ഞിരുന്നു. മക്കയിലെ ആളുകൾക്ക് ഭക്ഷണത്തിനുള്ള വക കാഫിലക്കാർ കൊണ്ടുവരണം. മക്കയിൽ കൃഷിയില്ല. ഹാഷിമിന്റെ കാലത്ത് കാഫിലക്കാർ ധാരാളം ആഹാര സാധനങ്ങൾ കൊണ്ടുവരുമായിരുന്നു. ജനങ്ങൾ പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടി. ജനസേവകനായ നേതാവിനെ എല്ലാവരും ഒരുപാട് സ്നേഹിച്ചു. ഹാഷിമിന്റെ വിയോഗം നാട്ടുകാരെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തി. ഇനി തങ്ങളുടെ നേതാവാര്? നാട്ടിൽ സമാധാനം നിലനിൽക്കണം, പട്ടിണി ഉണ്ടാകരുത്, നല്ല ഭരണാധികാരി തന്നെ വേണം. ഒരു ഭരണാധികാരി മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സന്താനത്തിൽ പ്രമുഖനാണ് അധികാരം കിട്ടുക. ഹാഷിമിന്റെ മകൻ കൊച്ചുകുട്ടിയല്ലേ, അവനെ ഭരണാധികാരിയാക്കാൻ പറ്റുമോ? ഹാഷിമിന്റെ സഹോദരനാണ് മുത്തലിബ്. മുത്തലിബ് ദയാലുവാണ്, ജനസേവകനാണ്. ആളുകൾ ഒത്തുകൂടി മുത്തലിബിനെ നേതാവാക്കി. അങ്ങനെ മക്ക പട്ടണം മുത്തലിബ് ഭരിക്കാൻ തുടങ്ങി. കാഫിലകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുകയും ചെയ്തു. ഹജ്ജ് കാലത്ത് ധാരാളം ആളുകൾ മക്കയിൽ വരും. ഹാജിമാർക്ക് വെള്ളവും ആഹാരവും നൽകാൻ മുത്തലിബ് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മുത്തലിബ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട നേതാവായി തീർന്നു. സംവത്സരങ്ങൾ പലതും കടന്നുപോയി. മുത്തലിബ് പലപ്പോഴും ഷെയ്ബയെ കുറിച്ച് ആലോചിക്കും. ഷെയ്ബയെ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ, ഹാഷിമിന്റെ പുത്രനാണ് ഷെയ്ബ. മക്കയുടെ ഭരണം ഷെയ്ബയെ ഏൽപ്പിക്കണം. ഷെയ്ബയാണ് മക്ക ഭരിക്കേണ്ടത്. ഷെയ്ബ മാതാവിന്റെ കൂടെ യസ്രിബിൽ കഴിയുന്നു. അവനെ മക്കയിൽ കൊണ്ടുവരണം. അവൻ ഇവിടെ വളരണം. ഈ നാട്ടിലെ ചിട്ടകൾ പഠിക്കണം. ഒരിക്കൽ മുത്തലിബ് യസ്രിബിലേക്ക് യാത്ര പുറപ്പെട്ടു. അദ്ദേഹം കയറിയ ഒട്ടകം ബനു നജാർ കുടുംബത്തിന്റെ വീട്ടുമുറ്റത്ത് വന്നു നിന്നു. മുത്തലിബിനെ വീട്ടുകാർ വളരെ ആഹ്ലാദത്തോടെ സ്വീകരിച്ചു. സൽമയും മകനും കടന്നു വന്നു. ഗംഭീരമായ വിരുന്ന്. മക്കയുടെ രാജാവല്ലേ വന്നിരിക്കുന്നത്? സൽമ, എനിക്ക് നിന്നോടൊരു ഗൗരവമുള്ള കാര്യം പറയാനുണ്ട്. അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സെൽമ ആശ്ചര്യത്തോടെ മുത്തലിബിന്റെ മുഖത്തേക്ക് നോക്കി. മുത്തലിബ് വിഷയം അവതരിപ്പിച്ചു. ഷെയ്ബ ഹാഷിമിന്റെ മകനാണ്. അവൻ മക്കയുടെ ഭരണാധികാരിയായി വരണം. അവൻ മക്കയിൽ വന്ന് താമസിക്കട്ടെ, അവിടത്തെ ചിട്ടകളൊക്കെ പഠിക്കട്ടെ. നീ അവനെ എന്റെ കൂടെ അയക്കണം. മകനെ വിട്ടുകൊടുക്കാനോ? സെൽമയുടെ മനസ്സ് വല്ലാതെ പിടച്ചു. നീ ഒട്ടും വിഷമിക്കേണ്ട സെൽമ. ഷെയ്ബക്ക് നല്ലൊരു ഭാവിയുണ്ട്. അവൻ പിതാവിന്റെ പാതയിലൂടെ വളർന്നു വരട്ടെ. ഹാഷിമിന്റെ യശസ് ഷെയ്ബ നിലനിർത്തട്ടെ. ഹാഷിമിനെ സ്നേഹിച്ച ജനങ്ങൾ ഷെയ്ബയെയും സ്നേഹിക്കും. അവരുടെ സംഭാഷണം അങ്ങനെ തുടർന്നു. ഒടുവിൽ മകനെ വിട്ടുകൊടുക്കാൻ സെൽമ സമ്മതിച്ചു. ഷെയ്ബയെയും കൂട്ടി മുത്തലിബ് മക്കയിലേക്ക് മടങ്ങി. വിശാലമായ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മുത്തലിബ് പല പ്രദേശങ്ങളും ഷെയ്ബക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവർ മക്കയുടെ അതിർത്തി കടന്നു. ഷെയ്ബ വിസ്മയം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ആ പ്രദേശമാകെ നോക്കി കണ്ടു. മുത്തലിബും ഷെയ്ബയും മക്കയുടെ അതിർത്തി കടന്നു വന്നു. ഒട്ടകപ്പുറത്ത് മുത്തലിബ് ഇരിക്കുന്നു. പിന്നിൽ ഒരു ചെറുപ്പക്കാരൻ. അടിമയായിരിക്കും. അടിമച്ചന്തയിൽ നിന്ന് കൊണ്ടുവരികയാവും. അവർക്ക് അടിമയെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർ സന്തോഷത്തോടെ വിളിച്ചു പറയാൻ തുടങ്ങി, അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ്, അതായത് മുത്തലിബിന്റെ അടിമ, മുത്തലിബിന്റെ അടിമ എന്ന്. മുത്തലിബിന് ഇത് കേട്ട് വല്ലാതെ കോപം വന്നു. നിങ്ങൾക്ക് നാശം, ഇത് എന്റെ അടിമയല്ല, എന്റെ സഹോദര പുത്രനാണ്, ഇവൻ ഷെയ്ബയാണ്. മുത്തലിബ് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ആര് കേൾക്കാൻ? ആളുകൾ അബ്ദുൽ മുത്തലിബ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ആ പേര് പ്രസിദ്ധിയാർജിച്ചത്. ഹാഷിമിന്റെ മകൻ ഷെയ്ബത്ത് അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ അറിയപ്പെട്ടു. അന്നത്തെ അറബികളെ പോലെ നമുക്കും ഷെയ്ബയെ അബ്ദുൽ മുത്തലിബ് എന്ന് തന്നെ വിളിക്കാം. ബുദ്ധിമാനായ ഒരു ചെറുപ്പക്കാരൻ, വിശാല മനസ്കൻ. വളരെ വേഗം അവൻ ജനങ്ങളുടെ സ്നേഹം സമ്പാദിച്ചു. മുത്തലിബ് ആ ചെറുപ്പക്കാരന് ഭരണകാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. കുടുംബചരിത്രം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഹാഷിമിന്റെ പുത്രനല്ലേ, എല്ലാ കാര്യങ്ങളും വളരെ വേഗം അദ്ദേഹം പഠിച്ചു. ഒടുവിൽ മക്കയുടെ മഹാനായ ഭരണാധികാരിയായി തീർന്നു നമ്മുടെ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് വിവാഹം കഴിച്ചു. ആദ്യമായി ജനിച്ച പുത്രന്റെ പേര് ഹാരിസ് എന്നായിരുന്നു. അബ്ദുൽ മുത്തലിബിന് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ നൽകി. അദ്ദേഹത്തിന് ധാരാളം സന്താനങ്ങളുണ്ടായി. മക്കളിൽ ഏറ്റവും സ്നേഹം അബ്ദുള്ളയോടായിരുന്നു.
അബ്ദുള്ള കാണാൻ സുമുഖൻ, നല്ല വെളുത്ത നിറം. അബ്ദുള്ളയെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. മറ്റുള്ളവരെ പോലെ അബ്ദുള്ളയും കച്ചവടക്കാരനായി മാറി. നായാട്ടും ആയുധവിദ്യയും ഇഷ്ട വിനോദമായി. അബ്ദുള്ളക്ക് 20 വയസ്സാകുന്നതേയുള്ളൂ. അബ്ദുൽ മുത്തലിബിന് മകനെ കൊണ്ടൊരു വിവാഹം ചെയ്യിപ്പിക്കണമെന്ന് വലിയ മോഹമുദിച്ചു. ഉന്നത തറവാട്ടിൽ നിന്നും ഒരു വധുവിനെ കണ്ടുപിടിക്കണം. മക്കയിലെ പ്രശസ്തമായ ബനു സുഹറ കുടുംബത്തിൽ വിവാഹാന്വേഷണം എത്തി. ആ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പമാരുടെ കൂട്ടത്തിൽ കിലാബ് എന്നു പേരായ ഒരു നേതാവുണ്ട്. കിലാബ് എന്ന ഉപ്പാപ്പയുടെ മകന്റെ പേര് സുഹറത്ത് എന്നായിരുന്നു. സുഹറത്തിന്റെ സന്താന പരമ്പരയാണ് ബനു സുഹറ. ബനു സുഹറ കുടുംബത്തിന്റെ നേതാവായിരുന്നു വഹബ്. അദ്ദേഹത്തിന്റെ സുന്ദരിയായ മകളാണ് ആമിന. സൽഗുണസമ്പന്നയായ ആമിനയെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അബ്ദുൽ മുത്തലിബിനും ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം വഹബിനെ സമീപിച്ചു. താങ്കളുടെ മകൾ ആമിനയെ എന്റെ മകന് വിവാഹം ചെയ്തു കൊടുക്കണം. മക്കയുടെ നേതാവ് തന്റെ കുടുംബത്തിൽ നിന്ന് വിവാഹാന്വേഷണം നടത്തുക കുടുംബത്തിന് അതൊരു അന്തസ്സല്ലേ? സന്തോഷപൂർവ്വം അദ്ദേഹം സമ്മതിച്ചു. വിവാഹ നിശ്ചയവും നടന്നു. വിവരമറിഞ്ഞപ്പോൾ മക്കയിലെ പെണ്ണുങ്ങൾ പറഞ്ഞു, ആമിന എന്ത് ഭാഗ്യവതിയാണ്, അബ്ദുള്ളയെ ഭർത്താവായി കിട്ടിയല്ലോ. എത്ര പെണ്ണുങ്ങൾ അബ്ദുള്ളയുടെ ഭാര്യയാവാൻ കൊതിച്ചു. ആ ഭാഗ്യം സിദ്ധിച്ചത് ആമിനക്കാണ്. വിവാഹ നിശ്ചയത്തോടെ വഹാബിന്റെ തിരക്കുകൾ വർദ്ധിച്ചു. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിവാഹത്തിന് ക്ഷണിക്കണം. ഗോത്രങ്ങളെ വിളിക്കണം. 1-ാം തരം ഭക്ഷണം ഒരുക്കണം. മക്കയിലെ ഉന്നതന്മാരാണ് പുതിയാപ്പിളയുടെ കൂടെ വരുന്നത്. വീടിന് മുമ്പിൽ വിശാലമായ തമ്പുയർന്നു. അത് നിറയെ ഇരിപ്പിടങ്ങൾ നിരത്തി. ഭക്ഷണം പാകം ചെയ്യാനുള്ള പന്തലൊരുങ്ങി. പഴവർഗ്ഗങ്ങളെത്തി. വിവിധതരം പാനീയങ്ങളും കൊണ്ടുവന്നു. ഒട്ടകങ്ങളെ അറുത്തു. ഇറച്ചി പല രീതിയിൽ പാകം ചെയ്തു. ആടുകളെ അറുത്ത് വരട്ടുകയും പൊരിക്കുകയും ചെയ്തു. റൊട്ടിയും പലഹാരങ്ങളും തയ്യാറാക്കി. സുമുഖനായ അബ്ദുള്ള പുതുമാരനായി ഒരുങ്ങുകയാണ്. അദ്ദേഹം പുതുവസ്ത്രങ്ങൾ ധരിച്ചു. വിവാഹവേളയിൽ ധരിക്കുന്ന പ്രത്യേക ഉടുപ്പുകളും അണിഞ്ഞു. മേത്തരം സുഗന്ധദ്രവ്യങ്ങൾ പൂശി ഉടുത്തിറങ്ങി വന്നപ്പോൾ ഒരു രാജകുമാരൻ തന്നെ. കൂട്ടുകാർ ചുറ്റും കൂടി. ബന്ധുക്കളും അയൽക്കാരും നാട്ടുകാരും ഒത്തുചേർന്നു. പുതുമാരൻ ഇറങ്ങി. ആഹ്ലാദം അലയടിച്ചുയർന്നുകൊണ്ട് വിവാഹ പാർട്ടി നീങ്ങുന്നു. അവർ വധുഗൃഹത്തിലെത്തി. ഉന്നതന്മാർ അവരെ സ്വീകരിക്കാൻ നിൽക്കുന്നു. കബീലയുടെ ആചാരപ്രകാരം പുതുമാരനെ എതിരേറ്റു. കൂടെ വന്നവരുടെ സ്ഥാനവലിപ്പം അനുസരിച്ച് ഇരിപ്പിടങ്ങളിൽ അവരെ ഇരുത്തി. മനോഹരമായ കപ്പുകളിൽ മനം കുളിർപ്പിക്കുന്ന പാനീയങ്ങൾ നൽകി. സന്തോഷഭരിതമായ അന്തരീക്ഷം. മക്ക പട്ടണം മുഴുവൻ ശ്രദ്ധിക്കുന്ന വിവാഹം. അങ്ങനെ വിവാഹത്തിന്റെ ചടങ്ങുകൾ തുടങ്ങി. കബീലക്കാർക്ക് അതിനൊക്കെ ചില ചടങ്ങുകളുണ്ട്. അതനുസരിച്ച് കാരണവന്മാർ ചോദ്യവും ഉത്തരവുമൊക്കെ നടത്തി. അങ്ങനെ നിക്കാഹ് നടന്നു. വിഭവ സമൃദ്ധമായ സദ്യ, മസാല ചേർത്ത ഇറച്ചി, റൊട്ടി, പലഹാരങ്ങൾ, പഴങ്ങൾ, പാനീയങ്ങൾ. എല്ലാവരും വയറു നിറയെ ഭക്ഷണം കഴിച്ചു. അടുത്ത കാലത്തൊന്നും ഇത്ര രുചികരമായ ഭക്ഷണം അവർ കഴിച്ചു കാണില്ല. അന്നത്തെ ആചാരമനുസരിച്ച് 3 ദിവസം പുതുമാരൻ പുതുപ്പെണ്ണിന്റെ വീട്ടിൽ കഴിയണം. അബ്ദുള്ള വധുവിന്റെ വീട്ടിൽ താമസിക്കുകയാണ്. വിവാഹത്തിന് കൂടെ വന്നവരെല്ലാം വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഓരോരുത്തരായി പിൻവാങ്ങി. പുതുമാരന്റെ മനസ്സ് നിറയെ ആഹ്ലാദം അലയടിക്കുകയാണ്. ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടിയല്ലോ, ഭാഗ്യം തന്നെ. ആമിനയുടെ മനസ്സിലും ആഹ്ലാദം തന്നെ. അബ്ദുള്ളയെ പോലെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു ചെറുപ്പക്കാരൻ മക്കയിലുണ്ടോ? അദ്ദേഹത്തിന്റെ ഭാര്യയാകാൻ ആരെല്ലാം കൊതിയോടെ കാത്തിരിക്കുന്നു. തനിക്കാണ് ആ ഭാഗ്യം സിദ്ധിച്ചത്. സൽക്കാരത്തിന്റെ 3 രാപ്പകലുകൾ. ആമിനയുടെ അടുത്ത കുടുംബക്കാരൊക്കെ കാണാൻ വന്നു. പാരിതോഷികങ്ങൾ നൽകി. ആശംസകൾ നേർന്നു. മറക്കാനാവാത്ത നാളുകൾ. കേട്ടറിഞ്ഞതിനേക്കാളും എത്രയോ ആദരണീയനാണ് തന്റെ ഭർത്താവ്. എന്തു നല്ല ഭാഷണം, മുത്തുമണികൾ പോലെയുള്ള പാദങ്ങൾ, ആകർഷകമായ പെരുമാറ്റം, സൽഗുണസമ്പന്നൻ, മനോഹരമായ ദന്തനിരകൾ, പവിഴച്ചുണ്ടുകൾ, ആകർഷകമായ പുരികങ്ങൾ, എല്ലാവരെയും ആകർഷിക്കുന്ന പെരുമാറ്റം. ആമിന അതിശയത്തോടെ ആ മുഖത്തേക്ക് നോക്കി. ഈ ചെറുപ്പക്കാരൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതല്ലേ? ബലിയെറുക്കാൻ വിധിക്കപ്പെട്ട ബലിമൃഗമായിരുന്നല്ലോ എന്റെ ഭർത്താവ്. ആ കഥ മക്കയിലെങ്ങും പാട്ടാണ്. അബ്ദുൽ മുത്തലിബിന്റെ നേർച്ച. ഒരു മകനെ ബലി കൊടുക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ നേർച്ച. നറുക്കെടുത്തപ്പോൾ അബ്ദുള്ളയുടെ പേര് കിട്ടി. ബലിയുടെ ദിവസം എന്തൊരു വെപ്രാളമായിരുന്നു. എത്രയോ പെണ്ണുങ്ങൾ അബ്ദുള്ളക്ക് വേണ്ടി കൽബുരുകി പ്രാർത്ഥിച്ചു. അബ്ദുള്ള രക്ഷപ്പെടണമേ എന്ന് ഒരുപാട് ആശിച്ചു. താനും അബ്ദുള്ളക്ക് വേണ്ടി തേടിയതല്ലേ? ആമിന മനസ്സിലോർത്തു. നേർച്ചയുടെ കഥ അതൊരു വലിയ കഥയാണ്. സംസം കിണർ മൂടപ്പെട്ടു പോയിരുന്നു. കുറെ വർഷങ്ങൾ കടന്നുപോയി. സംസം കിണർ എവിടെയായിരുന്നു എന്ന് പോലും ആർക്കും അറിയില്ല. അബ്ദുൽ മുത്തലിബ് 3 ദിവസം തുടർച്ചയായി സ്വപ്നം കണ്ടു. ഖുറൈശികൾ ബലിയിറക്കുന്ന ബിംബത്തിന് താഴെ കുഴിക്കാൻ സ്വപ്നത്തിൽ കൽപ്പന കിട്ടി. അന്ന് അബ്ദുൽ മുത്തലിബിന് ഒറ്റ മകനേ ഉണ്ടായിരുന്നുള്ളൂ, ഹാരിസ്. ബാപ്പയും മകനും കൂടി ബിംബത്തിന് താഴെ കുഴിക്കുവാൻ തുടങ്ങി. ഖുറൈശികൾ അതിന് സമ്മതിച്ചില്ല. അവർ അവരെ തടഞ്ഞു, ബലം പ്രയോഗിച്ചു. അബ്ദുൽ മുത്തലിബിന് കോപം വന്നു. കോപമൂത്ത് അറിയാതെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എനിക്ക് 10 പുത്രന്മാർ ജനിച്ചാൽ ഒന്നിനെ ഞാൻ ബലിയിറക്കും. ഖുറൈശികൾ നടുങ്ങിപ്പോയി. അവർ പിൻവാങ്ങി. അങ്ങനെ അവർ നിലം കുഴിച്ചു. സംസം കിണർ കണ്ടെത്തി. അള്ളാഹു അബ്ദുൽ മുത്തലിബിന് നൽകിയ അനുഗ്രഹമായിരുന്നു അത്. സംസം കിണർ നിലനിൽക്കുന്നു. അബ്ദുൽ മുത്തലിബ് പല വിവാഹങ്ങളും നടത്തി. അങ്ങനെ അദ്ദേഹത്തിന് 10 പുത്രന്മാരുണ്ടായി. അപ്പോഴാണ് നേർച്ചയുടെ കാര്യം ഓർമ്മ വന്നത്. ബലിയിറക്കണം. ഏത് പുത്രനെ അറുക്കണം? അങ്ങനെ അവർ നറുക്കിട്ടു. ഒടുവിൽ അബ്ദുള്ളയെ അറുക്കാൻ തീർപ്പായി. ജനങ്ങൾ വളരെയധികം പ്രതിഷേധിച്ചു.
ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ബലി നടത്തുകയോ? എന്തൊരു ക്രൂരതയാണിത്! ഇനി എന്തു ചെയ്യും? നേർച്ച വീട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. പലരും ഇടപെട്ടു, ചർച്ച ചെയ്തു, ഒരു തീരുമാനത്തിലെത്തി. 10 ഒട്ടകത്തിന് ഒരു നറുക്ക്, അബ്ദുള്ളക്ക് ഒരു നറുക്ക്. 10 തവണ മാത്രമേ നറുക്കെടുക്കൂ. 10 നറുക്കും അബ്ദുള്ളക്ക് വീണാൽ പിന്നെ രക്ഷയില്ല. അബ്ദുള്ളയെ ബലി കൊടുക്കുക തന്നെ വേണം. 10-ൽ ഏതെങ്കിലും ഒന്ന് ഒട്ടകങ്ങൾക്ക് വീണാൽ അബ്ദുള്ള രക്ഷപ്പെടും. ഒട്ടകത്തിന് വീണാൽ ഓരോ നറുക്കിനും 10 ഒട്ടകങ്ങളെ ബലിയെറുക്കണം. അങ്ങനെ നറുക്കെടുപ്പ് തുടങ്ങി. ആദ്യ നറുക്ക് അബ്ദുള്ളക്ക് വീണു. 10 ഒട്ടകങ്ങളെ ബലിയെറുക്കാൻ മാറ്റി നിർത്തി. പിന്നീട് അടുത്ത നറുക്കെടുത്തു, അതും അബ്ദുള്ളക്ക്. വീണ്ടും 10 ഒട്ടകങ്ങളെ കൂടി മാറ്റി നിർത്തി. അങ്ങനെ മൂന്നാമത്തെ നറുക്ക് വീണതും അബ്ദുള്ളക്ക്. 4, 5, 6, 7 കാണികൾ അമ്പരന്ന് നിന്നു. എല്ലാം അബ്ദുള്ളയുടെ പേരിൽ തന്നെ. 8ഉം 9ഉം നറുക്കെടുത്തപ്പോൾ നിർഭാഗ്യം അബ്ദുള്ളക്ക് തന്നെ. അങ്ങനെ 90 ഒട്ടകങ്ങൾ ബലിമൃഗങ്ങളായി. ജനം ആകാംക്ഷയോടെ, ആശങ്കയോടെ കാത്തുനിന്നു. 10ാമത്തെ നറുക്കെടുപ്പ്. ഇതും അബ്ദുള്ളക്ക് വീണാൽ മക്കയുടെ പ്രിയപ്പെട്ട പുത്രൻ ബലിയിറക്കപ്പെടും. അങ്ങനെ 10ാം നറുക്ക് വീണു. അത് ഒട്ടകങ്ങൾക്ക്. ആഹ്ലാദം അണപൊട്ടിയൊഴുകി. അബ്ദുള്ള അങ്ങനെ ബലിയിൽ നിന്നും രക്ഷപ്പെട്ടു. അങ്ങനെ 100 ഒട്ടകങ്ങൾ ബലിക്കലിൽ കയറി. 100 ഒട്ടകങ്ങളെ ബലി കൊടുത്ത് രക്ഷപ്പെടുത്തിയ ജീവനാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന എന്റെ പുതുമാരൻ. ആ കഥകൾ ഓർത്തപ്പോൾ ആമിനയുടെ കൽബകം സ്നേഹം കൊണ്ട് നിറഞ്ഞു. അങ്ങനെ 3 ദിവസങ്ങൾ കടന്നുപോയി. എത്ര പെട്ടെന്നാണ് 3 ദിവസങ്ങൾ കടന്നുപോയത്. നാളെ ദമ്പതികൾ യാത്ര തിരിക്കുകയാണ് പുതിയാപ്പിളയുടെ വീട്ടിലേക്ക്. അബ്ദുൽ മുത്തലിബും മറ്റു ബന്ധുക്കളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മകനെയും മകന്റെ ഭാര്യയെയും കാണാൻ. കബീലക്കാർക്ക് അതിനും ചില ചടങ്ങുകളൊക്കെയുണ്ട്. നവദമ്പതികളും ബന്ധുക്കളും അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ എത്തിച്ചേർന്നു. അവിടെ ഹൃദ്യമായ സ്വീകരണം, വലിയ സൽക്കാരം. ബന്ധുക്കളൊക്കെ വന്നുകൂടിയിട്ടുണ്ട്. അവർ ആമിനയോട് സംസാരിച്ചു. എല്ലാവർക്കും നന്നേ ഇഷ്ടപ്പെട്ടു. എന്തു നല്ല പെൺകുട്ടി! അബ്ദുൽ മുത്തലിബ് എന്ന വലിയ നേതാവിനെ ആമിന അടുത്തറിയുന്നു. എന്തെല്ലാം സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആളാണ്. എപ്പോഴും വീട്ടിൽ തിരക്കാണ്. പലരും കാണാൻ വരുന്നു. പലർക്കും പലവിധ ആവശ്യങ്ങൾ. നേതാവിന് ആരുടെയെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആമിന ഭർത്തൃ വീട്ടിലെ അന്തരീക്ഷവുമായി ഇണങ്ങിച്ചേർന്നു. ആ വീട്ടിൽ ആമിന വളരെ സന്തോഷവതിയായിരുന്നു. അങ്ങനെ ഒരു സീസൺ കൂടി കടന്നു വരുന്നു. കാഫില പുറപ്പെടാൻ സമയമായി. ഷാമിലേക്കുള്ള യാത്ര ദിവസങ്ങൾക്കകം പുറപ്പെടുന്നു. മക്കയിൽ അതിന്റെ ആരവം തുടങ്ങിക്കഴിഞ്ഞു. ആമിന, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ വിഷമിക്കരുത്, ദുഃഖിതയാകരുത്. അബ്ദുള്ള സ്വരം താഴ്ത്തി ഭാര്യയോട് പറഞ്ഞു. ആമിനക്ക് അതിശയം തോന്നി. എന്താണിത്ര പ്രധാന കാര്യം? കാഫില പുറപ്പെടുകയാണ്. ഞാനും കൂടെ പോകുന്നു. ഞാൻ നിന്നോട് യാത്ര ചോദിക്കുകയാണ്. യാത്ര ചോദിക്കുകയോ? വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളിലേ ആയിട്ടുള്ളൂ. കണ്ടുകൊതി തീർന്നില്ല, അതിനിടയിൽ ഒരു യാത്ര? വെളുത്ത മുഖം ചുവന്നു. അവിടെ ദുഃഖം തളം കെട്ടി നിന്നു. മനോഹരമായ കണ്ണുകൾ നിറഞ്ഞു. ആമിന, ഇത് ഷ്യാമിലേക്കുള്ള യാത്രയാണ്. വിഷമിക്കാൻ മാത്രം കാര്യമില്ല. കച്ചവടം കഴിഞ്ഞാൽ ഞാൻ ഉടനെ ഇങ്ങെത്തും. അതുവരെ നീ സന്തോഷമായിരിക്കണം. ഒന്നും പറയാൻ കഴിയുന്നില്ല. തൊണ്ട വരണ്ടു പോയിരിക്കുന്നു. ഈ യാത്ര പറച്ചിലും കാത്തിരിപ്പുമെല്ലാം അറബി പെണ്ണുങ്ങൾക്ക് പതിവാണല്ലോ. എങ്കിലും ഇത്ര പെട്ടെന്ന്? അബ്ദുള്ള എന്തൊക്കെയോ പറയുന്നു. വാക്കുകൾ വഴുതിപ്പോകുന്നു. പകുതിയും ചെവിയിൽ പതിയുന്നില്ല. തന്റെ സമ്മതം തേടി കാത്തിരിക്കുന്നു. പോയി വരൂ, എങ്ങനെയോ ആമിന പറഞ്ഞൊപ്പിച്ചു. അബ്ദുള്ള മുറിയിൽ നിന്നിറങ്ങി. ബാപ്പ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകി. കൂട്ടുകാർ കാത്തിരിക്കുന്നു. വേഗം നടന്നുപോയി. ആ നടപ്പ് ആമിന ദുഃഖത്തോടെ നോക്കി നിന്നു. നടന്ന് ആമിനയുടെ കണ്ണിൽ നിന്നും അബ്ദുള്ള അകന്നകന്നു പോയി. ഒരു നെടുവീർപ്പ്, ഒരു തേങ്ങൽ. ദുഃഖം സഹിക്കാതെ ആമിന പൊട്ടിക്കരഞ്ഞുപോയി. കാഫില പുറപ്പെടുന്നുവെന്ന വിവരം പിന്നീട് ആരോ പറഞ്ഞറിഞ്ഞു. ആരവം കേൾക്കാമായിരുന്നു. പൊടിപടലം അകന്നു പോകുന്നതും കണ്ടു. കാഫില പുറപ്പെടുന്നതും വരുന്നതുമെല്ലാം മക്കയിൽ വലിയ വാർത്തയാണല്ലോ. കാഫിലക്കാരുടെ ഇനിയുള്ള ദിനരാത്രങ്ങൾ മരുഭൂമിയുടെ മധ്യത്തിലാണ്. മരുഭൂമിയിലൂടെ കൊടും ചൂടും മണൽക്കാറ്റും സഹിച്ചുകൊണ്ട് കാഫിലക്കാർ യാത്ര ചെയ്യണം. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ആമിന എല്ലാ ദിവസവും ഭർത്താവിനു വേണ്ടി പ്രാർത്ഥിക്കും. പുറപ്പെട്ടിട്ട് എത്ര ദിവസമായി എന്ന് കണക്ക് കൂട്ടി നോക്കും. തന്റെ പ്രയാസങ്ങൾ അബ്ദുൽ മുത്തലിബിന് മനസ്സിലാകുന്നുണ്ട്. ഇടക്ക് ആശ്വാസവചനങ്ങൾ അദ്ദേഹം ചൊരിയും. നല്ല മനുഷ്യൻ. ഇപ്പോൾ കാഫില ഷാമിലെത്തി കാണും. ഒരു ദിവസം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, മക്കയിൽ നിന്ന് പുറപ്പെട്ടാൽ ഷാമിലെത്താൻ എത്ര ദിവസം വേണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം. ഷാമിൽ എത്ര ദിവസം തങ്ങേണ്ടി വരുമെന്നും അദ്ദേഹത്തിന് അറിയാം. ഇവിടെ നിന്നും തിരിച്ചാൽ എത്ര ദിവസം കൊണ്ട് മക്കയിൽ എത്തിച്ചേരുമെന്നും അദ്ദേഹത്തിന് പറയാനാകും. അബ്ദുൽ മുത്തലിബിനും വളരെയധികം ദുഃഖമുണ്ടായിരുന്നു. ബലിയിൽ നിന്നും രക്ഷപ്പെട്ട മകനല്ലേ. മരിച്ച മകൻ തിരിച്ചു വന്നതുപോലെ അവനെ പിരിഞ്ഞിരിക്കാൻ അബ്ദുൽ മുത്തലിബിനും തീരെ വയ്യ. അബ്ദുൽ മുത്തലിബ് വൃദ്ധനാണ്. താടിരോമങ്ങൾ നിരച്ച് വെളുത്തിരിക്കുന്നു. ദുഃഖം വൃദ്ധമുഖത്തും നിഴലിക്കുന്നു. ആമിനയെ അദ്ദേഹം ആശ്വസിപ്പിക്കുന്നു. ദിവസങ്ങളുടെ കണക്കുകൾ അദ്ദേഹം കൂട്ടിപ്പറയുന്നു. പിന്നെയും ദിനരാത്രങ്ങൾ ഒരുപാട് കടന്നുപോയി. അബ്ദുൽ മുത്തലിബിന്റെ കണക്കനുസരിച്ച് കാഫില എത്തേണ്ട സമയമായി. പക്ഷേ കാണുന്നില്ല. ഒരു ദിവസം കൂടി കടന്നുപോയി. വെപ്രാളം കൂടി. മക്ക കാഫിലക്കാരെ കാത്തിരിക്കുകയാണ്.
ആഹാര സാധനങ്ങൾ, വസ്ത്രങ്ങൾ, വിളക്കിലൊഴിക്കുന്ന എണ്ണ വരെ അവർ കൊണ്ടുവരണം. 2.5 മാസം പിന്നിട്ടിരിക്കുന്നു. എന്താ അവർ വരാത്തത്? ഇവിടെയും ഉത്കണ്ഠ. മക്കയിലേക്കു നീണ്ടുവരുന്ന പാദങ്ങളിലേക്ക് കണ്ണും നട്ട് പലരും കാത്തിരിക്കുന്നു. ചില യാത്രക്കാർ വരുന്നത് അവർ അവ്യക്തമായി കണ്ടു. കാഫിലക്കാരുടെ ആഗമനം അറിയിക്കാൻ വേണ്ടി ചിലർ നേരത്തെ എത്തും. മക്കാർ നോക്കി നിൽക്കെ അവർ അടുത്തെത്തി. കാഫിലയിൽ പോയവർ തന്നെ. കാഫിലയുടെ ആഗമനം സന്തോഷപൂർവ്വം വിളിച്ചു പറയുന്നതാണ് പതിവ്. ഇവർ എന്തേ ഒന്നും മിണ്ടാത്തത്? അവരുടെ മൗനം ഏവരിലും ആശങ്ക പടർത്തി. കാഫിലക്കാർ വരുന്നുണ്ട്, സ്വീകരിക്കാൻ ഒരുങ്ങുക. ഒരു അടങ്ങിയ ശബ്ദത്തിൽ ഒരു പ്രഖ്യാപനം കേട്ടു. അവർ നേരെ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക് ചെന്നു. ആളുകളും പിന്നാലെ കൂടി. ആഗതരെ കണ്ടപ്പോൾ അബ്ദുൽ മുത്തലിബിന് വലിയ ആശ്വാസമായി. കാഫില ഇങ്ങെത്തിയല്ലോ. പക്ഷെ അവരുടെ മൗനം, മുഖത്തെ ദുഃഖഭാവം, അബ്ദുൽ മുത്തലിബിന്റെ മുഖത്ത് വെപ്രാളവും ഉത്കണ്ഠയും. ആഗതർ ദുഃഖത്തോടെ ആ വാർത്ത അറിയിക്കുന്നു. മക്കയുടെ മഹാനായ നേതാവേ, അങ്ങയുടെ മകൻ അബ്ദുള്ളക്ക് സുഖമില്ല. യസ്രീബിൽ വിശ്രമിക്കുകയാണ്. അവനെ ഒട്ടകക്കട്ടിൽ കിടത്തി കൊണ്ടുവരാത്തതെന്ത്? അബ്ദുൽ മുത്തലിബ് രോഷത്തോടെ ചോദിച്ചു. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന അവസ്ഥയിലല്ല അദ്ദേഹം. രോഗം വളരെ കൂടുതലാണ്. യാത്ര ചെയ്യാൻ പറ്റുകയില്ല. എന്റെ റബ്ബേ, ബനു നജാർ കുടുംബക്കാരുടെ വീട്ടിലാണ് വിശ്രമിക്കുന്നത്. രോഗം ആശങ്കാജനകമാണ്. ബനു നജാർ കുടുംബം. വൃദ്ധനായ അബ്ദുൽ മുത്തലിബ് ഒരു നിമിഷത്തേക്ക് കുട്ടിക്കാലം ഓർത്തുപോയി. ബനു നജാർ കുടുംബത്തിന്റെ മുറ്റത്ത് ഓടിച്ചാടി നടന്നിരുന്ന അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം. അന്ന് തന്റെ പേര് ഷൈബ എന്നായിരുന്നു. ഷൈബ എന്ന കുട്ടി ഒരു വികൃതി കുട്ടൻ. മാതാവ് സൽമ. മാതാവ് തന്നെ പ്രസവിച്ചത് അവിടെയാണ്, വളർന്നതവിടെയാണ്. പിന്നെ മക്കയിലേക്ക് വന്നു. ഇവിടെ അബ്ദുൽ മുത്തലിബായി. ആ വീട്ടിൽ ബനു നജാർ കുടുംബത്തിൽ തന്റെ പ്രിയപുത്രൻ രോഗിയായി വിശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ കൽബ് നീറിപ്പുകയുകയാണ്. പറയൂ, എന്താണ് എന്റെ മകന് പറ്റിയത്? അങ്ങോട്ടുള്ള യാത്രയിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഷാമിൽ വെച്ചും അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. മടക്ക യാത്രയിലാണ് അദ്ദേഹത്തിന് രോഗം തുടങ്ങിയത്. യസ്രീബ് വരെ ഒരു വിധത്തിലെത്തി. അവിടെ വിശ്രമിച്ചു. ക്ഷീണം തീർത്തിട്ട് പോരാമെന്ന് കരുതി. മരുന്നുകളും നൽകി. നല്ല പരിചരണവും കിട്ടി. രോഗം കുറഞ്ഞില്ല. കൂടെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് ബോധ്യമായപ്പോൾ ഞങ്ങൾ ഇങ്ങ് പോന്നു. എന്റെ പൊന്നുമോനെ, ഈ ബാപ്പാക്കു നിന്നെ കാണണം. വൃദ്ധനയനങ്ങൾ നിറഞ്ഞൊഴുകി. ആർക്കും അത് കണ്ട് സഹിക്കാനായില്ല. മോനെ ഹാരിസ്, ബാപ്പ മൂത്ത മകനെ വിളിച്ചു. ഹാരിസ് ഓടിയെത്തി. നീ ഇന്ന് തന്നെ പോകണം. യസ്രീബിൽ പോയി അബ്ദുള്ളയെ കൊണ്ടുവരണം. രോഗം കുറവില്ലെങ്കിൽ ഒട്ടകക്കട്ടിലിൽ കിടത്തി കൊണ്ടുവരണം. പോകാം ബാപ്പ, വൈകരുത്. ഇന്ന് തന്നെ പുറപ്പെടണം. കൂട്ടിന് ആളെയും കൂട്ടിക്കോളൂ. ആമിന തരിച്ചിരിക്കുകയാണ്. എന്താണ് കേട്ടത്? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് സുഖമില്ലെന്നോ, രോഗമാണെന്നോ, യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം അവശ നിലയിലാണെന്നോ? അവശനായ തന്റെ ഭർത്താവിന് ഒരു തുള്ളി വെള്ളം പോലും നൽകാൻ കഴിയാതെ പോയല്ലോ. ആമിനയുടെ കൽബ് പൊട്ടിപ്പൊളിയുകയാണോ? എന്തൊരു വേദന! ഈ ദുഃഖം സഹിക്കാനാവുന്നില്ലല്ലോ. കാത്തിരിക്കുകയായിരുന്നു ഒരു നോക്ക് കാണാൻ, യാത്രാ വിവരണം കേൾക്കാൻ, ഷാമിൽ നിന്നും തനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന സമ്മാനങ്ങൾ കൈനീട്ടി വാങ്ങാൻ, പിന്നെ തന്റെ വിശേഷങ്ങൾ പറയാൻ. താൻ സ്വപ്നം കാണുന്നു, സുന്ദര സ്വപ്നങ്ങൾ, ആനന്ദം പകരുന്ന അനുഭവങ്ങൾ. തന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നു. സാധാരണ കുഞ്ഞല്ല എന്ന് ആരോ പറയും പോലെ തോന്നുന്നു. മാലാഖമാർ വരുന്നത് പോലെ ഒരു തോന്നൽ, വല്ലാത്ത ഒരു അനുഭൂതി. എല്ലാം അദ്ദേഹത്തോട് പറയണമായിരുന്നു. പറയാനുള്ളത് പറയാൻ കഴിയില്ലേ? കേൾക്കാൻ കൊതിച്ചതൊന്നും അദ്ദേഹത്തിന് കേൾക്കാനാവില്ലേ? ഹാരിസ് പുറപ്പെട്ടിരിക്കുന്നു. മടങ്ങി വരട്ടെ. അതിനെത്ര നാൾ കാത്തിരിക്കണം? പോയി വരാൻ ദിവസങ്ങൾ പിടിക്കും. അബ്ദുൽ മുത്തലിബ് ചിന്തയിൽ മുഴുകി. വെറുതെ അദ്ദേഹം പിതാവിനെ കുറിച്ചോർത്തു. മക്കയുടെ പ്രിയങ്കരനായ നേതാവായിരുന്നു ഹാഷിം. ആളുകൾ പിതാവിനെ കുറിച്ച് ഇന്നും അഭിമാനപൂർവ്വം സംസാരിക്കുന്നു. തനിക്ക് പിതാവിനെ കണ്ട ഓർമ്മയില്ല. ഉമ്മ വിവരിച്ചു തന്ന ഓർമ്മയേ ഉള്ളൂ. ഇതുപോലൊരു യാത്രയിൽ ബാപ്പാക്കും രോഗം വന്നു. തുടർന്ന് മരുഭൂമിയിൽ മരണം അദ്ദേഹത്തെ തേടിയെത്തി. ഉമ്മ പിതാവിനായി കാത്തിരുന്നു. കരഞ്ഞു കരഞ്ഞു കണ്ണീർ വറ്റി. ബാപ്പ വന്നില്ല. ഒടുവിൽ ആ ദുഃഖവാർത്തയെത്തി. ഇനിയൊരിക്കലും ബാപ്പ മടങ്ങി വരില്ല. മരിച്ചവർ മടങ്ങി വരാറില്ലല്ലോ. ഉമ്മയെപ്പോലെ ഇവിടെ ഇതാ ഒരു പെൺകുട്ടി കാത്തിരിക്കുന്നു. എന്റെ ഉമ്മയുടെ അതേ അനുഭവമാണോ ഈ കുട്ടിക്കും? എന്റെ റബ്ബേ, പൊന്നുമോനെ, നീ മടങ്ങി വരില്ലേ? ഈ പെൺകുട്ടിയുടെ കണ്ണീർ എങ്ങനെ അടക്കും? അദ്ദേഹം ദുഃഖം കൊണ്ട് പുകയുകയാണ്. എന്ത് വാർത്തയുമായിട്ടായിരിക്കും തന്റെ മകൻ മടങ്ങിയെത്തുക? നരച്ച താടിയിൽ കണ്ണുനീരിന്റെ നനവുടങ്ങിയിട്ടില്ല. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഹാരിസ് യസ്രീബിലെത്തി. എല്ലാ മുഖങ്ങളും മ്ലാനമായിരിക്കുന്നു. എവിടെ എന്റെ അനുജൻ? എവിടെ അബ്ദുള്ള? ഹാരിസ് വെപ്രാളം നിറഞ്ഞ ചോദ്യമുയർത്തി. അതാ അവിടെ ഒരാൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഒരു പുതിയ ഖബർ. ഹാരിസ് ഖബറിനരികിലേക്ക് നടന്നു. അടങ്ങാനാവാത്ത ദുഃഖം, കണ്ണുനീർത്തുള്ളികൾ ഖബറിന് മുകളിൽ വീണു ചിതറി. എന്റെ പൊന്നുമോനെ! ഹാരിസ് നിയന്ത്രണം വിട്ട് നിലവിളിച്ചു പോയി. ബന്ധുക്കൾ ഓടിയെത്തി. ഹാരിസിനെ അകത്തേക്ക് കൊണ്ടുപോയി ആശ്വസിപ്പിച്ചു. കഴിയുന്നതൊക്കെ ഞങ്ങൾ നൽകി, മരുന്നുകൾ നൽകി, നന്നായി പരിചരിച്ചു. ഒരു ഫലവും ഉണ്ടായില്ല. ബന്ധുക്കൾ സംഭവങ്ങൾ വിവരിച്ചു. ഷെയ്ബ ഇതെങ്ങനെ സഹിക്കും? അവർക്കിന്നും അബ്ദുൽ മുത്തലിബ് ഷെയ്ബയാണ്. അവിടുത്തെ വൃദ്ധന്മാർ അബ്ദുള്ളയുടെ ഖബർ കണ്ട് നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, സൽമയുടെ പേരക്കുട്ടി. ഹാരിസ് ശക്തി വീണ്ടെടുത്തു. പതറിപ്പോകരുത്. ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. ക്ഷീണമൊന്നടങ്ങിയാൽ മടക്കയാത്ര, മക്കയിലേക്കുള്ള മടക്കയാത്ര. ബാപ്പയും ആമിനയും കാത്തിരിക്കുകയാണ്.
ഞാൻ വൈകുന്നില്ല. ഹാരിസ് ബന്ധുക്കളോട് യാത്ര ചോദിച്ചു. അവസാനമായി അദ്ദേഹം ഖബറിനരികിൽ വന്നു നിന്നു. കൊച്ചനുജ, ഞാൻ പോവുകയാണ്. നമ്മുടെ പിതാവ് ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്നു. പിന്നെ നിന്റെ പ്രിയപ്പെട്ട ആമിനയും. ഞാൻ അവരോട് എന്ത് പറയും? ഹാരിസ് മക്കയിലേക്ക് മടങ്ങി. യസ്രീബുകാർ ആ പോക്ക് നോക്കി നിന്നു. എങ്ങനെയാണ് ബാപ്പയെ നേരിടുക? ആമിന എന്ന പെൺകുട്ടിയോട് എങ്ങനെയാണ് ഞാൻ ഈ കാര്യം പറയുക? വീണ്ടും പതറിപ്പോകുന്നു. ഒട്ടകം അങ്ങനെ മുന്നോട്ട് നീങ്ങി. മരിക്കുമ്പോൾ അബ്ദുള്ളക്ക് കഷ്ടിച്ച് 20 വയസ്സേ ഉള്ളൂ. ആമിന അതിനേക്കാൾ പ്രായം കുറവുള്ള പെൺകുട്ടിയും. താൻ ഗർഭിണിയാണെന്ന തോന്നൽ തന്നെയില്ല. സാധാരണ ഗർഭിണികൾ അനുഭവിക്കുന്ന ഒരു പ്രയാസങ്ങളും തോന്നുന്നില്ല. ഉറങ്ങുമ്പോഴാവട്ടെ ആനന്ദം നൽകുന്ന സ്വപ്നങ്ങൾ. ആരോ തന്നോട് സംസാരിക്കുന്നത് പോലെ ഒരു തോന്നലല്ല, ശരിക്കും സംസാരിക്കുന്നു. നീ ഗർഭം ചുമന്നത് ഈ സമുദായത്തിന്റെ നായകനെയാകുന്നു. അശരീരി പോലെ ഒരു ശബ്ദം കേട്ടപ്പോൾ ശരീരം കോരി തരിച്ചു പോയി. അതിമഹനീയമായ എന്തോ സംഭവിക്കാൻ പോകുന്നു. നിന്റെ കുഞ്ഞു പിറന്നു കഴിഞ്ഞാൽ അസൂയാലികളിൽ നിന്ന് രക്ഷ അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ടിരിക്കണം. നിന്റെ കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേരിടണം. അനുഭൂതികൾ നിറഞ്ഞ ദിനരാത്രങ്ങൾ. ഒരിക്കൽ തന്നിൽ നിന്നും ഒരു പ്രകാശം പുറപ്പെട്ടു, ശക്തമായ പ്രകാശം. ആ പ്രകാശത്തിൽ ബുസ്രയിലെ കൊട്ടാരങ്ങൾ തനിക്ക് കാണാൻ കഴിഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ആനക്കലഹം 1-ാം വർഷത്തിലായിരുന്നു. ആനവർഷം, ആമുൽ ഫീൽ, ഗജവർഷം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതുകൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് കഥ തുടരാം. ആനക്കലഹത്തെ കുറിച്ച് പറയും മുമ്പേ അബ്രഹത്തിനെ പറ്റി പറയണം. അബ്രഹത്തിനെ കുറിച്ച് പറയുമ്പോൾ യമൻ എന്ന രാജ്യത്തെ കുറിച്ച് പറയണം. യമൻ വളരെ മുമ്പ് തന്നെ ലോകപ്രസിദ്ധമായ നാടാണ്. അവിടെ പല രാജവംശരും ഭരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വിദേശികളും ഭരിച്ച ചരിത്രമുണ്ട്. കുറെ കാലം നജാഷി രാജാവിന്റെ കീഴിലായിരുന്നു. രാജാവ് യമൻ രാജ്യം ഭരിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അയാളുടെ പേര് അറിയാത്ത് എന്നായിരുന്നു. അറിയാത്തിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അബ്രഹത്ത്. ഇരുവരും ക്രിസ്ത്യാനികൾ തന്നെ, പക്ഷേ സ്വഭാവത്തിൽ വളരെ വ്യത്യാസം. അറിയാത്ത് വളരെ നല്ലവനായിരുന്നു. അബ്രഹത്ത് അഹങ്കാരിയും ദുഷ്ടനുമായിരുന്നു. എല്ലാ അധികാരവും തനിക്ക് വേണമെന്ന ദുരാഗ്രഹമായിരുന്നു അബ്രഹത്തിന്. യമൻ രാജ്യത്തെ സ്നേഹിച്ച അറിയാത്തിനെ അബ്രഹത്ത് കൊന്നുകളഞ്ഞു. അറിയാത്തിനെ വധിച്ച ശേഷം അബ്രഹത്ത് ഭരണം ഏറ്റെടുത്തു. അവൻ മക്കയിലെ കഅബയെ കുറിച്ചറിഞ്ഞു. ഹജ്ജ് കാലത്ത് ധാരാളം ആളുകൾ മക്കയിൽ വരുന്നു, കഅബാലയം സന്ദർശിക്കുന്നു. അബ്രഹത്തിന് വല്ലാതെ അസൂയ വന്നു. അതുപോലൊരു ദേവാലയം എനിക്കും പണിയണം. ജനങ്ങളോട് അവിടെ വന്ന് ആരാധിക്കാൻ കൽപ്പിക്കണം. ആരും മക്കയിൽ പോകരുത്. മക്കയുടെ പ്രസിദ്ധി തന്റെ പട്ടണത്തിനും കിട്ടണം. അബ്രഹത്ത് കലാകാരന്മാരെ വിളിച്ചു വരുത്തി. ആശാരിമാരെയും കെട്ടിട നിർമ്മാണ വിദഗ്ധരെയും വരുത്തി. ശില്പികളെ വരുത്തി. വലിയൊരു ദേവാലയത്തിന്റെ പണി തുടങ്ങി. ശില്പ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ദേവാലയം ഉയർന്നു വന്നു. ഈ വർഷം ഹജ്ജ് കാലത്ത് എല്ലാവരും ഇവിടെ വരണം. ആരും മക്കയിലേക്ക് പോകരുത്. നാട് മുഴുവൻ അദ്ദേഹം പ്രചാരണം നടത്തി. അബ്രഹത്ത് കാത്തിരുന്നു. ആ കൊല്ലത്തെ ഹജ്ജ് കാലം വന്നു. എല്ലാവരും മക്കയിലേക്ക് തന്നെ പോയി. അബ്രഹത്ത് അപമാനിതനായി. ആരും അയാളുടെ കൽപ്പന വകവെച്ചില്ല. ക്രൂരനായ അബ്രഹത്ത് പ്രതികാര ചിന്തയിൽ വെന്തുരുകി. തകർക്കണം, കഅബയെ തകർക്കണം, എന്നാലേ ഈ ദേവാലയത്തിലേക്ക് ആളുകൾ വരികയുള്ളൂ. വമ്പിച്ചൊരു സൈന്യത്തെ അദ്ദേഹം തയ്യാറാക്കി. മുമ്പിൽ ആനപ്പട. ധാരാളം ആനകൾ മക്കത്തേക്ക് നീങ്ങി. വഴിനീളെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടുള്ള യാത്ര. ധിക്കാരിയുടെ പട മക്കയുടെ അതിർത്തിയിലെത്തി. മക്ക നിവാസികൾ ഭയന്ന് വിറച്ചു. അബ്രഹത്തിന്റെ വലിയ സൈന്യത്തെ നേരിടാനുള്ള കഴിവ് അബ്ദുൽ മുത്തലിബിനുണ്ടായിരുന്നില്ല. മക്കയുടെ നേതാവായ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്, ഇതിനെ അവൻ സംരക്ഷിക്കും. ഒരാൾക്കും അത് തകർക്കാനാവില്ല. അള്ളാഹുവിനെ ആരാധിക്കാൻ ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ദേവാലയമാണിത്. ആനപ്പട കഅബാലയത്തിന് നേരെ നീങ്ങി. പെട്ടെന്ന് ആകാശത്ത് ഒരുതരം പക്ഷികൾ പ്രത്യക്ഷപ്പെട്ടു. അവയുടെ ചുണ്ടിൽ ചെറിയ ചെറിയ കല്ലുകൾ. ആ കല്ലുകൾ താഴേക്കിട്ടു. ആനകളും പട്ടാളക്കാരും മറിഞ്ഞു വീഴാൻ തുടങ്ങി. അബ്രഹത്തിന്റെ സൈന്യം ചിതറിയോടി. അബ്രഹത്ത് ജീവനം കൊണ്ടോടുകയായിരുന്നു. ഈ സംഭവത്തെയാണ് ആനക്കലഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ സംഭവം നടന്ന വർഷത്തെ ആമുൽ ഫീൽ എന്നും അറബികൾ വിളിക്കുന്നു. ആമുൽ ഫീൽ എന്ന പദത്തിന്റെ അർത്ഥം ഗജവർഷം എന്നാകുന്നു. ആമുൽ ഫീൽ 1-ാം വർഷം നിബിതങ്ങൾ ഈ ലോകത്തേക്ക് പിറവിയെടുത്തു. റബിയുൽ അവൽ 12 തിങ്കളാഴ്ച പ്രഭാത സമയത്ത്. ക്രിസ്തുവർഷം 571 ഏപ്രിൽ 17. അതൊരു സാധാരണ പ്രസവമായിരുന്നില്ല. ധാരാളം അത്ഭുതങ്ങൾ ആ സമയത്ത് സംഭവിക്കുകയുണ്ടായി. ചുറ്റും കൂടിയ പെണ്ണുങ്ങൾ കുഞ്ഞിനെ കണ്ട് അതിശയപ്പെട്ടുപോയി. കുഞ്ഞിന്റെ ചേലാക്രമം ചെയ്യപ്പെട്ടിരിക്കുന്നു. കണ്ണിൽ സുറുമ എഴുതിയിട്ടുണ്ട്. ശരീരത്തിൽ എണ്ണ പുരട്ടിയിരിക്കുന്നു. കൈ രണ്ടും നിലത്തുകുത്തി തല ഉയർത്തിപ്പിടിച്ചാണ് കുട്ടിയുടെ കിടപ്പ്. ഇതൊരു അത്ഭുത ശിശുവാണ്. ഇങ്ങനെ ഒരു കുട്ടി പ്രസവിക്കപ്പെടുമെന്ന് തന്റെ ജനതയോട് ആദം നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വന്ന പ്രവാചകന്മാർക്കെല്ലാം ഈ കുട്ടിയുടെ വരവിനെ കുറിച്ച് അറിയാമായിരുന്നു. എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഈ കുട്ടിയുടെ ആഗമനം അറിയിച്ചിട്ടുണ്ട്. കുട്ടി പിറക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടിരിക്കുമെന്ന് വേദം പഠിച്ച പണ്ഡിതന്മാർക്ക് അറിയാമായിരുന്നു. എന്തൊരു അഴക്, എന്തൊരു പ്രകാശം! പ്രസവ വിവരം അറിഞ്ഞ അബ്ദുൽ മുത്തലിബ് ഓടിയെത്തി. കുഞ്ഞിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ആഹ്ലാദം. കുട്ടിയെ കോരിയെടുത്ത് അദ്ദേഹം കഅബാലയത്തിലേക്ക് ഓടി. അവിടെയുണ്ടായിരുന്നവർ കുട്ടിയെ കണ്ടു. അവരും സന്തോഷത്തിൽ പങ്കുചേർന്നു. 7-ാം ദിവസം അഖീഖ അറുത്തു. അന്ന് വീട് നിറയെ ആളുകളായിരുന്നു. ബന്ധുക്കളൊക്കെ വന്നു. ഖുറൈശി നേതാക്കന്മാരെല്ലാവരും വന്നു. അവർക്കെല്ലാം വിഭവങ്ങൾ നിറഞ്ഞ സദ്യ ഒരുക്കി. കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു.
അബ്ദുൽ മുത്തലിബിന് ധാരാളം മക്കളുണ്ടായിരുന്നുവല്ലോ. ഹാരിസ്, അബൂ ത്വാലിബ്, അബ്ബാസ്, ഹംസ എന്നിവരാണ് അതിൽ പ്രസിദ്ധരായവർ. അദ്ദേഹത്തിന്റെ മറ്റൊരു മകനാണ് അബൂലഹബ്. സുവൈബത്തുൽ അസ്ലമിയ എന്ന അടിമ സ്ത്രീ അബൂലഹബിന്റെ സമീപത്തേക്ക് ഓടിയെത്തി. വളരെയധികം സന്തോഷത്തോടെ അവൾ വിളിച്ചു പറഞ്ഞു, യജമാനൻ അറിഞ്ഞോ, അങ്ങയുടെ മരിച്ചുപോയ സഹോദരന്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. അങ്ങയുടെ സഹോദരന്റെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നു, ആൺകുട്ടിയാണ്. നേരാണോ നീ പറഞ്ഞത്? ഞാൻ കുഞ്ഞിനെ കണ്ടിട്ടല്ലേ വരുന്നത്. എനിക്ക് സന്തോഷം അടക്കാനാവുന്നില്ല. ആഹ്ലാദം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി വരികയായിരുന്നു യജമാനനോട് ഈ കാര്യം പറയാൻ. അബൂലഹബ് സന്തോഷം കൊണ്ട് മതിമറന്നു പോയി. സുവൈബത്തെ, ഈ സന്തോഷ വാർത്ത അറിയിച്ചതിന്റെ പേരിൽ നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു. സുവൈബത്തിന്റെ സന്തോഷത്തിന് അതിര് വന്നില്ല. ഈ കുഞ്ഞ് കാരണമാണല്ലോ താൻ അടിമത്തത്തിൽ നിന്നും മോചിതയായത്. കുഞ്ഞിനുള്ള സ്നേഹവും വർദ്ധിച്ചു. അബ്ദുള്ളയുടെ വിയോഗം മക്ക നിവാസികളുടെ ദുഃഖമായി. അബ്ദുൽ മുത്തലിബിന്റെ ദുഃഖം അവരെയും വേദനിപ്പിച്ചു. ഇപ്പോൾ തങ്ങളുടെ നേതാവിന്റെ മനസ്സ് നിറയെ ആഹ്ലാദമാണ്. ആ നടപ്പിലും ഇരിപ്പിലും സംസാരത്തിലും സന്തോഷം അലതല്ലുന്നു. പലർക്കും സമ്മാനങ്ങൾ നൽകി. സദ്യ തന്നെ എത്ര കെങ്കേമം. അബ്ദുൽ മുത്തലിബിന്റെ മക്കൾക്കെല്ലാം വലിയ ആഹ്ലാദമായിരുന്നു. അബൂ താലിബിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. സഹോദരപുത്രനെ അവർ ലാളിച്ചു, സ്നേഹിച്ചു, പരിചരിച്ചു. അന്ത്യപ്രവാചകൻ ഭൂജാതനായിരിക്കുന്നു. അന്ത്യപ്രവാചകനെ പ്രസവിച്ച മാതാവിനെ നാം ആദരിക്കണം. അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ റളിയല്ലാഹു അൻഹ എന്ന് പറയണം. തന്റെ പൊന്നോമനയെ മാതാവ് ഒരുപാട് ഓമനിച്ചു, മുലയൂട്ടി. കുഞ്ഞ് പാൽ കുടിച്ചു. ഒരുപാട് സന്തോഷം. മാതാവിന്റെ കൽബ് കുളിരണിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ച കാലത്ത് മക്കയിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായം എന്തെന്നാൽ കുഞ്ഞുങ്ങളെ മുല കൊടുത്ത് വളർത്താൻ വേണ്ടി ആരോഗ്യവതികളായ സ്ത്രീകളെ ഏൽപ്പിക്കും. ഗ്രാമവാസികളായ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ ഗ്രാമത്തിൽ കൊണ്ടുപോയി വളർത്തും. കുഞ്ഞുങ്ങൾ ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളരും. നല്ല ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ. ഗ്രാമീണർ ശുദ്ധമായ അറബി സംസാരിക്കും. കുഞ്ഞുങ്ങൾ അത് കേട്ട് പഠിക്കും. മക്ക ഒരു വലിയ പട്ടണമാണ്. അവിടെ പല നാട്ടുകാരും വന്ന് പോയിക്കൊണ്ടിരിക്കും. സ്ഥിരതാമസക്കാർ തന്നെ പല തരക്കാരാണ്. ഭാഷയും പലതരം. ശുദ്ധമായ അറബി സംസാരിച്ച് പഠിക്കണമെങ്കിൽ ഗ്രാമത്തിൽ തന്നെ പോകണം. ഇടയ്ക്കിടെ ഗ്രാമീണ സ്ത്രീകൾ മക്കയിലേക്ക് വരും. കുഞ്ഞുങ്ങളെ മുല കൊടുത്ത് വളർത്താൻ വേണ്ടി അവർ കൊണ്ടുപോകും. അതിന് അവർക്ക് പ്രതിഫലവും നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് ദിവസം മുലയൂട്ടിയിരുന്നത് മാതാവ് ആമിന റളിയല്ലാഹു അൻഹ തന്നെയായിരുന്നു. സുവൈബത്തുൽ അസ്ലമിയെ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. അബൂലഹബിന്റെ അടിമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സന്തോഷ വാർത്ത അബൂലഹബിനെ അറിയിച്ചത് അവരായിരുന്നു. അതീവ സന്തോഷത്താൽ അബൂലഹബ് അവരെ സ്വതന്ത്രയാക്കി. ഇപ്പോൾ അവർ സ്വതന്ത്രയാണ്. അവർ അതിരറ്റ സന്തോഷത്തോടെ നബിക്ക് പാല് കൊടുത്തു. അബ്ദുൽ മുത്തലിബ് ഗ്രാമീണ സ്ത്രീകളെ കാത്തിരിക്കുകയാണ്. പൊന്നോമനയെ അവരുടെ കൂടെ അയക്കണം. കുഞ്ഞിന് നല്ല ആരോഗ്യം വേണം. ശുദ്ധമായ അറബി സംസാരിച്ച് പഠിക്കണം. ഹവാസിൻ ഗോത്രം വളരെ പ്രസിദ്ധമാണ്. ഹവാസിൻ ഗോത്രത്തിൽപ്പെട്ടവരാണ് ബനു സഅദ് കുടുംബം. കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾ മക്കയിൽ വന്ന് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാറുണ്ട്. ബനു സഅദ് കുടുംബാംഗമായ ഹലീമയും വേറെ കുടുംബ സ്ത്രീകളും മക്കയിൽ വന്നു. ഹലീമ ഒരു മെലിഞ്ഞ സ്ത്രീയാണ്. അബു കഷ്ബ എന്നവരാണ് അവരുടെ ഭർത്താവ്. ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് അവർക്കായിരുന്നു. കുഞ്ഞിനെ കിട്ടിയത് അവരുടെ മഹാഭാഗ്യം. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ആ കുടുംബത്തിൽ ലഭിച്ചത്. അവരുടെ ആട്ടിൻകൂട്ടങ്ങൾ തടിച്ചു കൊഴുത്തു. ധാരാളം പാൽ കിട്ടി. വീട്ടിൽ പട്ടിണിയില്ലാതെയായി. അവരുടെ ഈത്തപ്പനകളിൽ ധാരാളം കുലകൾ വിരിഞ്ഞു. വലിയ അളവിൽ ഈത്തപ്പഴം കിട്ടി തുടങ്ങി. അബൂ കഷ്ബയുടെ മക്കൾക്ക് ആ കുഞ്ഞിന് വലിയ ജീവനാണ്. ലംറ എന്നാണ് അവരുടെ മകന്റെ പേര്. ലംറയും കുഞ്ഞും ആ കുടിലിൽ വളർന്നുകൊണ്ടിരുന്നു. ദിവസങ്ങൾ അങ്ങനെ മാസങ്ങളായി ഒഴുകി. മാസങ്ങൾ വർഷങ്ങളായി. ലംറയും മറ്റു കുട്ടികളും ആടുമേക്കാൻ ഒരു മലഞ്ചെരുവിൽ പോകും. കൂടെ നബിയെയും കൂട്ടിക്കൊണ്ടുപോകും. ഒരു ദിവസം ആടിനെ മേക്കുവാൻ പോയതായിരുന്നു. വെള്ളവസ്ത്രധാരികളായ ചിലർ കുട്ടിയെ സമീപിച്ചു. ലംറക്ക് വലിയ വെപ്രാളമായി. അവൻ ആകാംക്ഷയോടെ നോക്കി നിന്നു. വെള്ളവസ്ത്രധാരികൾ കുട്ടിയെ മലർത്തി കിടത്തി. നെഞ്ചും വയറും കീറി അതിൽ നിന്നും ഒരു കറുത്ത സാധനം എടുത്തു. പിന്നീട് വെള്ളം കൊണ്ട് കഴുകി. ലംറ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി. ഉമ്മയോട് നടന്ന വിവരങ്ങളെല്ലാം പറഞ്ഞു. വീട്ടിലുണ്ടായവരെല്ലാം ഓടി വന്നു. കുട്ടി സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ. കുട്ടിയെ വളരെയധികം സന്തോഷവാനായി കാണപ്പെടുന്നു. എന്താ മോനെ, എന്താ ഉണ്ടായത്? ആരാണ് വന്നത്? കുട്ടി നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹലീമ റളിയല്ലാഹു അൻഹയ്ക്ക് പേടിയായി. തന്റെ മോൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നവർക്ക് ഉറക്കം വന്നില്ല. ഒരേ ചിന്ത, ആരായിരിക്കും മോന്റെ അടുത്ത് വന്നത്? ഇനിയും വരുമോ? കുട്ടിയെ ഉപദ്രവിക്കുമോ? ഇത് ഒരു അസാധാരണ കുട്ടിയാണെന്ന് പലതവണ ബോധ്യം വന്നു. കിടന്നുറങ്ങുന്ന മുറിയിൽ പ്രകാശം കണ്ടിട്ടുണ്ട്. പിന്നെ എന്തെല്ലാം അത്ഭുതങ്ങൾ! കുട്ടിയെ മടക്കി കൊടുക്കാം, മാതാവിനെ ഏൽപ്പിക്കാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ വല്ലതും സംഭവിച്ചാൽ തനിക്കത് സഹിക്കാനാവില്ല. പൊന്നുമോനെ എങ്ങനെ വേർപിരിയും? മോനെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും? വേർപിരിയാൻ വല്ലാത്തൊരു വിഷമം. ഒരു തീരുമാനത്തിലെത്താനാവുന്നില്ല. 3-ാം മാസത്തിൽ എഴുന്നേറ്റ് നിന്ന കുട്ടി, 5-ാം മാസത്തിൽ പിച്ച വെച്ച് നടന്ന കുട്ടി, 9-ാം മാസത്തിൽ സംസാരിക്കാൻ തുടങ്ങിയ കുട്ടി. എല്ലാം അസാധാരണം. വിശന്നാലും ദാഹിച്ചാലും ഒരു പരാതിയുമില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടും. വാശിയില്ല, വഴക്കില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ കുട്ടി അസാധാരണക്കാരനാണെന്ന് കാണിക്കുന്നു. വീട്ടിലെ അംഗങ്ങൾ ഒന്നിച്ചിരുന്ന് കുട്ടിയുടെ കാര്യം ചർച്ച ചെയ്തു. കുട്ടിക്ക് വല്ല ആപത്തും വന്നാൽ സഹിക്കാനാവില്ല. കുട്ടിയെ തിരിച്ചേൽപ്പിക്കുന്നതാണ് നല്ലത്. കുട്ടിയെ കാണാമെന്ന് തോന്നുമ്പോൾ മക്കയിൽ പോയി കണ്ടിട്ട് വരാം. ആ കുടുംബം ഒരു തീരുമാനത്തിലെത്തി. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ കുട്ടിയെയും കൊണ്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തെത്തി.
ഉമ്മ മകനെ കണ്ടു, കെട്ടിപ്പിടിച്ചു. മകനെ കണ്ട സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞുപോയി. ഹലീമ റളിയല്ലാഹു അൻഹയ്ക്ക് മോന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് മതി വരുന്നില്ല. ഞാൻ പോട്ടെ മോനെ, ഈ ഉമ്മയെ മറക്കരുത് മോനെ. ഹലീമ റളിയല്ലാഹു അൻഹയ്ക്ക് യാത്ര പറയുമ്പോൾ കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. വളർത്തിയ ഉമ്മയെ പിരിയാൻ മോനും കഴിഞ്ഞില്ല. ഹലീമ റളിയല്ലാഹു അൻഹ യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ഉമ്മയും മകനും ഒരു മുറിയിൽ. അവർക്കൊരു സ്വകാര്യ ലോകം. ഉമ്മ മോനോട് ഏറെ നേരം സംസാരിച്ചു, മോൻ ഉമ്മയോടും. ശുദ്ധമായ അറബി ഭാഷയിൽ തന്റെ മകൻ എത്ര വ്യക്തമായി സംസാരിക്കുന്നു. അംഗചലനങ്ങൾക്കെല്ലാം എന്തൊരു ഭംഗി. സംസാരിക്കുമ്പോൾ മുഖഭാവം മാറി മാറി വരുന്നു. അത് കാണുമ്പോൾ തന്നെ മാതൃഹൃദയം വല്ലാതെ ത്രസിച്ചു. അബ്ദുൽ മുത്തലിബ് മോനെ കണ്ട് കെട്ടിപ്പിടിച്ചു സ്വീകരിച്ചു. ഒന്നിച്ചിരുന്ന് ആഹാരവും കഴിച്ചു. കഅബാലയത്തിനടുത്തേക്ക് കൊണ്ടുപോയി. മോനിപ്പോൾ 6 വയസ്സായി. ഒരു ദിവസം ആമിന റളിയല്ലാഹു അൻഹ അബ്ദുൽ മുത്തലിബിനോട് ഒരു കാര്യം പറഞ്ഞു. എനിക്കും മോനും കൂടി യസ്രീബിൽ പോകണം. ആമിന റളിയല്ലാഹു അൻഹയുടെ വാക്കുകൾ ആ വൃദ്ധനെ അത്ഭുതപ്പെടുത്തി. ദുഃഖചിന്തകൾ കൊണ്ട് മനസ്സിൽ ചലനം സൃഷ്ടിക്കുന്നു. യസ്രീബിൽ പോകുന്നത് എന്തിനാണെന്നറിയാം. ആ ഖബർ സന്ദർശിക്കാനാണ്. പ്രിയപ്പെട്ടവനെ സന്ദർശിക്കണം. ആവശ്യം അതാണ്. ഒരുപാട് ദുഃഖചിന്തകൾ ഉണർത്തും. ആമിന ഒരുപാട് വേദനിക്കും. ആ വേദന കാണാൻ തന്നെ കൊണ്ടാവില്ല. മോൻ ഇതുവരെ യസ്രീബിൽ പോയിട്ടില്ല. മോനെയും കൊണ്ട് യസ്രീബിൽ പോകാൻ ആമിന റളിയല്ലാഹു അൻഹ ആഗ്രഹിക്കുന്നു. പോയി വരട്ടെ, അതാണ് നല്ലത്. കാഫില പോകുമ്പോൾ കൂടെ വിടാം. നല്ലൊരു ഒട്ടകത്തെയും ഒട്ടകക്കാരനെയും ഏർപ്പാട് ചെയ്യാം. വീട്ടിൽ തന്നെ ഒട്ടകങ്ങൾ ധാരാളം, ഒട്ടകക്കാരും. ആമിന, നീ വിഷമിക്കേണ്ട, യാത്രക്കുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം, അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. ആമിന റളിയല്ലാഹു അൻഹയ്ക്ക് ഏറെ സമാധാനമായി. മോനെ, നമുക്ക് യസ്രീബിൽ പോകണം, ഉമ്മ മകനോട് പറഞ്ഞു. എന്തിനാണുമ്മ? ഉമ്മ ബാപ്പയുടെ കഥയും യസ്രീബിലെ ബന്ധുക്കളുടെ കഥയും പറഞ്ഞു കൊടുത്തു. യസ്രീബിലെ ബന്ധുക്കൾക്ക് മോനെ കാണാൻ എന്തൊരു ആഗ്രഹമാണെന്നോ. അവർ കാത്തിരിക്കുകയാവും. മോൻ ഒരുപാട് സന്തോഷമായി. കാണാത്ത നാട്, കാണാത്ത ബന്ധുക്കൾ. മോനിപ്പോൾ വീട്ടിൽ കളിക്കാൻ ഒരു കൂട്ടുകാരിയുമുണ്ട്, ഒരു അടിമ പെൺകുട്ടി. പേര് ഉമ്മു ഐമൻ. നമുക്ക് ഉമ്മു ഐമനെയും കൂടെ കൊണ്ടുപോകാം. മോന് സന്തോഷമായില്ലേ? എനിക്ക് സന്തോഷമായി. മോന്റെ സന്തോഷത്തിൽ ഉമ്മയും ഐമയും പങ്കുചേർന്നു. ഉമ്മു ഐമൻ എന്ന പെൺകുട്ടിക്ക് മോനെന്ന് വെച്ചാൽ ജീവനാണ്. എന്തൊരു സ്നേഹം. എപ്പോഴും കൂടെ നടക്കും, ഭക്ഷണം കൊടുക്കും, വസ്ത്രം കഴുകി കൊടുക്കും, കുളിപ്പിക്കും, കിടത്തിയുറക്കും. എന്തൊരു കൂട്ടുകെട്ടും സ്നേഹവും. അബ്ദുൽ മുത്തലിബും മോനും തമ്മിൽ വല്ലാതെ അടുത്തുപോയി. പിരിഞ്ഞിരിക്കാൻ വയ്യ. എപ്പോഴും കുട്ടി സമീപത്ത് വേണം. അദ്ദേഹം എന്തെങ്കിലും കാര്യത്തിന് പുറത്തു പോയാൽ ആവശ്യം കഴിഞ്ഞ് വേഗം എത്തും മോനെ കാണാൻ. യസ്രീബിൽ പോയാൽ കുറെ നാളത്തേക്ക് കാണാൻ കഴിയില്ല. ഓർത്തപ്പോൾ മനസ്സിൽ നിറയെ ദുഃഖം. എന്നാലും പോയി വരട്ടെ, ദുഃഖം സഹിക്കാം. യാത്രയുടെ ദിവസം നിശ്ചയിച്ചു. ഒരുക്കം തുടങ്ങി. അങ്ങനെ കാത്തിരുന്ന ദിനം പുലർന്നു. ഒട്ടകവും ഒട്ടകക്കാരനും തയ്യാറായി. അബ്ദുൽ മുത്തലിബ് മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. വേദനയോടെ യാത്ര പറഞ്ഞു. ഉപ്പാപ്പയെ പിരിയാൻ മോനും വല്ലാത്ത വിഷമം തന്നെ. ഞങ്ങൾ പോയി വരട്ടെ, ആമിന റളിയല്ലാഹു അൻഹ യാത്ര പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും നോക്കി നിൽക്കെ ഒട്ടകം മുന്നോട്ട് നീങ്ങി. എല്ലാ കൽബുകളും തേങ്ങുകയായിരുന്നു. എല്ലാവരുടെയും ചിന്തകൾ 6 വർഷങ്ങൾക്കപ്പുറത്തേക്ക് പറന്നുപോയി. കച്ചവടത്തിന് പോയ അബ്ദുള്ള യസ്രീബിൽ വെച്ചുണ്ടായ അദ്ദേഹത്തിന്റെ മരണം. ആ ഖബറിടം സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. ബന്ധുക്കളിൽ പലരും ഖബർ സന്ദർശിച്ചിരുന്നു. ഇപ്പോഴിതാ സ്വന്തം മകനും പുറപ്പെട്ടിരിക്കുന്നു. മറക്കാനാവാത്ത യാത്ര, മരുഭൂമിയിലൂടെയുള്ള ദീർഘമായ യാത്ര. അന്നത്തെ അനുഭവങ്ങൾ ഒരിക്കലും മറക്കാനാവില്ല. മാതാവിനോടൊപ്പമുള്ള യാത്ര. ദിനരാത്രങ്ങൾ അങ്ങനെ പലതും കടന്നുപോയി. യാത്രക്കാർ യസ്രീബിലെത്തി. ബനു നജാർ കുടുംബം താമസിക്കുന്ന സ്ഥലത്ത് ഒട്ടകം മുട്ടുകുത്തി. കുടുംബാംഗങ്ങൾ ആഗതരെ കണ്ട് അന്തം വിട്ടു നിന്നുപോയി. അവർക്ക് സന്തോഷമടക്കാനായില്ല. 6 വയസ്സുകാരനെയും ഉമ്മയെയും അവർ സ്വീകരിച്ചു. ഉമ്മയിമൻ എന്ന പെൺകുട്ടിയെ അവർ പരിചയപ്പെട്ടു. ഉമ്മയും മകനും ആ ഖബറിനരികിൽ ചെന്ന് നിന്നു. മകനുമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്നു. വെളുത്ത മുഖം വാടിയിരിക്കുന്നു. മനസ്സിൽ ഓർമ്മകളുടെ തള്ളൽ. യാത്ര പറഞ്ഞു പോയതാണ്. അന്ന് പറഞ്ഞ വാക്കുകൾ ഇന്നും കാതിൽ മുഴങ്ങുന്നു. കച്ചവടം കഴിഞ്ഞ് ഞാനിങ്ങ് വേഗമെത്തും, എന്റെ അരികിൽ ഓടിയെത്തുമെന്ന് പറഞ്ഞു പോയ ആൾ ഇതാ ഇവിടെ വരെ എത്തിയേയുള്ളൂ. വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രം ഒന്നിച്ച് താമസിച്ച ശേഷം തന്നെ വിട്ടുപോയ പുതുമാരൻ ഇതാ കിടക്കുന്നു ഈ ഖബറിൽ. നിയന്ത്രണം വിട്ടുപോയി. കണ്ണീർ ചാലുകൾ ഒഴുകി. വെളുത്ത കവിളിലൂടെ ഒഴുകി വന്ന കണ്ണുനീർത്തുള്ളികൾ ഖബറിന് മുകളിലേക്ക് വീണു ചിതറി. ഉമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ മോനും കഴിയുന്നില്ല. മകനും കരഞ്ഞുപോയി. ദുഃഖമെന്താണെന്ന് കുട്ടി അറിയുന്നു. വിരഹവേദന അറിയുന്നു. കണ്ണീരും നെടുവീർപ്പും എന്താണെന്നറിയുന്നു. ഉമ്മോയ്മൻ ആ ദുഃഖത്തിന് സാക്ഷിയായി. കണ്ണീർ കണങ്ങൾക്കും നെടുവീർപ്പുകൾക്കും സാക്ഷി. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ പ്രദേശം 6 വയസ്സുകാരൻ ഓടി നടന്ന് കാണുന്നു. ബന്ധുക്കൾക്ക് കുട്ടിയെ കണ്ടിട്ടും മതി വരുന്നില്ല. കുട്ടിയുടെ ഓരോ അവയവവും അവർ കൗതുകത്തോടെ നോക്കി കാണുന്നു. നെറ്റിത്തടം, പുരികങ്ങൾ, കവിൾത്തടം, ചുണ്ടുകൾ, ദന്തനിരകൾ, കഴുത്ത്, കൈക്കാലുകൾ എല്ലാം എത്ര അഴകായി സൃഷ്ടിച്ചിരിക്കുന്നു. കുട്ടിയുടെ അംഗചലനങ്ങൾ, സംസാര രീതി, മുഖഭാവം സാധാരണ കുട്ടികളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തത. ബന്ധുക്കളെയെല്ലാം പരിചയപ്പെട്ടു. സ്ഥലങ്ങളും പരിചയപ്പെട്ടു. കുട്ടികൾക്കൊപ്പം നീന്തൽ പഠിക്കാൻ പോയി. അങ്ങനെ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ. ബന്ധുക്കളുടെ വീട്ടിൽ ഒരു ദിവസം താമസിച്ചു. ഇനി മടക്കയാത്ര. ബന്ധുക്കളോട് യാത്ര പറച്ചിൽ, വേർപാടിന്റെ വേദന,
കണ്ടുമുട്ടലുകൾ, ഒന്നിച്ചുള്ള ജീവിതം, അതിന്റെ സുഖദുഃഖങ്ങൾ, പിന്നെ വേർപിരിയൽ. 6 വയസ്സുകാരൻ അതെല്ലാം അനുഭവിച്ചറിഞ്ഞു. അവർ ഒട്ടകക്കട്ടിലിൽ കയറി. ബന്ധുക്കൾ ചുറ്റും കൂടി. അടുത്ത കൊല്ലം വരണം. ബന്ധുക്കൾ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. പോയി വരട്ടെ. ഒട്ടകം അങ്ങനെ നീങ്ങി. മടക്കയാത്ര തുടങ്ങിയപ്പോൾ മകന്റെ മനസ്സിൽ ഒരു മാസത്തെ ജീവിതാനുഭവങ്ങൾ തെളിഞ്ഞു നിന്നു. കരിമലകൾ അകന്നുപോയി. അപ്പോൾ മകൻ ഉപ്പൂപ്പയെ ഓർക്കുന്നു. എനിക്ക് ഉപ്പൂപ്പയെ കാണണം. കണ്ടിട്ട് എത്ര നാളായി. അങ്ങത്തെട്ട മോനെ. മോൻ വേദന അടക്കി ഒട്ടകപ്പുറത്തിരുന്നു. കുറെ ദൂരം യാത്ര ചെയ്തു. അങ്ങനെ അവർ അബവാ എന്ന ദേശത്തെത്തി. മോൻ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഉമ്മയുടെ മുഖം വാടിയിരിക്കുന്നു. മുഖത്ത് നല്ല ക്ഷീണം. ഒട്ടകപ്പുറത്ത് ഇരിപ്പുറക്കുന്നില്ല. ഉമ്മയ്ക്ക് ഇതെന്തു പറ്റി? ഉമ്മ, മകൻ വേദനയോടെ വിളിച്ചു. ഉമ്മാക്ക് വെയ്യ മോനെ. നേർത്ത ശബ്ദം. ഒട്ടകം മുട്ടുകുത്തി. യാത്ര നിർത്തി അവർ താഴെ ഇറങ്ങി. ഉമ്മ താഴെ കിടന്നു. വെള്ളം കുടിച്ചു. ക്ഷീണം കുറയുന്നില്ല. 6 വയസ്സുകാരന്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. ഉമ്മ എഴുന്നേൽക്കാത്തതിന്റെ? ഉമ്മ എഴുന്നേറ്റിട്ട് വേണം യാത്ര തുടരാൻ. യാത്ര ചെയ്താലല്ലേ മക്കത്തെത്തൂ. മക്കത്തെത്തിയാലല്ലേ ഉപ്പൂപ്പയെ കാണാൻ പറ്റൂ. മകൻ വെപ്രാളത്തോടെ ഉമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുകയാണ്. ഉമ്മ കണ്ണു തുറന്നു. മകനെ നോക്കി. പിന്നെ ഉമ്മുഐമൻ എന്ന പെൺകുട്ടിയെ നോക്കി. ഇരുവരും സമീപത്ത് തന്നെയുണ്ട്. ഉമ്മയുടെ തളർന്ന കൈകൾ ചലിച്ചു. പൊന്നുമോന്റെ കൈ പിടിച്ചു. അത് ഉമ്മുഐമന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് മെല്ലെ പറഞ്ഞു, ഈ കിടപ്പിൽ ഞാനെങ്ങാനും മരിച്ചു പോയാൽ എന്റെ പൊന്നുമോനെ അവന്റെ ഉപ്പൂപ്പയുടെ കയ്യിൽ കൊണ്ടു ചെന്ന് ഏൽപ്പിക്കണം. അവർ ഞെട്ടിപ്പോയി. എന്താണ് ഉമ്മ പറഞ്ഞത്? മോനുമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഉമ്മുഐമനും കരച്ചിലടക്കാനായില്ല. ദുഃഖം തളം കെട്ടി നിന്നു. അവിടെ മരണത്തിന്റെ കാലൊച്ച. 20 വയസ്സുള്ള ആമിന റളിയല്ലാഹു അൻഹു മോനെ കണ്ട് കൊതി തീർന്നില്ല. കണ്ണുകൾ തളരുന്നു. നെറ്റിത്തടം വിയർക്കുന്നു. ശ്വാസം നിലച്ചു. കണ്ണുകൾ അടഞ്ഞു. ശരീരം നിശ്ചലമായി. കുട്ടി മരണം കൺമുന്നിൽ കണ്ടു. പിതാവിനെ കണ്ടിട്ടില്ല. ഖബറിടം കണ്ടു. അതിന്റെ ദുഃഖവും സഹിച്ചു. ഏറെ കഴിയും മുമ്പ് മാതാവും ഇതാ ചലനമറ്റ് കിടക്കുന്നു. ഇനിയുള്ള യാത്രയിൽ അവർ കൂട്ടിനില്ല. ആമിന റളിയല്ലാഹു അൻഹയുടെ ജനാസ അവിടെ ഖബറടക്കപ്പെട്ടു. 6 വയസ്സുകാരൻ ദുഃഖം കടിച്ചമർത്തി. വീണ്ടും യാത്ര. മാതാവും പിതാവും നഷ്ടപ്പെട്ട കുട്ടി. മാതാവിന്റെ മരണരംഗം കൺമുന്നിൽ നിന്നും മായുന്നില്ല. ഒട്ടകം വന്നു. ഒട്ടകക്കട്ടിലിൽ നിന്നും പൊന്നുമോനും ഉമ്മുഐമനും ഇറങ്ങി വന്നു. 6 വയസ്സുകാരന്റെ കരയുന്ന കണ്ണുകൾ. ഉപ്പൂപ്പ. കുട്ടി നിയന്ത്രണം വിട്ട് കരഞ്ഞു. പൊന്നുമോനെ. മോനും ഉപ്പാപ്പയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. എന്റെ റബ്ബേ, എന്റെ മോന്റെ ഗതി. അബ്ദുൽ മുത്തലിബിന് കുട്ടിയോടുള്ള സ്നേഹവും വാത്സല്യവും വർദ്ധിച്ചു. ഇനി കുട്ടിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അവർ ഒരേ പാത്രത്തിൽ നിന്നും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കും. ഒന്നിച്ച് നടക്കാനിറങ്ങും. ഒരേ വിരിപ്പിൽ കിടന്നുറങ്ങും. കുട്ടിയെ വിട്ടുപിരിയാനാവുന്നില്ല. അങ്ങനെ 2 വർഷങ്ങൾ കടന്നുപോയി. കുട്ടിക്ക് 8 വയസ്സായി. ബഹുമാന്യനായ അബ്ദുൽ മുത്തലിബും ഈ ലോകത്തോട് വിട പറഞ്ഞു. ആളുകൾ ഓടിക്കൂടി. അവർ കണ്ട കാഴ്ച എന്താണ്? മയ്യത്ത് കിടത്തിയ കട്ടിലിന്റെ കാലിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന 8 വയസ്സുള്ള കുട്ടി. ദുഃഖത്തിന്മേൽ ദുഃഖം. മക്കയുടെ നേതാവിന് ഖബർ തയ്യാറായി. മയ്യത്ത് കട്ടിൽ നീങ്ങിയപ്പോൾ കുട്ടി പിന്നാലെ നടക്കുന്നു. ഖബറടക്കം കഴിഞ്ഞു. ഒഴിഞ്ഞ മയ്യത്ത് കട്ടിലുമായി ജനങ്ങൾ മലയിറങ്ങി വരുമ്പോൾ പലരും കുട്ടിയെ ശ്രദ്ധിച്ചു. ഉപ്പൂപ്പയുടെ ഖബറിന് നേരെ പലതവണ തിരിഞ്ഞു നോക്കിക്കൊണ്ട് 8 വയസ്സുകാരൻ നടന്നു വരുന്നു. അങ്ങനെ അവർ വീട്ടിലെത്തി. ഉപ്പൂപ്പയെ കെട്ടിപ്പിടിച്ച് താനും ഈ കട്ടിലിലാണ് കിടന്നത്. ഇതാ കട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നു. എന്റെ ഉപ്പൂപ്പ പോയി. അങ്ങനെ 4 വർഷങ്ങൾ പിന്നിട്ടു. അന്ന് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെയും ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെയും പൊന്നോമന പുത്രന് 12 വയസ്സായി. ഷാമിലേക്കുള്ള കാഫില പുറപ്പെടാൻ സമയമായി. കൊല്ലത്തിലൊരിക്കൽ അബൂ ത്വാലിബും കാഫിലയോടൊപ്പം പോകും. ഞാനും വരാം. കുട്ടിയുടെ ആവശ്യം. പൊന്നുമോനെ, മോനെ കൊണ്ട് അത്രയും ദൂരം സഞ്ചരിക്കാനാവില്ല. വളരെ പ്രയാസമാണ്. മോൻ ഇവിടെ ഇരുന്നാൽ മതി. അബൂ ത്വാലിബ് കുട്ടിയെ പിന്തിരിപ്പിക്കാൻ നോക്കി. അതൊന്നും സാരമില്ല, ഞാൻ വരാം. കുട്ടി നിർബന്ധം പിടിച്ചു. അബൂ ത്വാലിബ് വല്ലാതെ വിഷമിച്ചു. കുട്ടിയെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. മരുഭൂമിയിലെ ദീർഘയാത്രയാണ്. കൊണ്ടുപോകാതിരുന്നാൽ കുട്ടിയുടെ മനസ്സ് വേദനിക്കും. എന്ത് വേണം, കുട്ടിയെ വേദനിപ്പിച്ചുകൂടാ. മോനെയും കൂടി കൊണ്ടുപോകാം. കുട്ടിക്ക് സന്തോഷമായി. അങ്ങനെ കാഫില പുറപ്പെട്ടു. അബൂ ത്വാലിബ് തന്റെ അരികിൽ തന്നെ കുട്ടിയെ ഇരുത്തി. ഈ യാത്രയും കുട്ടിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു. ഓരോ സ്ഥലത്തെത്തുമ്പോഴും അബൂ ത്വാലിബ് ആ സ്ഥലത്തെക്കുറിച്ച് കുട്ടിക്ക് വിവരിച്ചു കൊടുക്കും. കേട്ടതെല്ലാം ഓർമ്മയിൽ വെക്കും. സന്തോഷകരമായ യാത്ര. യാത്രക്കാർ ബുസ്ര എന്ന സ്ഥലത്തെത്തി. അവർ അവിടെ അല്പനേരം വിശ്രമിച്ചു. ഒരു ക്രിസ്തീയ പുരോഹിതൻ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബുഹൈറ. പൂർവ്വവേദങ്ങൾ പഠിച്ചിട്ടുള്ള പണ്ഡിതനാണ് ബുഹൈറ. അതിലെ സൂചനകൾ വെച്ച് നോക്കിയാൽ ഒരു പ്രവാചകൻ വരാൻ സമയമായിരിക്കുന്നു. ആ പ്രവാചകന്റെ ലക്ഷണങ്ങൾ വേദങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. ആ ലക്ഷണങ്ങൾ ഈ കുട്ടിയിൽ കാണുന്നുണ്ട്. ബുഹൈറ അബൂ ത്വാലിബിന്റെ മുന്നിലെത്തി. എന്നിട്ടൊരു ചോദ്യം, ഏതാണ് ഈ കുട്ടി? എന്റെ മകൻ, അബൂ ത്വാലിബ് പറഞ്ഞു. നിങ്ങളുടെ സ്വന്തം മകനോ? ബുഹൈറ ചോദിച്ചു. അബൂ ത്വാലിബ് എന്തോ ആലോചിക്കുന്നു. നിങ്ങളുടെ മകനാകാൻ വഴിയില്ല. പറയൂ, ഈ കുട്ടിയുടെ പിതാവാരാണ്? ബുഹൈറ തറപ്പിച്ചു ചോദിച്ചു. എന്റെ സഹോദരപുത്രനാണ്, അബൂ ത്വാലിബ് പറഞ്ഞു. നിങ്ങളുടെ സഹോദരൻ എവിടെ? മരിച്ചുപോയി. എപ്പോൾ? ഈ കുട്ടിയെ പ്രസവിക്കുന്നതിന് മുമ്പ്. എങ്കിൽ ഈ കുട്ടി അത് തന്നെ. എന്താ എന്താ പറഞ്ഞത്? ഒരു പ്രവാചകൻ വരാൻ സമയമായിരിക്കുന്നു. ഈ കുട്ടിയിൽ പ്രവാചക ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണം. ശത്രുക്കൾ ഈ കുട്ടിയെ കാണാൻ ഇടവന്നാൽ ഉപദ്രവിക്കും. ഉടനെ തിരിച്ചു പോകണം. ശത്രുക്കൾ കാണാൻ ഇടയാവരുത്. അബൂ ത്വാലിബ് ഭയന്നുപോയി. പിന്നീടെല്ലാം ധൃതി പിടിച്ചായിരുന്നു. ഷാമിലെത്തി.
കച്ചവട കേന്ദ്രങ്ങൾ ഉണർന്നു. വ്യാപാര കാര്യങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ട് അവർ വേഗം മടങ്ങി. കുട്ടിയുടെ കാര്യത്തിൽ കൂടുതൽ ഉത്കണ്ഠയായി. ശത്രുക്കൾ കാണാതെ നോക്കണം. അവർ കുട്ടിയെ തിരിച്ചറിയും. പൊന്നുമോനെയും കൊണ്ട് മക്കയിൽ തിരിച്ചെത്തിയിട്ടേ ആശ്വാസമാവുകയുള്ളൂ. ഇനി ദൂരയാത്രക്കൊന്നും അയക്കരുത് എന്ന തീരുമാനമെടുക്കുകയും ചെയ്തു. കുട്ടി ഇടയ്ക്കൊക്കെ വീട്ടിലെ കുട്ടികളോടൊപ്പം ആടിനെ മേക്കാൻ പോകുമായിരുന്നു. ഉന്നത കുടുംബത്തിലെ കുട്ടികളും മേച്ചിൽ സ്ഥലത്തുണ്ടാകും. മക്കാർക്കൊക്കെ അബ്ദുള്ളയുടെ പുത്രനോട് വലിയ സ്നേഹമാണ്. ഒരു ബഹളത്തിനും പോകില്ല. ആളുകളെ സഹായിക്കും. സത്യം മാത്രമേ പറയുകയുള്ളൂ. മക്കാർ ആ കുട്ടിയെ അൽ അമീൻ എന്ന് വിളിച്ചു. അൽ അമീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമെന്നറിയില്ലേ? വിശ്വസ്തൻ. വാക്കുകൾ പറഞ്ഞാൽ അത് വിശ്വസിക്കാം, കള്ളം പറയില്ല. മക്കയിൽ ധാരാളം ഗോത്രങ്ങളുണ്ട്. അവർ ഇടയ്ക്കിടെ ബഹളം വെക്കും. നിസാര കാരണം മതി, അടിപിടി കൂടും. എല്ലാവർക്കും പ്രതികാര ചിന്തയാണ്. അതില്ലാത്തവർ കുറവാണ്. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും പറയും, ഇങ്ങോട്ടിടിച്ചാൽ അങ്ങോട്ടും ഇടിക്കും. ഗോത്രങ്ങൾക്കിടയിൽ പ്രതികാര ചിന്ത വളരെ ശക്തമായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 14 വയസ്സുള്ളപ്പോൾ വലിയൊരു യുദ്ധം നടന്നു. 4 വർഷം നീണ്ടുനിന്ന യുദ്ധം, ഫിജാർ യുദ്ധം. ഖുറൈശ്, ഖൈസ് എന്നീ ഗോത്രങ്ങൾ തമ്മിൽ നടന്ന യുദ്ധം. നീതി ഖുറൈശികളുടെ ഭാഗത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരന്മാരായിരുന്നു യുദ്ധത്തിന് നേതൃത്വം വഹിച്ചിരുന്നത്. അമ്പുകൾ പെറുക്കി കൊടുക്കുക എന്ന ജോലി അന്ന് അൽ അമീനും ചെയ്തിരുന്നു. ഖുറൈശികളുടെ പതാക വഹിച്ചിരുന്നത് സുബൈർ എന്ന പിതൃവ്യനായിരുന്നു. യുദ്ധം മൂലം നാട് നശിച്ചു. മക്കയുടെ പ്രതാപത്തിന് മങ്ങലേറ്റു. സർവത്ര ദാരിദ്ര്യം പടർന്നു. കൊല്ലപ്പെട്ടവർ നിരവധിയാണ്. അവരുടെ മക്കളെ നോക്കാൻ ആളില്ല. അവർ നാഥനില്ലാതെ അലഞ്ഞു നടന്നു. അവരെ പലരും ആക്രമിച്ചു. ഈ അവസ്ഥ അൽ അമീൻ എന്ന കുട്ടിയെ വളരെയധികം വേദനിപ്പിച്ചു. തന്റെ സമപ്രായക്കാരുടെ കഷ്ടപ്പാടുകൾ ആ കുട്ടി ആശങ്കയോടെ നോക്കി നിന്നു. കൊല്ലപ്പെട്ടവരുടെ വിധവകളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ഒരു യുദ്ധത്തിന്റെ കെടുതികൾ നേരിൽ കണ്ടു. മറക്കാനാവാത്ത ദുരിതങ്ങൾ. വിദേശികൾക്ക് ഖുറൈശികളോടുണ്ടായിരുന്ന ഭയവും ആദരവും പോയി. ഖുറൈശികൾ വളരെയേറെ വേദന സഹിച്ചു. ഉഖാള ചന്തയിൽ വെച്ചാണ് കലഹം പൊട്ടിപ്പുറപ്പെട്ടത്. കാഴ്ബയും അതിന്റെ പരിസര പ്രദേശങ്ങളും അടങ്ങുന്ന ഹറം പുണ്യഭൂമിയായി പണ്ടേ കരുതി പോരുന്നതാണ്. അവിടെ വെച്ച് യുദ്ധവും കലഹവും പാടില്ല. റജബ്, ദുൽഖഅദ്, ദുൽഹിജ, മുഹറം എന്നീ മാസങ്ങൾ വളരെ വിശുദ്ധമാണ്. യുദ്ധം നിരോധിക്കപ്പെട്ട മാസമാണെന്ന് പൗരാണികമായി തന്നെ വിശ്വസിച്ചു വന്നിരുന്നു. ഫിജാർ യുദ്ധം എല്ലാ പാരമ്പര്യങ്ങളും തകർത്ത് കളഞ്ഞു. മാസങ്ങളുടെ മാന്യത പോലും കളങ്കപ്പെടുത്തി. ഇത് അധാർമിക യുദ്ധമാണ്. ഫിജാർ യുദ്ധം എന്ന പേരിന്റെ അർത്ഥം തന്നെ അതാണ്. മക്കയിൽ നാശം വിതച്ച ഫിജാർ യുദ്ധം. മക്ക പട്ടണത്തിന് നേരെ ആക്രമണം നടത്താൻ മുമ്പെങ്ങും ഒരു ഗോത്രക്കാരും തുനിഞ്ഞിട്ടില്ല. അറബ് ഗോത്രങ്ങൾ ഇപ്പോൾ അതിന് ധൈര്യപ്പെട്ടിരിക്കുന്നു. മക്കയിൽ വെച്ച് യാത്രക്കാർ ആക്രമിക്കപ്പെടാറില്ല. വിദേശികളെ ഉപദ്രവിക്കാറില്ല. ഇപ്പോൾ ധിക്കാരികൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സബീദ് ഗോത്രക്കാരനായ ഒരു കച്ചവടക്കാരൻ മക്കയിൽ വന്നു. ആരോ അയാളെ ആക്രമിച്ചു. കൈവശമുള്ള വസ്തുക്കളൊക്കെ തട്ടിപ്പറിച്ചു. അയാൾ ഖുറൈശികളുടെ സമീപത്ത് വന്ന് സങ്കടം പറഞ്ഞു. ഈ സംഭവം ഖുറൈശികളെ ഇരുത്തി ചിന്തിപ്പിച്ചു. അനാഥകളും വിധവകളും സംരക്ഷിക്കപ്പെടണം. യാത്രക്കാർ ആക്രമിക്കപ്പെടരുത്. മക്ക പട്ടണത്തെ ആക്രമിക്കരുത്. ഇത് സാധ്യമാക്കാൻ എന്തു ചെയ്യണം? ഖുറൈശി പ്രമുഖർ അബ്ദുല്ലാഹിബിനു ജുദ്ആന്റെ വീട്ടിൽ സമ്മേളിച്ചു. ദീർഘമായി ചർച്ച നടത്തി. ചില തീരുമാനങ്ങൾ എടുത്തു. ബനു ഹാഷിം, ബനു മുത്തലിബ്, ബനു അബ്ദുമനാഫ്, ബനു സഅദ്, തൈമുബിനു മുറ എന്നീ കുടുംബങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു. അൽ അമീൻ എന്ന ചെറുപ്പക്കാരനും ആ ചർച്ചയിൽ പങ്കെടുത്തു. അവർ അവിടെ വെച്ച് തീരുമാനങ്ങൾ എടുത്തു. മക്കയിൽ വെച്ച് സ്വന്തം കുടുംബക്കാരോ അല്ലാത്തവരോ ആക്രമിക്കപ്പെടരുത്. വഴിയാത്രക്കാർക്ക് സംരക്ഷണം നൽകുന്നതാണ്. മർദ്ദിതനു സംരക്ഷണം നൽകും. മർദ്ദിക്കപ്പെടുന്നവരെ സഹായിക്കും. അവരുടെ അവകാശങ്ങൾ തിരിച്ചു കിട്ടും വരെ സമരം ചെയ്യും. ഈ ഉടമ്പടിക്ക് ഹിൽഫുൽ ഫുലൂൽ എന്ന് പറയുന്നു. പിതൃവ്യനായ സുബൈറിനോടൊപ്പം ബാലനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉടമ്പടി തയ്യാറാക്കുന്നതിൽ പങ്കുവഹിച്ചു. പിൽക്കാലത്ത് ഹിൽഫുൽ ഫുലൂലിനെ പുകഴ്ത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഹിൽഫുൽ ഫുലൂലിനെ ഞാൻ മേത്തരം ചുവന്ന ഒട്ടകങ്ങളെക്കാൾ വിലമതിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് ക്ഷണം കിട്ടിയാൽ ഇനിയും ഞാൻ സ്വീകരിക്കും. ഈ ഉടമ്പടി സംരക്ഷിക്കാൻ ഖുറൈശി കബീലയിലെ എല്ലാ കുടുംബങ്ങളും യോജിച്ചു നിന്നു. അതുകാരണം അഗതികൾക്കും അനാഥകൾക്കും സംരക്ഷണം ലഭിച്ചു. മക്കയിൽ വെച്ച് പിന്നീട് ആക്രമണങ്ങൾ നടന്നില്ല. സമാധാനത്തിന്റെ കാലഘട്ടം വന്നു. അബൂ താലിബാണ് അന്ന് മക്കയുടെ പ്രധാന നായകൻ. ഫിജാർ യുദ്ധം അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചു. മക്കയുടെ നാശം തന്റെ അധികാരത്തെ തകിടം മറിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. സമാധാന കരാറിലൂടെ കാര്യങ്ങൾ പുരോഗമിച്ചു വന്നതോടെ അദ്ദേഹത്തിന് ആശ്വാസമായി. ഒരു ഖുറൈശി പ്രമാണിയുടെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പേര് അസ്വ. ഒട്ടകപ്പുറത്ത് ചരക്കുമായി വന്ന ഒരു കച്ചവടക്കാരനെ അസ്വ കണ്ടു. ചരക്ക് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വാങ്ങാൻ മോഹം ഉദിച്ചു. നിങ്ങളുടെ പേരെന്താണ്? അസ്വ കച്ചവടക്കാരനോട് ചോദിച്ചു. എന്റെ പേര് സുബൈദി, കച്ചവടക്കാരൻ പറഞ്ഞു. കച്ചവട ചരക്ക് പരിശോധിച്ച ശേഷം അസ്വ പറഞ്ഞു, നിങ്ങളുടെ ചരക്ക് എനിക്ക് വേണം, നിങ്ങൾ വില പറയൂ. സുബൈദി തന്റെ ചരക്കിന് വില പറഞ്ഞു. അസ്വ സമ്മതിച്ചു. ചരക്ക് കൈമാറി. പക്ഷേ റൊക്കം തരാനില്ല, കടം തരണം. അസ്വ നേതാവാണ്, പ്രസിദ്ധനും ധനികനുമാണ്. പണം ഉടനെ കിട്ടുമെന്നായിരുന്നു സുബൈദിയുടെ പ്രതീക്ഷ. കടം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിഷമം തോന്നി. എങ്കിലും അദ്ദേഹം സമ്മതിച്ചു. അവധിയും പറഞ്ഞല്ലോ. പറഞ്ഞ അവധിക്ക് പണം കിട്ടുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആ വിശ്വാസത്തിൽ മടങ്ങിപ്പോയി. നിശ്ചിത ദിവസം സുബൈദി അസ്വയുടെ വീട്ടിലെത്തി. എന്റെ ചരക്കിന്റെ വില തന്നാലും? സുബൈദി വിനയപൂർവ്വം അപേക്ഷിച്ചു. പ്രിയപ്പെട്ട സുബൈദി, പണമൊന്നും വന്നില്ലല്ലോ.
കുറച്ചു ദിവസം കൂടി കഴിയട്ടെ. അസ്വ മറ്റൊരു അവധി പറഞ്ഞു. സുബൈദി എന്ത് ചെയ്യും? ശക്തനായ നേതാവല്ലേ അസ്വ. സുബൈദി മടങ്ങിപ്പോയി വളരെ ദുഃഖത്തോടെ. പലതവണ സുബൈദി വന്ന് അസ്വനെ കണ്ടു. പണം കിട്ടിയില്ല. നിരാശനായ കച്ചവടക്കാരൻ പല ഖുറൈശി നേതാക്കളെയും കണ്ടു. അവരോട് പരാതി പറഞ്ഞു. ആരും സുബൈദിയുടെ ദുഃഖം കണ്ടില്ല. പ്രമുഖനായ അസ്വനെതിരെ എന്തെങ്കിലും സംസാരിക്കാൻ പോലും അവർ തയ്യാറായില്ല. സുബൈദി നിരാശനായി. ഇനി ആരോട് പറയും? ചില തറവാട്ടുകാരെ ചെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ സങ്കടം പറഞ്ഞു. അസ്വന്റെ കയ്യിൽ നിന്നും ചരക്കുകളുടെ വില വാങ്ങിത്തരണം. അവരിൽ ചിലരുടെ മനസ്സലിഞ്ഞു. മക്കാരനില്ലാത്ത ഒരാളാണ് സുബൈദി. ആ കാരണം കൊണ്ട് ഇത്രയും ക്രൂരത കാണിക്കാമോ? ഇത് അക്രമമല്ലേ? സുബൈദിയുടെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ചില തറവാട്ടുകാർ യോഗം ചേർന്നു. ഹാഷിം, മുത്തലിബ്, അസദ്, സുഹറ എന്നീ തറവാട്ടുകാരാണ് ഒത്തുകൂടിയത്. അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ എന്ന പ്രമുഖന്റെ വീട്ടിൽ അവർ സമ്മേളിച്ചു. കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. സുബൈദിയുടെ അവകാശം പിടിച്ചു വാങ്ങിക്കൊടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. അൽ അമീനും അന്ന് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആക്രമിക്കപ്പെട്ടവനെ നാം സഹായിക്കും. അവൻ മക്കാരനോ വിദേശിയോ ആരുമാകട്ടെ. യോഗം അവിടുന്ന് പ്രഖ്യാപിച്ചു. നേതാക്കൾ ഒന്നിച്ചിറങ്ങി സുബൈദിയെയും കൂട്ടി നേരെ അസുയുടെ വീട്ടിലേക്ക് നടന്നു. അസു, താങ്കൾ ഒരു ഖുറൈശി പ്രമുഖനാണ്. ചരക്ക് വാങ്ങിയിട്ട് വില നൽകാതിരിക്കുക എന്നത് വളരെയധികം അക്രമമാണ്. മര്യാദക്ക് സുബൈദിയുടെ ചരക്കിന് വില നൽകൂ. ചരക്കിന് വില നൽകിയില്ലെങ്കിൽ ഞങ്ങൾ ബലം പ്രയോഗിക്കും. ഇത് നിസ്സാര കാര്യമല്ല. അസു പിന്നെ മടിച്ചു നിന്നില്ല. സുബൈദിക്ക് പണം നൽകി. അൽ അമീൻ അന്ന് വളരെയധികം സന്തോഷവാനായിരുന്നു. ആക്രമിക്കപ്പെട്ട സുബൈദിയുടെ അവകാശത്തിന് വേണ്ടി രംഗത്തിറങ്ങിയവരെ പ്രവാചകൻ പിൽക്കാലത്ത് പ്രശംസിക്കുകയുണ്ടായിരുന്നു. മറക്കാനാവാത്ത ഒരു സംഭവമായിരുന്നു അത്. ആക്രമിക്കപ്പെട്ടവന്റെ അവകാശം നേടിക്കൊടുക്കാനുള്ള ധീരമായ സംഭവം, ധീരമായ പ്രതിജ്ഞ. ഇസ്ലാമിക കാലത്തും അതിന് വളരെയധികം പ്രസക്തിയുണ്ട്. സ്വഹാബികൾ ഈ സംഭവം അഭിമാനപൂർവ്വം തങ്ങളുടെ കൂട്ടുകാരെ അറിയിച്ചു. അങ്ങനെ സംഭവം പ്രസിദ്ധിയായി തീർന്നു. ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു. അബൂ ത്വാലിബിന് വാർദ്ധക്യം ബാധിച്ചു. തൊഴിലെടുക്കാൻ പ്രയാസമായി. വരുമാനം കുറഞ്ഞു. ഒരു വലിയ കുടുംബത്തെ സംരക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി. ജോലി ചെയ്ത് കുടുംബത്തെ സഹായിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനമെടുത്തു. ആടിനെ മേക്കലും കച്ചവടവുമാണ് പ്രധാന ജോലികൾ. സ്വന്തം കുടുംബത്തിലെ ആടുകൾ മേക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പകാലം മുതൽക്ക് തന്നെ പോകുമായിരുന്നു. വളർന്നപ്പോൾ മക്കാരായ ചിലരുടെ ആടുകൾ മേക്കുവാൻ നബി തങ്ങൾ പോയി. മറ്റുള്ളവരുമായി ചേർന്ന് ചില കച്ചവടങ്ങൾ നടത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പമായിരുന്നു ചില കച്ചവടങ്ങൾ നടത്തിയത്. കച്ചവട യാത്രകളും അദ്ദേഹം നടത്തി. മറ്റു പലരുമായി കൂട്ടുകച്ചവടവും നടത്തിയിട്ടുണ്ട്. നബി തങ്ങൾ കൂട്ടുകൂടാൻ ഏറ്റവും പറ്റിയ ആളാണ്. കച്ചവടം നടത്തിയ ചിലർ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ വിശ്വസ്തനാണെന്ന് പരക്കെ നബി തങ്ങൾ അറിയപ്പെട്ടു. മക്കയിലെ ധനികനായ കച്ചവടക്കാരിയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഉന്നത തറവാട്ടിൽ ജനിച്ച വനിത. 2 തവണ വിവാഹിതരായിട്ടുണ്ട്. ഭർത്താക്കന്മാരിൽ നിന്നും ധാരാളം സ്വത്ത് കിട്ടി. പാരമ്പര്യമായും കുറെ സമ്പത്തുണ്ട്. കച്ചവടത്തിൽ നിന്നും നല്ല ലാഭവും കിട്ടി. ഏറെ സമ്പന്നയാണ് അവർ. ഷാമിലേക്ക് വമ്പിച്ചൊരു കാഫിലെ അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഖദീജ ബീവി. വിശ്വസ്തനായൊരു മാനേജറെ അന്വേഷിക്കുകയാണ് അവർ. ഒരു ദിവസം അബൂ താലിബ് സഹോദരപുത്രനോട് പറഞ്ഞു, മകനെ, ഖദീജ വ്യാപാരി യാത്ര നടത്താൻ ഒരാളെ അന്വേഷിക്കുന്നു. ഞാൻ നിന്റെ കാര്യം അവരോട് സംസാരിക്കട്ടെ? അത് കേട്ടപ്പോൾ സഹോദരപുത്രൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. തനിക്ക് 25 വയസ്സായി. നല്ല ജോലി വേണം. ഏതായാലും ഇക്കാര്യം സംസാരിക്കാം. മോനെ, കാലം നമുക്ക് അനുകൂലമല്ല. ഞാൻ വൃദ്ധനായി. നിനക്കൊരു ജോലി വേണ്ടേ? എനിക്കൊരു ജോലി വേണം. അങ്ങ് പോയി സംസാരിക്കൂ. അബൂ താലിബ് വീട്ടിൽ നിന്നിറങ്ങി. പഴയതുപോലെ സഞ്ചരിക്കാനൊന്നും പറ്റുന്നില്ല. ഖദീജയുടെ വീട്ടിലെത്തി. മക്കയുടെ നായകൻ തന്റെ വീട്ടിൽ വന്നിരിക്കുന്നു. ഖദീജക്ക് വലിയ സന്തോഷമായി. ഖദീജ, നിങ്ങൾ കച്ചവട യാത്ര നടത്താൻ വിശ്വസ്തനായ ഒരാളെ അന്വേഷിക്കുന്നുണ്ടെന്ന് കേട്ടു. ഞാൻ മുഹമ്മദിനെ ഏർപ്പെടുത്തി തരാം. നീ വാഗ്ദാനം ചെയ്ത പ്രതിഫലം ഞാൻ അറിഞ്ഞു. മുഹമ്മദിന് കുറച്ച് കൂടുതൽ നൽകണം. തീർച്ചയായും ഞാനത് ചെയ്യാം. ഖദീജ സമ്മതിച്ചു. അബൂ താലിബ് അവിടെ നിന്നിറങ്ങി നേരെ വീട്ടിൽ ചെന്ന് സഹോദരപുത്രനോട് കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ഖദീജയോട് സംസാരിച്ചു. നിന്നെ കച്ചവടത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാമെന്നും അവർ സമ്മതിച്ചു. നല്ല പ്രതിഫലവും കിട്ടും. അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹമാണിതെന്ന് നീ കരുതിക്കോളൂ. ഖദീജക്ക് ബുദ്ധിമാനായ ഒരു അടിമയുണ്ടായിരുന്നു. കച്ചവട കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിരുന്ന ആളാണവർ. പേര് മൈസറ. അങ്ങനെ കാഫില പുറപ്പെടുകയായി. അൽ അമീൻ കച്ചവട സംഘത്തെ നയിക്കുന്നു. മൈസർ കൂടെയുണ്ട്. ഷാമിലേക്കുള്ള 2ാം യാത്ര. 12ാം വയസ്സിലെ യാത്രയിൽ കണ്ട സ്ഥലങ്ങൾ വീണ്ടും കൺമുന്നിൽ തെളിയുന്നു. വാദിൽ ഖുറ, മൈദൻ, സമൂദ് ദിനരാത്രങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. മൈസറയുടെ കണ്ണുകൾ എല്ലായിടത്തും എത്തുന്നുണ്ട്. അൽ അമീൻ സഞ്ചരിക്കുമ്പോൾ ഒരു മേഘം കൂടെ സഞ്ചരിക്കുന്നു. മേഘത്തിന്റെ തണലിലാണ് എപ്പോഴും. ഇത് മൈസറയെ അത്ഭുതപ്പെടുത്തി. അവർ വളരെ ദൂരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ വഴിക്കടവിൽ ഒരു ആശ്രമം കണ്ടു. നസ്തൂറ എന്ന പാതിരിയുടെ ആശ്രമം. പൂർവ്വവേദങ്ങളിലൂടെ അന്ത്യപ്രവാചകന്മാരുടെ ആഗമനത്തെ കുറിച്ച് മനസ്സിലാക്കിയ പണ്ഡിതനായിരുന്നു നസ്തൂറ. ആശ്രമത്തിനു സമീപം കാഫില ഇറങ്ങി. ഒരു മരത്തിന് ചുവട്ടിൽ അൽ അമീനും മൈസറയും ഇരുന്നു. നസ്തൂറ അവരുടെ സമീപത്തേക്ക് നടന്നു വന്നു. അൽ അമീനെ അവർ അടിമുടി നോക്കി. ആ മുഖത്ത് വല്ലാത്തൊരു വിസ്മയം. പേരും പിതാവിന്റെ പേരും മറ്റും ചോദിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നസ്തൂറ പറഞ്ഞു, ഈ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നത് ഒരു പ്രവാചകൻ തന്നെയാണ്. തൗറാത്തിൽ പറഞ്ഞ അതേ പ്രവാചകൻ ഇത് തന്നെയാണ്.
മൈസർ അതിശയിച്ചിരുന്നു പോയി. ഒരു പ്രവാചകന്റെ കൂടെയാണോ താൻ യാത്ര ചെയ്യുന്നത്? മേഘം തണലിട്ട് കൊടുക്കുന്നത് വെറുതെയല്ല. മൈസറക്ക് പ്രവാചകനോട് എന്തെന്നില്ലാത്തൊരു ബഹുമാനം തോന്നി. അങ്ങനെ അവർ ഷാമിലെത്തി. ചന്തയിൽ കച്ചവട സാധനങ്ങൾ നിരത്തിവെച്ചു. അൽ അമീൻ എങ്ങനെയാണ് കച്ചവടം നടത്തുന്നതെന്ന് മൈസറ പ്രത്യേകം ശ്രദ്ധിച്ചു. സാധനങ്ങളുടെ മഹിമയൊന്നും അദ്ദേഹം വിളിച്ചു പറയുന്നില്ല. ഉള്ള കാര്യം പറയുന്നു, കിട്ടേണ്ട വില പറയുന്നു. അമിതമായ ലാഭക്കൊതിയൊന്നുമില്ല. സാധനങ്ങൾ വേഗം വിറ്റുതീർന്നു. നല്ല ലാഭവും കിട്ടുന്നു. വിചാരിച്ചതിലും നേരത്തെ കച്ചവടം തീർന്നു. മൈസറക്ക് വീണ്ടും അതിശയമായി. ഖദീജ കുറെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും മറന്നുപോയില്ല. എല്ലാം കൃത്യമായി വാങ്ങി. മൈസറ പറഞ്ഞു, യജമാനത്തിക്ക് വലിയ സന്തോഷമാകും. അങ്ങനെ മടക്കയാത്ര. അതും വളരെ സന്തോഷകരമായിരുന്നു. ഖദീജ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. കാഫില വരുന്നത് കാണാൻ വേണ്ടി മാളികയുടെ മുകൾ തട്ടിലാണ് അവർ നിന്നിരുന്നത്. കാഫില എത്തുന്നതിന് മുമ്പ് തന്നെ മൈസറ വീട്ടിലെത്തി ആഹ്ലാദപൂർവ്വം വിവരങ്ങൾ ഉണർത്തി. യജമാനത്തി, വലിയ അതിശയമായിരിക്കുന്നു. അൽ അമീന്റെ കാര്യം അതിശയം തന്നെ. യാത്രയിലുടനീളം മേഘങ്ങൾ തണലിട്ട് കൊടുത്തു. എങ്ങോട്ട് നീങ്ങിയാലും മേഘം കൂടെയുണ്ടാകും. എന്തൊരു നീതിമാൻ. കച്ചവടം പെട്ടെന്ന് തീർന്നു. വാങ്ങാൻ ഏൽപ്പിച്ച സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നെസ്തുറ പറഞ്ഞ കാര്യവും ധരിപ്പിച്ചു. നോക്കി നോക്കി നിൽക്കെ കാഫില ഇങ്ങെത്തി. ഖദീജ ആഹ്ലാദപൂർവ്വം ഓടിച്ചെന്ന് സ്വീകരിച്ചു. അൽ അമീൻ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? എല്ലാം വളരെ സുഖമായിരിക്കുന്നു. വിനീതമായ മറുപടി. വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നോക്കി. എല്ലാം താൻ വിചാരിച്ചതിനേക്കാൾ നന്നായിരിക്കുന്നു. അൽ അമീനു നേരത്തെ പറഞ്ഞ പ്രതിഫലം നൽകി. കൂടാതെ കുറെ പാരിതോഷികങ്ങളും. അൽ അമീൻ പോയെങ്കിലും ഖദീജയുടെ മനസ്സിൽ നിന്നും ആ രൂപം മാഞ്ഞുപോയില്ല. ഖുറൈശി പ്രമുഖരായ പല യുവാക്കളും വിവാഹാഭ്യർത്ഥനയുമായി തന്നെ സമീപിച്ചിട്ടുണ്ട്. അതെല്ലാം തള്ളിക്കളഞ്ഞു. വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ കടന്നു വന്നിരിക്കുന്നു. അൽ അമീൻ എന്ന ചെറുപ്പക്കാരന്റെ രൂപം മനസ്സിനെ തളർത്തുന്നു. മേഘം തണലിട്ട് കൊടുത്ത പുണ്യപുരുഷൻ, വേദഗ്രന്ഥങ്ങൾ പ്രവചിച്ച മഹാത്മാവ്. ആ മഹാത്മാവിന് സേവനമർപ്പിക്കാൻ മനസ്സ് കൊതിക്കുന്നു. ജീവിതം ആ കാൽക്കൽ സമർപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ. അപ്പോഴാണ് നുസൈഫയുടെ വരവ്. എന്താണ് ഖദീജ, നിനക്കൊരു വല്ലായ്മ? മുഖം വിവരണമായിരിക്കുന്നു. എന്തു പറ്റി നിനക്ക്? കൂട്ടുകാരി ചോദിച്ചു. ഒന്നുമില്ലടി. ഖദീജ ഒഴിഞ്ഞു മാറി. കൂട്ടുകാരി വിടാൻ ഭാവമില്ല. മനസ്സിലുള്ളത് ഉടനെ അറിയണം. എന്താണെങ്കിലും പറ. പ്രശ്നം എന്തായാലും ഞാൻ പരിഹരിക്കാം. കൂട്ടുകാരി ഉറപ്പു നൽകി. ഇത് നീ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ല. നുസൈഫ വീണ്ടും നിർബന്ധിച്ചു. അവസാനം മനസ്സിലെ ചിന്തകൾ നുസൈഫയെ അറിയിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നുസൈഫ പറഞ്ഞു, ഞാൻ ഇതിൽ ഇടപെടാൻ പോവുകയാണ്. അൽ അമീനോട് ഞാൻ സംസാരിക്കും. സമ്മതവും വാങ്ങും. നീ നോക്കിക്കോ. കൂട്ടുകാരി ഇറങ്ങിക്കഴിഞ്ഞു. വേണ്ട നുസൈഫ, കുഴപ്പമുണ്ടാക്കില്ലേ. നുസൈഫ മക്ക പട്ടണത്തിൽ കറങ്ങി നടന്നപ്പോൾ വഴിയിൽ അൽ അമീനെ കണ്ടുമുട്ടി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വയസ്സ് ഇത്രയുമായില്ലേ? ഇനിയൊരു വിവാഹമൊക്കെ വേണ്ടേ? വിവാഹമോ? എനിക്കോ? അതിനുള്ള വകയൊന്നും എന്റെ കൈവശമില്ല. വേണ്ട. നല്ല സൗന്ദര്യവും സമ്പത്തും കുലമഹിമയുമുള്ള ഒരു സ്ത്രീ താങ്കളെ വിവാഹത്തിന് ക്ഷണിക്കുന്നു എന്ന് കരുതുക. ആ ക്ഷണം താങ്കൾക്ക് സ്വീകരിച്ചുകൂടെ? അൽ അമീൻ ചിന്താതീതനായി. ആരാണവർ? അൽ അമീൻ അമ്പരപ്പോട് ചോദിച്ചു. ഖദീജ. നുസൈഫ മറുപടി നൽകി. അതെങ്ങനെ നടക്കാനാണ്? അത് നടക്കും. താങ്കളുടെ സമ്മതം കിട്ടിയാൽ മതി. അൽ അമീൻ എതിരൊന്നും പറഞ്ഞില്ല. അപ്പോൾ സമ്മതം തന്നെ. നുസൈഫ സന്തോഷത്തോടെ കൂട്ടുകാരിയുടെ സമീപത്തേക്ക് കൂടി. അൽ അമീൻ അബൂ ത്വാലിബിനെ കാണാൻ പോയി. കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു. മോനെ, ഇതൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഖദീജയുടെ ബന്ധുക്കളുമായി സംസാരിക്കട്ടെ? അൽ അമീൻ ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഖദീജയെ വിവാഹം കഴിക്കുകയോ? അവർ മക്കയിലെ പ്രഭയാണ്, സമ്പന്ന. താനോ ഒരു ദരിദ്രൻ. പിന്നെ എങ്ങനെ ഈ വിവാഹം നടക്കും? ആശങ്കകൾ വേഗം നീങ്ങി. ഈ വിവാഹ കാര്യത്തിൽ ഖദീജ വളരെ സന്തോഷവതിയാണെന്ന് അൽ അമീൻ അറിഞ്ഞു. അബൂ താലിബും ഖദീജയുടെ ബന്ധുക്കളും ചേർന്ന് വിവാഹത്തിന്റെ തീയതി നിശ്ചയിച്ചു. വിവാഹത്തിന് വേണ്ടപ്പെട്ടവരെയൊക്കെ ക്ഷണിച്ചു. വേണ്ട ഒരുക്കങ്ങൾ നടന്നു കഴിഞ്ഞു. വിവാഹ സുദിനം. അൽ അമീൻ ബന്ധുക്കളോടും കൂട്ടുകാരോടുമൊപ്പം ഖദീജയുടെ വീട്ടിലെത്തി. വലിയ മഹർ നൽകിയാണ് വിവാഹം ചെയ്തത്. വിഭവ സമൃദ്ധമായ സദ്യ. കൂട്ടുകാർ യാത്ര പറഞ്ഞിറങ്ങി. ആചാരമനുസരിച്ച് ഖദീജയുടെ വീട്ടിൽ 3 ദിവസം താമസിക്കണമല്ലോ. അൽ അമീൻ എന്ന ചെറുപ്പക്കാരന് 25 വയസ്സാണ് പ്രായം. ഖദീജ റളിയല്ലാഹു അൻഹ എന്ന മണവാട്ടിക്ക് പ്രായം 40. ഒറ്റനോട്ടത്തിൽ അവർ ചെറുപ്പമായിരുന്നു. അവരുടെ അഴകും പെരുമാറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ആകർഷിച്ചു. അൽ അമീനെ ഭർത്താവായി കിട്ടിയതിൽ അവർക്കുള്ള സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. തന്റെ ശരീരവും തനിക്കുള്ള സ്വത്തും ഖദീജ ബീവി ആ കാൽക്കൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകരുടെ മനം ആഹ്ലാദപൂർണ്ണമാക്കി. അതോടെ അവർ അത്യുന്നത പദവി പ്രാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വയസ്സ് 35 ആ സമയത്ത് നടന്ന ഒരു സംഭവമാണ് ഇനി വിവരിക്കുന്നത്. മക്ക പട്ടണത്തിന്റെ ചുറ്റുപാടും മലകളാണ്. മഴ പെയ്താൽ ഉടനെ വെള്ളപ്പൊക്കമുണ്ടാകും. കഅബാലയം വളരെ താഴ്ന്ന പ്രദേശത്താണ്. പട്ടണത്തിലെ വെള്ളപ്പൊക്കം ഏറെ ശല്യം ചെയ്യുന്നത് ഈ മന്ദിരത്തെയാണ്. അന്നത്തെ കഅബാലയത്തിന്റെ രൂപം എങ്ങനെയായിരുന്നുവെന്ന് കേൾക്കണ്ടേ? വെറും 4 ചുവരുകൾ, മേൽപ്പുരയില്ല. ചുവരുകൾക്കാണെങ്കിൽ ഒരാളുടെ ഉയരമേ ഉള്ളൂ. അതാണ് അന്നത്തെ കെട്ടിടം. മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കത്തിൽ പെടും. അങ്ങനെ ചുവരുകൾക്ക് വിള്ളൽ വന്നു. കഅബാലയത്തിനടുത്തേക്ക് വെള്ളം കുതിച്ചൊഴുകി വരുന്നത് തടയാൻ കുറെ ആളുകൾ ചേർന്നൊരു ബണ്ട് കെട്ടി. അതിന് കുറെ ധനം ചെലവായി. ബണ്ട് കാണാനും അഭിപ്രായം പറയാനും ധാരാളം ആളുകൾ വന്നു. ശക്തമായ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ബണ്ട് പൊളിഞ്ഞുപോയി. കഅബ വെള്ളത്തിൽ തന്നെ. പുറം നാട്ടുകാരൊക്കെ വരുമ്പോൾ കഅബയെ ഇങ്ങനെ കാണുന്നത് മക്കക്കാർക്ക് വലിയ കുറച്ചിലായി. ഇതൊന്ന് പുതുക്കി പണിയണം. കഅബയുടെ പുതുക്കി പണിക്ക് ഹലാലായ പണം തന്നെ വേണം.
പലിശ പണം പാടില്ല, ചൂഷണത്തിലൂടെ നേടിയ പണവും പാടില്ല, തട്ടിപ്പറിച്ച പണവും വേണ്ട. അങ്ങനെ ശുദ്ധമായ പണം ശേഖരിച്ചു. പഴയ കെട്ടിടം പൊളിക്കണം. കെട്ടിടമെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, 4 ചുവരുകൾ. എന്നിട്ട് പുതിയ ചുവരുകൾ പണിയണം, മേൽപ്പുരയും പണിയണം, കെട്ടിടത്തിന് ഉയരം കൂട്ടണം. അക്കാലത്ത് പുറംനാട്ടിൽ നിന്ന് വന്ന ഒരു കപ്പൽ ജിദ്ദ തുറമുഖത്ത് വെച്ച് തകർന്നു. ഖുറൈശികൾ ആ കപ്പലിന്റെ പലകകൾ വിലക്ക് വാങ്ങി. കപ്പലിലെ ആശാരിപ്പണിക്കാരന്റെ പേര് പറഞ്ഞു തരാം, ബാക്കുമുറുമി. വിദഗ്ധനായ തച്ചുപണിക്കാരനാണ് ബാക്കുമുറുമി. ഖുറൈശികൾ ബാക്കുമുറുമിയെ സമീപിച്ച് ഇങ്ങനെ അപേക്ഷിച്ചു: ഞങ്ങൾ കഅബാലയം പുതുക്കി പണിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പൊളിഞ്ഞ കപ്പലിന്റെ പലകകൾ വിലക്ക് വാങ്ങിയിട്ടുണ്ട്. പുതുക്കി പണിയുന്ന ചുമതല താങ്കളെ ഏൽപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലോകപ്രസിദ്ധമായ ദേവാലയം പുതുക്കി പണിയാനുള്ള ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു. അങ്ങനെ ചുവർ പൊളിക്കാനുള്ള സമയമായി. ഖുറൈശി ഗോത്രത്തിലെ എല്ലാ തറവാട്ടുകാരും ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചു. കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ പല കുടുംബങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. അങ്ങനെ ആദരവോടെ ചുമരുകൾ പൊളിച്ചു തുടങ്ങി. കഅബാലയം പുതുക്കി പണിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കല്ല് ചുമക്കുകയുണ്ടായി. അങ്ങനെ ചുവർ ഉയർന്നു. ഹജറുൽ അസ്വദ് വെക്കേണ്ട സ്ഥലമെത്തി. ആരാണ് ഹജറുൽ അസ്വദ് വെക്കുക? അതിനുള്ള അവകാശം ആർക്കാണ്? തറവാട്ടുകാർ തമ്മിൽ വഴക്കായി. അങ്ങനെ വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് കടന്നു. ഒരു രക്തച്ചൊരിച്ചിലിന്റെ വക്കിൽ നിൽക്കുകയാണ് അവർ. ഈ അവസ്ഥ കണ്ട് പലരും ദുഃഖിച്ചു. എന്തായാലും ഹജറുൽ അസ്വദ് വെക്കുന്നതിന്റെ പേരിൽ ഒരു യുദ്ധം പാടില്ല. പക്ഷെ എന്താ വഴി? രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ എന്താണ് വഴി? വൃദ്ധനായൊരു നേതാവ് മുന്നോട്ട് വന്നു. എല്ലാവരും ആദരിക്കുന്ന ആൾ, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാവ് അബു ഉമയ്യ ഹുദൈഫത്ത് ബിനു മുഗീറ. അദ്ദേഹം ഗോത്രക്കാരോട് വിളിച്ചു പറഞ്ഞു: രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കൂ, ഞാനൊരു പരിഹാര മാർഗം പറയട്ടെ. എല്ലാവരും തർക്കമതിയാക്കി അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. മസ്ജിദുൽ ഹറമിലേക്ക് ഇനി ആദ്യമായി കടന്നു വരുന്ന ആളെ നമുക്ക് വിധികർത്താവായി നിയോഗിക്കാം. എല്ലാവരും അത് അംഗീകരിച്ചു. അങ്ങനെ അവർ കാത്തിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ അതാ വരുന്നു അൽ അമീൻ. എല്ലാവർക്കും സന്തോഷമായി. പ്രശ്നം അവതരിപ്പിച്ചു. അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ ഒരാശയം തോന്നിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വിരിപ്പ് നിലത്ത് വിരിച്ചു. ഹജറുൽ അസ്വദ് വിരിപ്പിന്റെ നടുവിൽ വെച്ചു. എല്ലാ തറവാട്ടുകാരുടെയും നേതാക്കളെ വിളിച്ച് വിരിപ്പ് പൊക്കാൻ പറഞ്ഞു. എല്ലാവരും കൂടി വിരിപ്പ് പിടിച്ചുയർത്തി. ആവശ്യമായ ഉയരത്തിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജറുൽ അസ്വദ് നീക്കിവെച്ചു. അങ്ങനെ ഹജറുൽ അസ്വദ് സ്ഥാപിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും വലിയ ആശ്വാസമായി. ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവായി കിട്ടി. എല്ലാവർക്കും അൽ അമീന്റെ പ്രവൃത്തിയിൽ വലിയ മതിപ്പ് തോന്നി. കഅബ ഷരീഫിന്റെ പണി വേഗത്തിൽ പുരോഗമിച്ചു. ഹജറുൽ അസ്വദ് കാണുമ്പോഴെല്ലാം അറബികൾ അൽ അമീനെ ഓർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രായം കൂടി വരുന്നു. 40ലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വിവാഹത്തിന് ശേഷം കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും യാത്ര ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ആടിന് മേയ്ക്കുവാൻ പോകും. മുടന്തുള്ള ആടുകളെ വലിയ അനുകമ്പയാണ്. അഗതികളെയും അനാഥരെയും അശരണരെയും സഹായിക്കുന്നതിൽ വളരെയേറെ താല്പര്യമാണ്. മദ്യപാനം, ചൂതാട്ടം തുടങ്ങിയ തിന്മകളിൽ നിന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അകന്നു നിന്നു. അന്നത്തെ പാട്ടും കളരിയും ആസ്വദിക്കാൻ അവസരം കിട്ടിയില്ല. അള്ളാഹുവിന്റെ കാവൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. രാത്രികാലത്ത് കഥകൾ പറയുന്ന ചടങ്ങ് അന്ന് നിലവിലുണ്ടായിരുന്നു. ഇന്നത്തെ കഥാപ്രസംഗം പോലെ ഒരു കഥാകാരൻ ഒരു കഥ പറഞ്ഞ് ജനങ്ങളെ രസിപ്പിക്കും. പുലരുവോളം അത് നീണ്ടു നിൽക്കും. സമപ്രായക്കാരായ കുട്ടികളുടെ കൂടെ ചെറുപ്പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കഥ കേൾക്കാൻ പോയി. കുട്ടികളെല്ലാം വലിയ ആവേശത്തിലാണ്. ഈ കുട്ടിയും കൂടെ നടന്നു. വഴിക്ക് വെച്ചൊരു കല്യാണ സദസ്സ് കണ്ടു. ആൾക്കൂട്ടത്തെ കണ്ട് നോക്കിയിരുന്നു. കൺപോളകൾ അടഞ്ഞുപോയി. നല്ല ഉറക്കമുണർന്നപ്പോൾ നേരം പുലർന്നിരിക്കുന്നു. കഥ പറച്ചിൽ കേൾക്കുന്നതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തടഞ്ഞു. മക്കയിലെ സാമൂഹിക ജീവിതം തിന്മകൾ നിറഞ്ഞതായിരുന്നു. മദ്യപാനം, സ്ത്രീ പീഡനം, കയ്യേറ്റം, ചൂതാട്ടം, ഈ തിന്മകളൊക്കെ കണ്ടു മടുത്തു. പിന്നെ ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിച്ചു. വിജന പ്രദേശങ്ങളിൽ ഒറ്റയ്ക്ക് ചെന്നിരിക്കും. 40 വയസ്സായി തുടങ്ങുകയാണ്. ഇടയ്ക്കിടെ സ്വപ്നങ്ങൾ കാണുന്നു. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി തീരുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ദൂതന് മികച്ച പരിശീലനം നൽകുവാൻ വേണ്ടി മക്കയുടെ സമീപമുള്ള മലമുകളിലെ ഹിറാ ഗുഹയിൽ എത്തിച്ചിരിക്കുകയാണ്. അൽ അമീനും ഖദീജയും സ്നേഹവും വിശ്വാസവും നിറഞ്ഞ ദാമ്പത്യ ജീവിതമാണ് നയിച്ചത്. അവർ ഇരുവരും കഠിനാധ്വാനം ചെയ്തു. കച്ചവടത്തിൽ ലാഭമുണ്ടാക്കി. ലാഭത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് നൽകി. സഹായം തേടിവരുന്ന ആരെയും അവർ നിരാശപ്പെടുത്തിയിരുന്നില്ല. വിശക്കുന്നവർക്ക് ആഹാരം നൽകും. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകും. ബന്ധുക്കളെ സന്ദർശിക്കും. ചിലപ്പോൾ ഖദീജയുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോകും. സ്നേഹം പങ്കിടും. കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കും. അബൂ ത്വാലിബിനെ സന്ദർശിക്കുന്നത് ഇരുവർക്കും ഏറെ സന്തോഷമുള്ള കാര്യമായിരുന്നു. വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും. വിരുന്നുകാരെ സ്വീകരിക്കാനും സൽക്കരിക്കാനും ഖദീജക്ക് വലിയ താല്പര്യമായിരുന്നു. രുചികരമായ ഭക്ഷണപാനീയങ്ങൾ തയ്യാറാക്കാനും സമർത്ഥയായിരുന്നു. ഇതിനിടയിൽ ഖദീജ ഗർഭിണിയായി. ആ വലിയ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും എന്തെന്നില്ലാത്ത സന്തോഷം. ഖദീജ നേരത്തെ മറ്റു ഭർത്താക്കന്മാരിൽ നിന്നും ഗർഭം ധരിച്ചിട്ടുണ്ട്, പ്രസവിച്ചിട്ടുമുണ്ട്. അന്നൊക്കെ ഏറെ സന്തോഷിച്ചിട്ടുമുണ്ട്. അൽ അമീന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു എന്ന ചിന്ത വലിയ ആഹ്ലാദം നൽകി. മറ്റൊരിക്കലുമില്ലാത്ത ആഹ്ലാദം. പെൺകുട്ടികൾ പിറക്കുന്നത് ശാപമായി കരുതുന്ന കാലം. പെൺകുട്ടികൾ അപമാനമാണെന്ന് ധരിച്ച് കുഴിച്ചു മൂടുന്ന കാലം. എത്രയെത്ര പെൺകുട്ടികൾ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടു. അക്കാലത്താണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായത്. മാസങ്ങൾ കടന്നുപോയി. പ്രസവത്തിന് സമയമായി. ആകാംക്ഷയോടെ അൽ അമീൻ കാത്തിരുന്നു.
ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചു. ആ സന്തോഷ വാർത്ത പുറത്തു വന്നു. ആൺകുട്ടിയാണ്. കബീലയിൽ വലിയ ആഹ്ലാദം പരന്നു. കുഞ്ഞിന് കാസിം എന്ന് പേരിട്ടു. ഓമന പേര് ത്വാഹിർ എന്നായിരുന്നു. മാതാപിതാക്കളുടെ കൺമണി. ഈ കുഞ്ഞിന്റെ പേര് ചേർത്ത് റസൂലിന് അബുൽ ഖാസിം എന്ന ഓമന പേരുണ്ടായി. ആൺകുട്ടികളെ പ്രസവിക്കുന്നത് അഭിമാനമായി കരുതുന്ന കാലം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ പെണ്ണുങ്ങൾ വാഴ്ത്തി പറഞ്ഞു. ഭാര്യയ്ക്കും ഭർത്താവിനും ആഹ്ലാദം. പക്ഷേ ആ ആഹ്ലാദം അധികം നീണ്ടുനിന്നില്ല. പിതാവിനെയും മാതാവിനെയും ബന്ധുക്കളെയും ദുഃഖത്തിലായിക്കൊണ്ട് ഖാസിം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഖദീജയുടെ വേദനക്കതിരില്ല. പൊട്ടിക്കരഞ്ഞുപോയി. അൽ അമീൻ ദുഃഖം കടിച്ചമർത്തി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. നെടുവീർപ്പിട്ടു. എന്തൊരു പരീക്ഷണം! ആഹ്ലാദം നിറഞ്ഞ വീട്ടിൽ ദുഃഖം തളം കെട്ടി നിന്നു. കാലം പിന്നെയും കടന്നുപോയി. വ്യാപാരത്തിന്റെ ബത്തപ്പാടിലാണ് ദമ്പതികൾ. തിരക്കേറുമ്പോൾ ദുഃഖം മെല്ലെ മെല്ലെ മറക്കുന്നു. ഖദീജ ബീവി പിന്നെയും ഗർഭിണിയായി. ഒരിക്കലല്ല, പലവട്ടം. ഒരു പുത്രനെ കൂടി പ്രസവിച്ചു. ബാക്കിയെല്ലാം പുത്രിമാർ. പുത്രനെ കിട്ടിയപ്പോൾ വീണ്ടും ആഹ്ലാദം. കുട്ടിക്ക് അബ്ദുള്ള എന്ന് പേരിട്ടു. അൽ അമീന്റെ പിതാവിന്റെ പേര്. നല്ല അഴകുള്ള കുട്ടി. അബ്ദുള്ള എന്ന് വിളിക്കാനൊരു മടി. വിളിക്കാനൊരു ഓമന പേരുണ്ട്, തൊയ്യിബ്. മാതാപിതാക്കൾക്ക് തൊയ്യിബ് മോൻ സന്തോഷം നൽകി. ആ സന്തോഷവും അധികം നീണ്ടു നിന്നില്ല. കടുത്ത ദുഃഖം നൽകിക്കൊണ്ട് അബ്ദുള്ളയും ഈ ലോകത്തോട് വിട പറഞ്ഞു. അസഹ്യമായ ദുഃഖം ഇരുവരെയും കണ്ണീരിലാഴ്ത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺകുട്ടികളിൽ മൂത്തത് സൈനബായിരുന്നു. മക്കളെ മാതാപിതാക്കൾ ലാളിച്ചു വളർത്തി. നല്ല സുന്ദരിയായ പെൺകുട്ടി. സൈനബിന്റെ നേരെ അനിയത്തിയായിരുന്നു റുഖിയ. റുഖിയ മിടുക്കിയാണ്. റുഖിയയുടെ ഇളയതാണ് ഉമ്മു കുൽസും. അവസാനം പ്രസവിച്ച മോളാണ് ഫാത്തിമ. ഫാത്തിമ പിതാവിന്റെ തനി പകർപ്പായിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ട പൊന്നുമോൾ. ഖദീജയുടെ സഹോദരിയുടെ മകനായിരുന്നു അബ്ദുല്ലാസിബിനു അമ്രുബിനു അബ്ദിഷംസ്. അബ്ദിഷംസ് വളരെ പ്രസിദ്ധനായ വ്യാപാരിയായിരുന്നു. സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ളയാളാണ്. അബ്ദിഷംസ് വിവാഹാലോചനയുമായി വന്നു. സൈനബിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഖദീജയുടെ സഹോദരപുത്രനല്ലേ, എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ വിവാഹ നിശ്ചയവും നടന്നു. കബീലക്കാരെയും നാട്ടുകാരെയും ക്ഷണിച്ചു. നല്ല നിലയിൽ ആ വിവാഹവും നടന്നു. സൈനബ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിച്ചു. റുഖിയയുടെയും ഉമ്മു കുൽസുവിന്റെയും നിക്കാഹ് കുട്ടിക്കാലത്ത് തന്നെ നടത്തിവെച്ചു. അബൂലഹബിന്റെ 2 പുത്രന്മാരായിരുന്നു ഉത്ബയും ഉത്തൈബയും. അവർ റുഖിയയെയും ഉമ്മു കുൽസുവിനെയും നിക്കാഹ് ചെയ്തു. അവസാനം പിറന്ന കൊച്ചുമോൾ മാതാപിതാക്കളുടെ ഓമനയായി വളർന്നു. സമാധാനവും സന്തോഷവും നിറഞ്ഞ ദാമ്പത്യ ജീവിതമാണ് അൽ അമീനും ഖദീജ ബീവിയും നയിച്ചിരുന്നത്. 2 ആൺമക്കൾ മരണപ്പെട്ട വേദന അവരെ അലട്ടിക്കൊണ്ടിരുന്നു. എങ്കിലും പെൺമക്കളുടെ സാമീപ്യം അവർക്ക് ആശ്വാസം പകർന്നു. പെൺകുഞ്ഞുങ്ങൾ കടുത്ത അവഗണന അനുഭവിക്കുന്ന കാലം. അക്കാലത്തും ഖദീജ ബീവിയും ഭർത്താവും പെൺമക്കളെ ലാളിച്ചു വളർത്തുകയാണ് ചെയ്തത്. അവർക്ക് വേണ്ടത്ര സ്നേഹവും വാത്സല്യവും നൽകി. സൈനബിന്റെ വിവാഹം നടന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരുന്നു, ആശ്വാസവും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ കുറെ അടിമകളുണ്ടായിരുന്നു. സയ്യിദ് ബിൻ ഹാരിസ് എന്ന പേരായ ബാലൻ അവരിൽ ഒരാളായിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആ ബാലനെ ഭർത്താവിന് സമ്മാനിച്ചു. അൽ അമീൻ കുട്ടിയെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രനാക്കി. സയ്യിദ് എന്റെ മോനാണ്, അൽ അമീൻ പ്രഖ്യാപിച്ചു. ഇത് സയ്യിദ് ബിൻ ഹാരിസ് അല്ല, ഇവന്റെ പേര് സയ്യിദ് ബിൻ മുഹമ്മദ് എന്നാകുന്നു. മുഹമ്മദിന്റെ മകൻ സയ്യിദ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ച ആൺകുട്ടികൾ മരിച്ചു പോയപ്പോൾ ഒരു അടിമക്കുട്ടിയെ സ്വന്തം മകനാക്കി വളർത്തുന്നു. ഒരു മകനെ കിട്ടാനുള്ള മോഹം. ഒരു മകന് നൽകാവുന്ന സകല സ്നേഹവും സയ്യിദിന് ലഭിച്ചു. ഒരു പിതാവായിട്ട് തന്നെയാണ് സയ്യിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടത്. സയ്യിദിനെ ആളുകൾ സയ്യിദ് ബിൻ മുഹമ്മദ് എന്ന് വിളിച്ചു വന്നു. ഇസ്ലാമിലെ ദത്തവകാശ നിയമം വന്നപ്പോഴാണ് ഈ പേര് മാറിയത്. ഖദീജക്കും സയ്യിദിനോട് വലിയ വാത്സല്യമായിരുന്നു. ഉന്നത ഗോത്രത്തിലാണ് സയ്യിദ് പിറന്നത്. ഒരു പോരാട്ടത്തിൽ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി ഉക്കാലിലെ അടിമച്ചന്തയിൽ വിറ്റുകളഞ്ഞു. 100 ദിർഹം കൊടുത്താണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആ കുട്ടിയെ വാങ്ങിയത്. കുറെ കാലത്തിന് ശേഷം സ്വന്തം ഗോത്രക്കാർ അന്വേഷിച്ചു വന്നു. അൽ അമീന്റെ കൂടെയാണെന്നറിഞ്ഞാണ് ബന്ധുക്കൾ മക്കയിലെത്തിയത്. ഇതെന്റെ മകനാണ്. വർഷങ്ങൾക്ക് മുമ്പ് ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയതായിരുന്നു. ഇവനെ എനിക്ക് വിട്ടുതരണം. സയ്യിദിന്റെ പിതാവ് കണ്ണീരോടെ പറഞ്ഞു. ഞാൻ സയ്യിദിനോട് പോകണമെന്നോ പോകാതിരിക്കണമെന്നോ പറയില്ല. അവന്റെ ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങളുടെ കൂടെ വരാൻ അവർക്ക് സന്തോഷമാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഞാൻ തടയില്ല. ഇവിടെ നിൽക്കുന്നതാണ് സന്തോഷമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ നിർബന്ധിച്ച് പറഞ്ഞയക്കില്ല. അൽ അമീൻ തന്റെ നിലപാട് വ്യക്തമാക്കി. അങ്ങനെ ബാപ്പ മകനെ സമീപിച്ചു. എന്നിട്ട് സ്നേഹപൂർവ്വം പറഞ്ഞു, പൊന്നുമോനെ, നീ എന്റെ കൂടെ വരൂ. നിന്റെ ഉമ്മയും നമ്മുടെ ബന്ധുക്കളെയും ഒക്കെ നിന്നെ കാണാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. ബാപ്പയുടെ കൂടെ പോകുന്നതാണ് ഇഷ്ടമെന്ന് അദ്ദേഹത്തോട് പറയൂ മോനെ. ബാപ്പ, ഈ മനുഷ്യനോളം സ്നേഹമുള്ള ഒരാളും ഈ ദുനിയാവിലില്ല. ഈ മനുഷ്യനെ വിട്ടു പോരാൻ എനിക്കാവില്ല ബാപ്പ. സയ്യിദ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നിനക്ക് എന്ത് പറ്റിപ്പോയി കുട്ടി? നമ്മുടെ നാട്ടിലെ ജീവിതത്തെക്കാൾ ഇവിടുത്തെ അടിമത്തമാണോ നിനക്കിഷ്ടം? ബാപ്പയും മറ്റെല്ലാവർക്കും എപ്പോ വേണമെങ്കിലും എന്നെ ഇവിടെ ഒന്ന് കാണാമല്ലോ. ഇവിടെ വിട്ടുവരാൻ എന്നെ കൊണ്ടാവില്ല. ആ പിതാവ് അൽ അമീനോട് ഇങ്ങനെ പറഞ്ഞു. എന്റെ മോൻ താങ്കളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നോർത്ത് ഞാൻ അതിശയപ്പെടുന്നു. ഞാൻ അവനെ ഇവിടെ നിർത്തി പോവുകയാണ്. ഇടയ്ക്കിടെ ഞാൻ ഇവിടെ വന്ന് അവനെ കണ്ടുകൊള്ളാം. അതും പറഞ്ഞ് ആ പിതാവ് മടങ്ങിപ്പോയി. അൽ അമീന് 40 വയസ്സ് പിന്നിട്ടു. ഹിറാ ഗുഹയിൽ ദിവസങ്ങളോളം താമസിക്കാൻ തുടങ്ങി. ഗുഹയിലേക്ക് പുറപ്പെടുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണ സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കും. പരിമിതമായ ആഹാരമേ വേണ്ടൂ. കൊണ്ടുപോയ ആഹാരം എത്ര ദിവസത്തേക്ക് വരുമെന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അറിയാം. ആഹാരം തീർന്നാൽ ഭർത്താവ് വീട്ടിലേക്ക് വരാറുണ്ട്. അവർ കാത്തിരിക്കും. ആഹാരം തീർന്നാലും ചിലപ്പോൾ വീട്ടിലെത്തില്ല. ഭാര്യയ്ക്ക് വെപ്രാളമായിരിക്കും. ഭക്ഷണ സാധനങ്ങൾ പൊതിഞ്ഞു കെട്ടി വേലക്കാരന്റെ കൈവശം കൊടുത്തയക്കും. വളരെ ഉയരമുള്ള മലയാണ് ജബലുന്നൂർ. കൂറ്റൻ പാറക്കെട്ടുകളാണ് നിറയെ. അവയെല്ലാം ചവിട്ടിക്കയറി മുകളിലെത്തണം. കാൽ വഴുതിയാൽ അനേകമടി താഴ്ചയുള്ള മലയടിവാരത്ത് ചെന്ന് വീഴും.
നല്ല ആരോഗ്യമുള്ള ഒരാൾ മണിക്കൂറിലേറെ കഠിന ശ്രമം നടത്തിയാലേ മലമുകളിൽ എത്തിച്ചേരാൻ കഴിയൂ. ആ ഗുഹയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നത്. ചിലപ്പോൾ ബീവി തന്നെ ഭക്ഷണ സാധനങ്ങളുമായി മല കയറി ചെല്ലും. എന്തൊരു ത്യാഗം! പ്രായം 55-നോടടുത്ത വൃദ്ധയാണവർ. ഭർതൃസ്നേഹത്തിനും ആദരവിനും പരിചരണത്തിനും വയസ്സും അവശതയുമൊന്നും തടസ്സമേയായില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ പോലെ ഒരു സ്ത്രീരത്നം ചരിത്രത്തിനറിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോടുള്ള സ്നേഹത്തിന് അതിരില്ലായിരുന്നു. ആ വർഷത്തെ റമളാൻ മാസം വന്നു. രാത്രി സമയം. ഗുഹയിൽ ഒറ്റക്കാണ്. പെട്ടെന്നാരോ ഗുഹയിൽ പ്രവേശിച്ചു. ആരാണത്? പിന്നെ മുഴങ്ങുന്ന ശബ്ദം. ഇഖ്റ, വായിക്കുക എന്നർത്ഥം. എഴുത്തും വായനയും പഠിക്കാത്ത ആളാണ് അൽ അമീൻ. പിന്നെ എങ്ങനെ വായിക്കും? മറുപടി നൽകിയത് ഇങ്ങനെയാണ്: മാ അന ബിഖാരിഇൻ, ഞാൻ വായനക്കാരനല്ല. പെട്ടെന്ന് ആഗതൻ അൽ അമീനെ ആശ്ലേഷിച്ചു. എന്തൊരവസ്ഥ! ഞെരിഞ്ഞു പൊട്ടിപ്പോയി. പിടിവിട്ടു. ആശ്വാസം. വീണ്ടും വന്നു കൽപ്പന: ഇഖ്റ. പഴയ മറുപടി ആവർത്തിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. ഞാൻ വായനക്കാരനല്ല. ആഗതൻ ശക്തിയായി ആശ്ലേഷിച്ചു. കൂടുതൽ ഞെരുക്കം, വല്ലാത്ത അസ്വസ്ഥത, വിഷമിച്ചു പോയി. മൂന്നാം തവണയും കൽപ്പന വന്നു: ഇഖ്റ. ഇത്തവണയും പുതിയൊരു മറുപടിയില്ല. ഞാൻ വായനക്കാരനല്ല. ഇത്തവണ കൂടുതൽ ശക്തമായി ഞെരുക്കം. വാരിയല്ലുകൾ തകർന്നു പോകുമോ എന്ന് തോന്നിപ്പോയി. ആഗതൻ തന്റെ വായന തുടങ്ങി: ഇഖ്റ ബിസ്മി റബ്ബിക, സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ രക്തപിണ്ഡത്തിൽ നിന്നും അവൻ സൃഷ്ടിച്ചു. പേന കൊണ്ട് പഠിപ്പിച്ച അത്യുദ്ധാരനായ നാഥന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യന് അവൻ അറിയാത്തത് അവൻ പഠിപ്പിച്ചു കൊടുത്തു. ഓതി കേട്ട വാക്യങ്ങൾ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. കല്ലിൽ കൊത്തിയ ചിത്രം പോലെ ഒരിക്കലും മറക്കാനാവാത്ത വിധം മനസ്സിൽ പതിഞ്ഞു. ആഗതൻ അപ്രത്യക്ഷനായി. എന്താണ് സംഭവിച്ചത്? ആകെ വിയർക്കുന്നു. മനസ്സും ശരീരവും ക്ഷീണിച്ചിരിക്കുന്നു. ഒരുതരം ഭീതി തന്നെ ബാധിച്ചിരിക്കുന്നു. ഹിറാ ഗുഹയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ചക്രവാളത്തിൽ ആ മുഖം, താൻ നേരത്തെ കണ്ട രൂപം. പിന്നെ ഓടി. പരിസരബോധമില്ലാതെ ഓടി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ ശബ്ദം കേട്ട് പരിഭ്രമിച്ച് പുറത്തേക്ക് നോക്കി. അതാ ഓടിക്കയറി വരുന്നു. സമ്മിലൂനി, സമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടൂ, എന്നെ പുതപ്പിട്ട് മൂടൂ. ഖദീജ റളിയല്ലാഹു അൻഹ ഭർത്താവിനെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. കട്ടിലിൽ കിടത്തി പുതപ്പിട്ട് മൂടിക്കൊടുത്തു. വല്ലാത്ത കിതപ്പും ബത്തപ്പാടും. കിടക്കട്ടെ, അല്പം വിശ്രമിക്കട്ടെ. ആശ്വാസം വന്നിട്ട് സംഭവിച്ചത് എന്താണെന്ന് ചോദിക്കാം. അല്പം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു: എന്താണുണ്ടായത്? നടന്ന സംഭവങ്ങളൊക്കെ നബി തങ്ങൾ വിവരിച്ചു. എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു തആല താങ്കളെ കൈവിടുകയുമില്ല. താങ്കൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നു, അഗതികളെ സഹായിക്കുന്നു, മറ്റുള്ളവരുടെ വിഷമങ്ങൾ തീർക്കുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ ബേജാറുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പുറത്തു കാണിച്ചില്ല. അങ്ങനെ വേണം. ആശ്വസിപ്പിക്കേണ്ടവർ പരിഭ്രമം കാണിക്കരുത്. ആരായിരിക്കും തന്റെ ഭർത്താവിനെ സമീപിച്ചിരിക്കുക? പിശാചോ അതോ ജിന്നോ? ഛേ, അങ്ങനെയുള്ള ശക്തികളൊന്നും അലമീനെ സമീപിക്കില്ല. സംഭവിച്ചത് എന്താണെന്നറിയണം. ആരോട് ചോദിക്കും? അപ്പോൾ ഒരു മുഖം മനസ്സിൽ തെളിഞ്ഞു. വറഖത്ത് ബിൻ നൗഫൽ, തന്റെ അടുത്ത ബന്ധുവാണ്. പൂർവ്വവേദങ്ങൾ പഠിച്ച പണ്ഡിതൻ. ഇപ്പോൾ വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു. നമുക്ക് വറഖത്ത് ബിൻ നൗഫലിനെ ചെന്ന് കാണാം. സംഭവങ്ങൾ വിവരിച്ചു കൊടുക്കാം. എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നോക്കാം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിച്ചു. ഇരുവരും കൂടി നടന്നു. വറഖയുടെ സമീപത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു. വറഖത്ത് എല്ലാം ശ്രദ്ധിച്ചു കേട്ടു. അദ്ദേഹം പറഞ്ഞു: ഇത് നാമൂസ് തന്നെയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സമീപിക്കാറുണ്ടായിരുന്ന അതേ നാമൂസ് തന്നെ. നാമൂസ് എന്നാൽ ജിബ്രീൽ. വറഖത്ത് തുടർന്നു: താങ്കൾ ഈ സമുദായത്തിലേക്കുള്ള പ്രവാചകനാണ്, പ്രതീക്ഷിക്കപ്പെട്ട പ്രവാചകൻ. താങ്കളെ ഈ ജനത പുറത്താക്കും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അതിശയത്തോടെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അദ്ദേഹം പറയുന്നു: താങ്കളുടെ ജനത താങ്കളെ സ്വദേശത്തിൽ നിന്നും പുറത്താക്കുന്ന കാലത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ, അന്ന് ഞാനുണ്ടെങ്കിൽ താങ്കളെ തീർച്ചയായും സഹായിക്കും. ഈ ജനത എന്നെ പുറത്താക്കുമോ? അൽ അമീൻ ചോദിച്ചു. അതെ, താങ്കൾ കൊണ്ടുവന്നതുപോലെയുള്ള സന്ദേശവുമായി വന്ന ഒരൊറ്റ പ്രവാചകനെയും അവരുടെ ജനത വെറുതെ വിട്ടിട്ടില്ല. അന്ന് ഞാനൊരു ശക്തനായ യുവാവായി ജീവിച്ചിരുന്നെങ്കിൽ. വറഖത്തിനോട് യാത്ര പറഞ്ഞ് രണ്ടുപേരും മടങ്ങി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ആരുടെ കൂടെയാണ് നടക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്റെ കൂടെയോ? ഭീതിയും സന്തോഷവും കൂടി കുഴിയുന്നു. എന്തെല്ലാം പരീക്ഷണങ്ങളായിരിക്കും ഇനി സഹിക്കേണ്ടി വരിക? വറഖത്തിന്റെ സൂചന അതാണല്ലോ. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ആശങ്കക്കും പ്രതീക്ഷക്കും മധ്യത്തിലാണ് ഇപ്പോഴത്തെ ജീവിതം. സ്വന്തം ജനത തന്നെ വെറുക്കും. ഈ നാട്ടിൽ നിന്നും ഓടിക്കും. വെപ്രാളം നിറഞ്ഞ ചിന്തകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലായ്പ്പോഴും അള്ളാഹുവിന്റെ കാവലുണ്ടാകും. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണ് തന്നെ കാണാൻ വന്നത്. ഇനിയും വരും. എന്നാണ് ഇനി വരിക? ഒന്ന് കണ്ടിരുന്നെങ്കിൽ. കാണുന്നില്ല. ഇപ്പോൾ ജിബ്രീലിന്റെ വരവിനെ കൊതിക്കുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയോട് ഒരു കാര്യം സംസാരിച്ചു. ഖദീജ, എന്റെ പിതൃ സഹോദരന്റെ അവസ്ഥ അറിയാമല്ലോ. വീട്ടിൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തിക്കൂടെ? അദ്ദേഹത്തിനും അതൊരു സഹായമാകുമല്ലോ. ഏത് കുട്ടിയുടെ കാര്യം? അലി എന്ന കുട്ടിയുടെ കാര്യം. അതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമുക്ക് വളർത്താം. അദ്ദേഹം ഇങ്ങോട്ട് അയക്കുമോ? ഞാൻ പോയി സംസാരിക്കാം. ഞാൻ നിർബന്ധിക്കും. അപ്പോൾ സമ്മതിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ത്വാലിബിനെ കാണാൻ പോയി. ആരാണിത്? എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ്. എതിര് പറയരുത്. എന്താണ് കാര്യം?
അത് പറയൂ, കേൾക്കട്ടെ. അലിയെ വളർത്താനുള്ള ഉത്തരവാദിത്തം എനിക്ക് തരണം. ഞാൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. വേണ്ട വേണ്ട മോനെ, എന്നെ അതിന് സമ്മതിക്കണം. എതിര് പറയരുത്. നിർബന്ധം കൂടിയപ്പോൾ വഴങ്ങേണ്ടതായി വന്നു. അലിയെയും കൊണ്ട് അൽ അമീൻ പോയി. അലി പ്രവാചകന്റെ വീട്ടിലെ അംഗമായി. വീട്ടിലെ പുതിയ സംഭവങ്ങളൊക്കെ അലിയും അറിയുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അൽ അമീനും അലിയും തമ്മിലൊരു സംഭാഷണം. അൽ അമീൻ പറഞ്ഞു, നാം എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാകുന്നു. അവനാണ് നമുക്ക് ശക്തി നൽകിയത്. അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം. ഉടനെ കുട്ടി ചോദിച്ചു, ആരാണ് അള്ളാഹു? ഈ ലോകത്തിന്റെ സൃഷ്ടാവ്. ഭൂമിയും ആകാശവും പടച്ചത് അള്ളാഹുവാണ്. വെള്ളവും വായുവും സൃഷ്ടിച്ചതും അവൻ തന്നെ. നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. നാം അവനെ ആരാധിക്കണം. അവൻ കൽപ്പിച്ചതുപോലെ ജീവിക്കണം. ഞാൻ അള്ളാഹുവിന്റെ റസൂലാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അവന് പങ്കുകാരില്ല. മുഹമ്മദ് അവന്റെ അടിമയും റസൂലുമാകുന്നു. മോനെ അലി, നീയും ഇത് വിശ്വസിക്കണം. ഞാൻ ഉപ്പയോട് ചോദിച്ചിട്ട് വിശ്വസിക്കാം. മാതാപിതാക്കളുടെ സമ്മതം വാങ്ങിയിട്ടാണല്ലോ കുട്ടികൾ എന്തും പ്രവർത്തിക്കുക. അതേ രീതിയിൽ പറഞ്ഞു. അങ്ങനെയാകട്ടെ. അൽ അമീനും സമ്മതിച്ചു. പിറ്റേ ദിവസം അലി ബാപ്പയെ കാണാൻ പുറപ്പെട്ടു. ബുദ്ധിമാനായ കുട്ടി നടക്കുന്നതിനിടയിൽ പലതും ചിന്തിച്ചു. അള്ളാഹു, ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹു, തന്നെ സൃഷ്ടിച്ചതും തന്റെ പിതാവിനെ പടച്ചതും അള്ളാഹു തന്നെ. തന്നെ പടച്ച അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കണം, ആരാധിക്കണം. അത് തന്റെ കടമയാണ്. അതിന് പിതാവിന്റെ സമ്മതം എന്തിന്? പിതാവിന്റെ സമ്മതമില്ലാതെ തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കാം. പിതാവിനോട് ആലോചിച്ചിട്ടല്ലോ അള്ളാഹു തന്നെ സൃഷ്ടിച്ചത്. അലി വഴിയിൽ നിന്നും മടങ്ങി വന്നപ്പോൾ അൽ അമീൻ ചോദിച്ചു, ഉപ്പ എന്തു പറഞ്ഞു? ഉപ്പയോട് ചോദിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അള്ളാഹു ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. ഒരിക്കൽ കഅബാലയത്തിനടുത്ത് വെച്ച് വറഖത്ത് ബിൻ നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. വറഖ പറഞ്ഞു, മൂസയെ സമീപിച്ച അതേ നാമുസ് തന്നെയാണ് താങ്കളെയും സമീപിച്ചത്. ഈ ജനതയുടെ തെറ്റായ വിശ്വാസാചാരങ്ങളെ എതിർക്കുമ്പോൾ ഈ ജനത താങ്കളെ ഈ നാട്ടിൽ നിന്നും ഓടിക്കും. അന്ന് ഞാനുണ്ടായിരുന്നെങ്കിൽ എന്റെ സമുദായം എന്നെ കൈയൊഴിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അതെ, താങ്കൾ കൊണ്ടുവന്നതുപോലുള്ള ദൗത്യവുമായി വന്നവർക്കെല്ലാം അത് തന്നെയാണ് അനുഭവം. അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. ഈ സംഭവം നടന്ന് ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ വറക്ക മരിച്ചുപോയി. പിന്നെ വഴിയെ കിട്ടാത്ത ദിവസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഹിറായിൽ പോയിരുന്നു. ഒരു ഫലവുമില്ല. ഒരിക്കൽ ഹിറായിൽ നിന്നും മടങ്ങുകയായിരുന്നു. പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു ശബ്ദം. നബി തങ്ങൾ മേൽപോട്ട് നോക്കി. ജിബ്രീൽ അലൈഹിസ്സലാം. എന്തൊരു രൂപം! പേടിച്ചു പോയി. പരിഭ്രമത്തോടെ ഓടി. ഖദീജ റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ വെപ്രാളം കണ്ടു ഞെട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കട്ടിലിൽ കയറി കടന്നു. ഖദീജ ബീവി പുതപ്പിട്ട് മൂടിക്കൊടുത്തു. അങ്ങനെ വഴിയിറങ്ങുന്നു. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ. ഹേ പുതപ്പിട്ട് മൂടിപ്പുതച്ച് കിടക്കുന്നവനെ, എഴുന്നേൽക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുതപ്പ് വലിച്ചെറിഞ്ഞ് എഴുന്നേറ്റിരുന്നു. വെളുത്ത മുഖം ചുവന്നു തൊടുത്തു. നെറ്റി വിയർപ്പിൽ കുളിച്ചു. വലിയ ഭാരം ചുമക്കുന്നത് പോലെ വിഷമിക്കുന്നു. അങ്ങനെ വഹ്യ് തുടരുന്നു. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക. നിന്റെ നാഥനെ മഹത്വപ്പെടുത്തുക. നിന്റെ വസ്ത്രം ശുദ്ധിയാക്കുക. മ്ലേച്ഛകരമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക. കൂടുതൽ തിരിച്ചു കിട്ടുവാൻ വേണ്ടി ജനങ്ങൾക്ക് ഔദാര്യം ചെയ്യാതിരിക്കുക. നിന്റെ നാഥന് വേണ്ടി ക്ഷമ കൈക്കൊള്ളുക. പ്രവാചക ദൗത്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ദിവ്യ സന്ദേശം. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള കൽപ്പന. മ്ലേച്ഛമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഉപദേശിക്കണം. എതിർപ്പുണ്ടായാൽ ക്ഷമിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ള കൽപ്പനയാണിത്. ആരെയാണ് വിളിക്കുക? ആരാണ് തന്റെ ക്ഷണം സ്വീകരിക്കുക? എന്തൊരു പരീക്ഷണം! ഭാര്യ സമീപം വന്നു നിന്നു. സ്നേഹപൂർവ്വം പറഞ്ഞു, ഇവിടെ കടന്നോളൂ, ഞാൻ പുതപ്പിട്ട് മൂടിത്തരാം. വിശ്രമിക്കൂ, ഒന്നുറങ്ങിക്കോളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. പതിവില്ലാത്ത നോട്ടം. അതിനുശേഷം വല്ലാത്തൊരു സ്വരത്തിൽ സംസാരിച്ചു. ഓ ഖദീജ, വിശ്രമത്തിന്റെയും ഉറക്കത്തിന്റെയും സമയം കഴിഞ്ഞുപോയി. അള്ളാഹു അവന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഖദീജ, ആരെയാണ് ഞാൻ ക്ഷണിക്കേണ്ടത്? ആരാണ് എന്റെ വിളി കേൾക്കുക? എന്തൊരു സ്വരം! എന്തൊരു ചോദ്യം! കൽബ് പൊട്ടുന്ന ചോദ്യം. ഒരു ഭാര്യ ഇതെങ്ങനെ സഹിക്കും? എന്റെ ഭർത്താവിന്റെ ഒരു അവസ്ഥ. എങ്ങനെയാണ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുക? എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക? ഈ വിളി ഞാൻ കേൾക്കുന്നു. എന്താണ് നീ പറഞ്ഞത്? അങ്ങയുടെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്തു കഴിഞ്ഞു. അള്ളാഹുവിനോ യാതൊരു പകരക്കാരനില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. പ്രവാചകന്റെ കണ്ണുകളിൽ തിളക്കം. ആ മുഖം പ്രസന്നമായി. വീട്ടിലെ വിശേഷങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു കുട്ടി എവിടെ ഉണ്ടായിരുന്നു? അലി, അബൂ ത്വാലിബിന്റെ മകൻ അലി. അബൂ ത്വാലിബിന് വയസ്സുകാലത്ത് പിറന്ന കുട്ടി. അലിയും ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 പേരായി. ഉമ്മു ഐമൻ എന്ന പരിചാരകയെ ഓർക്കുന്നില്ലേ? 6-ാം വയസ്സിൽ ഇസ്രിബിലേക്ക് പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി. അവൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുപോയിട്ടില്ല. ഇപ്പോഴും തന്നാലാവുന്ന സേവനങ്ങൾ ചെയ്ത് കൂടെ കഴിയുന്നു. ഉമ്മു ഐമൻ ഇന്ന് വാർദ്ധക്യത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു. അല്ലമീൻ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കും. അല്ലമീന്റെ ദീനിന്റെ പ്രചാരണത്തിന് അവർ സഹകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും ഉമ്മു ഐമനും വിശ്വസിച്ചു. മുഹമ്മദ് റസൂലാണെന്ന കാര്യത്തിലും സംശയമില്ല. അവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സഅദ് ബിൻ ഹാരിസ് എന്ന കുട്ടിയെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇപ്പോൾ ചെറിയ കുട്ടിയൊന്നുമല്ല, വളർന്നിരിക്കുന്നു. ആ ചെറുപ്പക്കാരനും ഇസ്ലാം മതം വിശ്വസിച്ചു. ഇവരെല്ലാം വീട്ടിൽ തന്നെ ഉള്ളവരാണ്. തന്റെ ആത്മസുഹൃത്താണ് അബൂബക്കർ. ബാല്യകാല സുഹൃത്ത്. കുടുംബകാര്യങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കും. പരസ്പര വിശ്വാസവും സ്നേഹവും അവരെ കൂടുതൽ അടുപ്പിച്ചു. അവർ ഒന്നിച്ചു യാത്ര ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ കൂറുകച്ചവടവും നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെ സ്നേഹിതന്റെ വീട്ടിൽ പോകാറുണ്ട്. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. സ്നേഹിതന്റെ ഭാര്യയാണ് ഉമ്മു റുമാൻ. അൽ അമീനോട് സ്നേഹവും ബഹുമാനവുമാണ്.
ഉമ്മയാണ് ഉമ്മുൽ ഖൈർ. അവർക്ക് അൽ അമീനെ പുത്രനെ പോലെയാണ്, അത്രയ്ക്കും സ്നേഹമാണ്. സ്നേഹിതന്റെ ഓമന മകളാണ് അസ്മാഉ ബീവി. തന്റെ വീട്ടിലെ അംഗങ്ങളെ പോലെ തന്നെയാണ് ഇവരെയെല്ലാം അൽ അമീൻ കണ്ടത്. അബൂബക്കർ എന്ന കച്ചവടക്കാരൻ കച്ചവടത്തിന് വേണ്ടി ദൂരദിക്കിൽ പോയിരുന്നു. മടങ്ങി വന്നാലുടനെ സ്നേഹിതനെ ചെന്ന് കാണുക പതിവാണ്. പതിവ് പോലെ സ്നേഹിതനെ കാണാൻ വന്നതായിരുന്നു. അപ്പോൾ അൽ അമീൻ അത്ഭുതകരമായ ആ വാർത്തകൾ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു. തനിക്ക് വഹിയിറങ്ങുന്നു. അടുത്ത ബന്ധുക്കളെ ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിക്കാൻ തന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അറബികളുടെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് മനമെടുത്ത ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. തന്റെ ജനതയെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ചിന്തിച്ചു കഴിയുകയായിരുന്നു. അപ്പോഴാണ് ഈ സന്തോഷ വാർത്ത കേൾക്കുന്നത്. കേട്ട് കഴിഞ്ഞപ്പോൾ ആകെ കൂരിത്തരിപ്പ്. ഹിറാ ഗുഹയിൽ നടന്ന സംഭവങ്ങൾ നബി തങ്ങൾ വിവരിച്ചു. വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞു. ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ മക്കക്കാർ എതിർക്കും. ആ എതിർപ്പിനെ നേരിടേണ്ടി വരും. പിന്നെ അവർക്കിടയിൽ ജീവിക്കാൻ കഴിയാതെ വരും. സന്ദേശം വിടേണ്ടതായി വരും. അതാണ് വറക്ക പറഞ്ഞതിന്റെ പൊരുൾ. ഇസ്ലാം ദീനിൽ ആരൊക്കെ വിശ്വസിച്ചു? കൂട്ടുകാരൻ അതറിയണം. എന്റെ പ്രിയ പത്നി ഖദീജ. കൂട്ടുകാരൻ ഖദീജയെ കുറിച്ചോർത്തു. സൽഗുണ സമ്പന്നയാണ് അവൾ. ധനികയായ വിധവ. പാവങ്ങളെ സഹായിക്കും. അഗതികളെ സ്നേഹിക്കും. തന്റെ കൂട്ടുകാരൻ 25-ാമത്തെ വയസ്സിൽ അവരെ വിവാഹം ചെയ്തു. താൻ അവരുടെ വീട്ടിൽ കൂടെ കൂടെ പോകാറുണ്ട്. അലി എന്ന കുട്ടിയാണ് മറ്റൊരു വിശ്വാസി. തന്റെ കൂട്ടുകാരന്റെ പോറ്റുമയാണ് ഉമ്മു ഐമൻ. സ്വന്തം മകനായി കരുതി വളർത്തിയതാണ്. ഉമ്മ മരിക്കുമ്പോൾ ഉമ്മു ഐമിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചതാണല്ലോ. വളർത്തുപുത്രൻ സയ്യിദും ഇസ്ലാം മതം വിശ്വസിച്ചിട്ടുണ്ട്. അൽ അമീനിനെ ഏറ്റവും ബന്ധപ്പെട്ടത് താനും തന്റെ കുടുംബവുമാണ്. ഇസ്ലാം മതം സ്വീകരിക്കാൻ തന്റെ കുടുംബാംഗങ്ങൾ ഇനിയൊട്ടും വൈകിക്കൂടാ. ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം വിശ്വസിച്ചു. അടുത്തൊരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നു. അന്ന് ഉമ്മുൽ ഖൈർ എന്ന വനിതയോട് സംസാരിച്ചു. അള്ളാഹു ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കും ഉമ്മ. ഉമ്മുൽ ഖൈറിന് അൽ അമീനെ വലിയ വിശ്വാസമാണ്. ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യമായിരിക്കും. ഇക്കാര്യവും സത്യം തന്നെ. അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. സ്നേഹസമ്പന്നയായ ഉമ്മുറുമാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാകാൻ കഴിയുന്നത് വളരെ സൗഭാഗ്യമായി അവർ കരുതുന്നു. ഉദാരമതിയും ദയാലുവുമാണ് തന്റെ ഭർത്താവ്. അദ്ദേഹത്തിന്റെ മക്കളെ പ്രസവിക്കാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യമാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഏറ്റവും നല്ല മനുഷ്യനാണ്. ജീവിതത്തിൽ ഒരു കള്ളം പോലും പറയാത്ത മാന്യനായ കൂട്ടുകാരൻ. അള്ളാഹു ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കും ഉമ്മുറുമാൻ. ഭർത്താവ് സ്നേഹപൂർവ്വം ഉപദേശിക്കുന്നു. ഭർത്താവിന്റെ കാൽപാദങ്ങളെ താനും പിന്തുടരും. അതിനൊരു സംശയവും വേണ്ട. ഉമ്മുറുമാൻ ഉറച്ച സ്വരത്തിൽ പ്രഖ്യാപിച്ചു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു പ്രകാശം. മാതാപിതാക്കൾക്കു പിറകെ പ്രിയപുത്രി അസ്മാവും വിശ്വാസികളുടെ കൂടെ ചേർന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് വല്ലാത്തൊരു സംതൃപ്തി. തന്റെ മാതാവും ഭാര്യയും പുത്രിയും ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞു. ഇതൊരു മഹാഭാഗ്യം തന്നെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ സഹായികളാകാൻ കഴിയുന്നതാണല്ലോ മഹാഭാഗ്യം. നിങ്ങൾ അസ്മാഉ ബീവിയെ മറന്നു കളയരുത്. പ്രസിദ്ധനായ സുബൈർ റളിയല്ലാഹു അൻഹു ആണ് അസ്മാഉ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചത്. പിൽക്കാലത്ത് അവർക്ക് വളരെയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതായി വന്നു. ഹിജ്റ പോകുമ്പോൾ അവർ ഗർഭിണിയായിരുന്നു. ഹിജ്റക്ക് ശേഷം അസ്മാഉ ബീവി റളിയല്ലാഹു അൻഹ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഹിജ്റക്ക് ശേഷം മുസ്ലിങ്ങൾക്കിടയിൽ നടന്ന ആദ്യത്തെ പ്രസവം. ആ കുട്ടി വളർന്നു വന്നു. ആ കുട്ടി ഇസ്ലാമിക ചരിത്രത്തിന് മറക്കാനാവാത്ത മഹാപുരുഷനായി തീർന്നു. ആരാണ് ആ മഹാപുരുഷൻ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? പറയാം. ആദ്യത്തെ 3 കൊല്ലം വളരെ രഹസ്യമായിട്ടായിരുന്നു ഇസ്ലാം മതപ്രബോധനം നടത്തിയത്. മക്കക്കാരുടെ ദുശ്ചെയ്തികളെയും അനാചാരങ്ങളെയും വെറുത്തിരുന്ന കുറെ ബുദ്ധിജീവികൾ അന്ന് മക്കയിലുണ്ടായിരുന്നു. അവർ ഓരോരുത്തരായി ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാം വളരെ മഹത്തായ സന്ദേശമാണെന്ന് അവർക്ക് ബോധ്യമായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, അതിന്റെ പ്രചാരണത്തിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും അവർ സന്നദ്ധരായി. അവരിൽ പ്രമുഖനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. കോമളനായ യുവാവ്, ധനികൻ, മികച്ച കച്ചവടക്കാരൻ, ഉന്നത കുലത്തിൽ ജനിച്ച വ്യക്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരൻ. ദീർഘമായൊരു കച്ചവടയാത്ര കഴിഞ്ഞ് മക്കയിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അല്പനേരത്തെ വിശ്രമത്തിനു ശേഷം കൂട്ടുകാരനെ കാണാൻ പോയി. പതിവിൽ കവിഞ്ഞ സന്തോഷത്തോടെ കൂട്ടുകാരനെ സ്വീകരിച്ചു. ഒടുവിൽ സത്യം നമ്മെ തേടിയെത്തിയിരിക്കുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂട്ടുകാരനോട് പറഞ്ഞു. സത്യം നമ്മെ തേടിയെത്തിയെന്നോ? എന്താണ്? വിശദമായി പറയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനെ നമ്മിലേക്ക് അയച്ചിരിക്കുന്നു. നാം പ്രവാചകന്റെ പ്രഥമ സഹായികളായി തീരണം. തുടർന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഹയിന്റെ കഥ വിവരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സന്ദേശത്തിന് വേണ്ടിയാണല്ലോ ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗം, രക്ഷയുടെ തീരം, പ്രകാശം പരന്ന പാത. മനസ്സ് കോരിത്തരിക്കുന്നു. എല്ലാ അനാചാരങ്ങളും അവസാനിപ്പിക്കണം. അന്ധവിശ്വാസങ്ങൾ തൂത്തെറിയണം. നമുക്ക് പ്രവാചകനെ സമീപിക്കാം, സത്യസാക്ഷ്യം വഹിക്കാം. എന്തു പറയുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. തീർച്ചയായും, ഇനി ഒട്ടും വൈകിക്കൂടാ. അവർ പ്രവാചക സന്നിധിയിലെത്തി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ കെലിമ ചൊല്ലി. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ അർപ്പിക്കാനുള്ള ത്യാഗബോധത്തോടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. മക്കയിലെ പേരെടുത്ത കച്ചവടക്കാരനാണ് അബുൽ കഅബ് ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ധനികനാണ്. മക്കക്കാരുടെ ദുഷിച്ച ആചാരങ്ങളോട് അദ്ദേഹത്തിന് വെറുപ്പാണ്. ഒരു നല്ല ജീവിത രീതി കാണാൻ ആഗ്രഹിച്ചു നടക്കുന്നു. അപ്പോഴാണ് ഇസ്ലാമിന്റെ വിളി കേട്ടത്. പിന്നെ ഒട്ടും താമസിച്ചില്ല. പ്രവാചകന്റെ ക്ഷണം സ്വീകരിച്ചു. ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതത്തിലേക്ക് പ്രവേശിച്ചു. ആദ്യത്തെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി അബ്ദുറഹ്മാൻ എന്നാക്കി.
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അങ്ങനെ പലരും ഇസ്ലാം മതത്തിൽ ചേർന്നു. അർക്കമിന്റെ വീട്ടിൽ വെച്ചാണ് ആദ്യഘട്ടത്തിൽ സ്വഹാബികൾക്ക് ഇസ്ലാം മത തത്വങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. 3 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഇസ്ലാം മതത്തിലേക്ക് പരസ്യമായി ആളുകളെ ക്ഷണിക്കാനുള്ള കൽപ്പന വന്നു. അടുത്ത ബന്ധുക്കളെ ക്ഷണിക്കുക. അടുത്ത ബന്ധുക്കളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത് എങ്ങനെ? വീട്ടിൽ വിരുന്നിന് ക്ഷണിക്കാം, അപ്പോൾ എല്ലാവരും വരും. അവരോട് ആ സമയത്ത് കാര്യം പറയാം. അങ്ങനെ ബന്ധുക്കളെയെല്ലാം വിരുന്നിന് ക്ഷണിച്ചു. സദ്യയുണ്ടാക്കി കാത്തിരുന്നു. സമയമായപ്പോൾ എല്ലാവരും വന്നു. കുടുംബക്കാരെല്ലാം പങ്കെടുത്ത സദസ്സ്. അബൂ ത്വാലിബും സഹോദരന്മാരും അവരുടെ സന്താനങ്ങളും വന്നിട്ടുണ്ട്. അവരോട് സത്യദീനിനെ കുറിച്ച് സംസാരിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബക്കാരെ, എനിക്ക് നിങ്ങളോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. സൃഷ്ടാവായ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു ഏകനാണെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കുക. ആളുകൾ പരസ്പരം നോക്കി. അതിനിടയിൽ തടിയനായ അബൂലഹബ് ചാടി എഴുന്നേറ്റു. നാശം, ഇത് പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? എന്താ, നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിക്കുകയാണോ? ഇറങ്ങിപ്പോകൂ. സദസ്സിലുള്ളവർ എഴുന്നേറ്റു. ഓരോരുത്തരായി എല്ലാവരും ഇറങ്ങിപ്പോയി. ആദ്യ ശ്രമം പരാജയപ്പെട്ടു. എങ്കിലും നിരാശനായില്ല. ഒരിക്കൽ കൂടി വിരുന്നിരിക്കാം. ഒരിക്കൽ കൂടി അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാം. വീണ്ടും വിരുന്നിന് ക്ഷണിച്ചു. എല്ലാവരും വന്നു ചേർന്നു. എന്റെ പ്രിയപ്പെട്ട ബന്ധുക്കളെ, സർവശക്തനായ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാൻ വീണ്ടും നിങ്ങളെ ക്ഷണിക്കുകയാണ്. അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല. ഞാൻ കൊണ്ടുവന്നതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം ഈ ജനതയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു അറബിയെയും ഞാൻ കണ്ടിട്ടില്ല. ഈ ലോകത്തെ വിജയത്തിനും പരലോക വിജയത്തിനും ഉപകരിക്കുന്ന സന്ദേശമാണ് ഞാൻ കൊണ്ടുവന്നത്. അതാണ് ദീനുൽ ഇസ്ലാം. അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ എന്റെ റബ്ബി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ ആരാണ് എന്നെ സഹായിക്കുക? പറയൂ, ദീനുൽ ഇസ്ലാമിനെ സഹായിക്കാൻ ആരുണ്ട്? ഈ തമാശ കേൾക്കാനാണോ നാം ഇവിടെ വന്നത്? എണീറ്റ് പോകൂ, ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു. അവർ പരിഹാസപൂർവ്വം ചിരിക്കുന്നു. ഇവനിതെന്തു പറ്റിപ്പോയി? പാവം, ചിലർ സഹതപിച്ചു. അപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദം കേട്ടു. എല്ലാവരും തിരിഞ്ഞു നോക്കി. ആ കുട്ടിയുടെ വാക്കുകൾ കൗതുകം പരത്തി. അള്ളാഹുവിന്റെ റസൂലേ, അങ്ങയെ സഹായിക്കാൻ ഞാനുണ്ട്. അങ്ങയുടെ കൂടെ ഞാൻ ഉറച്ചു നിൽക്കും. അബൂ ത്വാലിബിന്റെ മകൻ അലിയായിരുന്നു അത്. ആളുകൾ അലിയെയും അബൂ ത്വാലിബിനെയും മാറി മാറി നോക്കി. അവർ പരിഹാസപൂർവ്വം ചിരിക്കുന്നു. വൃദ്ധനായ അബൂ ത്വാലിബ് തലയും താഴ്ത്തി നടന്നുപോയി. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫാ മറവയുടെ മുകളിൽ കയറി. വാ സുഹാബ, വാ സുഹാബ. സഫാ മലയിൽ നിന്നും പ്രവാചകന്റെ ശബ്ദം. ഏതെങ്കിലും ഒരു ആപത്ത് വരുമ്പോഴാണ് മലയിൽ കയറി ഇങ്ങനെ വിളിച്ചു പറയുക. ഖുറൈശികൾ സഫാ മലയിലേക്ക് ഓടി. അതാ നിൽക്കുന്നു മുഹമ്മദ്. എന്തെങ്കിലും ആപത്ത് നേരിട്ടിരിക്കും. ധാരാളം ആളുകൾ തടിച്ചുകൂടി. ഖുറൈശി ഗോത്രത്തിന്റെ കൈവഴികളായ പല കുടുംബക്കാരും ആ കൂട്ടത്തിലുണ്ട്. അബ്ദുൽ മുത്തലിബ് വംശം, അബ്ദു മനാഫ് കുടുംബം, ബനു സുഹറ, ബനു തൈം, ബനു മഖ്സും, ബനു സഅദ്. എല്ലാവരും ആകാംക്ഷയോടെ അൽ അമീനെ നോക്കുന്നു. അൽ അമീൻ ചോദിച്ചു, ഈ മലയുടെ പിന്നിൽ നിങ്ങളെ ആക്രമിക്കാൻ ഒരു കുതിരപ്പട നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞങ്ങൾ വിശ്വസിക്കും. വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്കൊരു കാരണവുമില്ല. നീ അൽ അമീനാണ്. കള്ളം പറഞ്ഞതായി ഞങ്ങൾക്ക് അനുഭവമില്ല. എങ്കിൽ കേട്ടോളൂ, എന്റെ അടുത്ത കുടുംബങ്ങൾക്ക് പരലോക ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അബ്ദുൽ മുത്തലിബ് കുടുംബമേ, അബ്ദു മനാഫ് കുടുംബമേ, ബനു സുഹറ, ബനു തൈം, ബനു മഖ്സൂം, ബനു സഅദ്, നിങ്ങളെ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുക. അങ്ങനെ പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഈ ലോകത്തോ പരലോകത്തോ എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് നൽകാൻ എന്നെ കൊണ്ടാവില്ല. വളരെ ആവേശപൂർവ്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചത്. അനുകൂലമായ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. അബൂലഹബിന്റെ ശബ്ദം ആ മലഞ്ചെരുവിൽ മുഴങ്ങിക്കേട്ടു. നിനക്ക് നാശം! ഇതിനു വേണ്ടിയാണോ നീ മാന്യന്മാരെ വിളിച്ചു കൂട്ടിയത്? നശിച്ചവൻ, നാണമില്ലാത്തവൻ! പ്രവാചകൻ അത് കേട്ട് വിഷമിച്ചു പോയി. തനിക്കു നേരെ എത്ര ക്രൂരമായ പരിഹാസം! മുഖം തണുത്തുപോയി. ദുഃഖം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. നിസ്സഹായനായി നിന്നു. എന്തൊരു നിരാശ! മലഞ്ചെരുവിൽ തടിച്ചുകൂടിയവർ പിരിഞ്ഞുപോയി. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. വഹി ഇറങ്ങുന്നു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചു പോട്ടെ. അവ നശിച്ചു. അവന്റെ സമ്പത്തോ സമ്പാദ്യങ്ങളോ അവനെ ഉപകരിക്കുകയില്ല. കാത്തിരുന്നോളൂ, കത്തിക്കാളുന്ന നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഇസ്ലാം മതത്തിന്റെ പ്രചാരണം തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരാണെന്ന് ഖുറൈശികൾ നേരത്തെ തന്നെ മനസ്സിലാക്കി. തങ്ങളുടെ ഇതുവരെയുള്ള ചെയ്തികളെല്ലാം മാറ്റേണ്ടി വരും. ഷിർക്കിന്റെ സകല കവാടങ്ങളും അടക്കപ്പെടും. അത് സഹിക്കാൻ അവരുടെ അഹങ്കാരം അനുവദിച്ചില്ല. ശക്തി ഉപയോഗിച്ച് ഇസ്ലാമിനെ തകർക്കാൻ ഖുറൈശികൾ തീരുമാനിച്ചു. കടുത്ത മർദ്ദനങ്ങൾ തുടങ്ങി. ഇസ്ലാം മതം സ്വീകരിച്ചവരേക്ക് കഠിനമായി മർദ്ദിക്കാൻ ആരംഭിച്ചു. ഈ മർദ്ദനം മറ്റുള്ളവർക്ക് പാഠമായി തീരണം. ഇനി ഒരാൾക്കും ഇസ്ലാം സ്വീകരിക്കാൻ കൊതി തോന്നരുത്. വേദനാജനകമായ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു. കഠിന മർദ്ദനത്തിന്റെ കെട്ടുകഥകളുമായിട്ടാണ് ഓരോ പ്രഭാതവും വിടർന്നത്. അങ്ങനെ ത്യാഗത്തിന്റെ ഇതിഹാസങ്ങൾ രചിക്കപ്പെടുകയായി. ഖുറൈശി പ്രമുഖന്മാരിൽ ചിലർ അബൂ ത്വാലിബിനെ കാണാൻ വന്നു. അവരുടെ ആഗമനത്തിൽ എന്തോ പന്തികേടുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. ഗൗരവം നിറഞ്ഞ മുഖഭാവത്തോടെ അവർ ഇരുന്നു. എന്താണ് എല്ലാവരും കൂടി ഇറങ്ങിയത്? വല്ല വിശേഷവും? അബൂ ത്വാലിബ് പതിയെ ചോദിച്ചു. വിശേഷങ്ങൾ താങ്കൾ അറിയുന്നുണ്ടല്ലോ. സഹോദരപുത്രൻ നാട്ടിലുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ. അബൂ ത്വാലിബിന് കാര്യം മനസ്സിലായി. ഞങ്ങൾ ഗൗരവമായി ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് താങ്കളെ അറിയിക്കുകയാണ്. നമ്മുടെ പൂർവികർ പിൻപറ്റിപ്പോന്ന ദൈവങ്ങളേക്ക് മുഹമ്മദ് തള്ളിപ്പറയുന്നു. അവൻ പുതിയൊരു മതവുമായി വന്നിരിക്കുന്നു. ഇങ്ങനെ പോയാൽ നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാകും. ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോവാൻ അനുവദിക്കരുത്. അവനെ തടയാൻ നിങ്ങളെ കൊണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുതരിക. വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം. എന്ത് പറയുന്നു താങ്കൾ? ഞാൻ അവനോട് പറഞ്ഞു നോക്കാം, അബൂ ത്വാലിബ് പറഞ്ഞു.
പറഞ്ഞതുകൊണ്ടായില്ല, പറഞ്ഞു പിന്തിരിപ്പിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്മാറുന്നില്ലെങ്കിൽ അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം. ഞങ്ങൾ തൽക്കാലം പോകുന്നു, പിന്നീട് വരാം. ഖുറൈശി നേതാക്കൾ ഇറങ്ങിപ്പോയി. മനസ്സമാധാനമില്ലാത്ത നിലയ്ക്കാണ് അവർ പോയത്. അബൂ താലിബ് ഏറെ വിഷമിച്ചു. സഹോദരപുത്രനെ ഈ പ്രവൃത്തിയിൽ നിന്നും എങ്ങനെ പിന്തിരിപ്പിക്കും? പറഞ്ഞാൽ കേൾക്കുമോ? കേട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഫലം? ഖുറൈശികൾ ആക്രമിക്കും. അവരുടെ ആക്രമണത്തിൽ നിന്ന് അവനെ രക്ഷിക്കാൻ തന്നെ കൊണ്ടാകുമോ? മോനെ, അബൂ താലിബ് നബി തങ്ങളെ വിളിച്ചു. നബി തങ്ങൾ വിളി കേട്ട് വേഗം വന്നു. മോനോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. മോൻ മനസ്സ് വെച്ച് കേൾക്കണം. ഞാനൊരു വൃദ്ധനാണ്. നിന്നെ രക്ഷിക്കാനുള്ള കഴിവ് എനിക്കില്ല. നിന്റെ ഇപ്പോഴത്തെ ഈ പ്രവർത്തനം നിർത്തിയില്ല എങ്കിൽ ഖുറൈശികൾ നിന്നെ ഉപദ്രവിക്കും. അവരുടെ ആക്രമണത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ എന്നെ കൊണ്ടാവുകയില്ല. നീ അത് മനസ്സിലാക്കണം. അബൂ താലിബിന്റെ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ വിഷമിപ്പിച്ചു. വൃദ്ധനായ പിതൃവ്യൻ താൻ കാരണം ആശങ്കയിലാണ്. ഖുറൈശികൾ അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിക്കുകയാണ്. എന്ന് വെച്ച് തന്റെ ദൗത്യം അവസാനിപ്പിക്കാൻ പറ്റുമോ? പരസ്യമായി ഇസ്ലാം മത പ്രചാരണം നടത്താൻ തന്നെ നിയോഗിച്ചത് സർവശക്തനായ അള്ളാഹു ആകുന്നു. ജനങ്ങൾക്ക് സന്മാർഗത്തിന്റെ പ്രകാശം കാണിച്ചു കൊടുക്കണം. അവരെ സത്യദീനിലേക്ക് ക്ഷണിക്കണം. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അബൂ താലിബിന് പ്രയാസമുണ്ടാകുന്നത് കൊണ്ട് പ്രവാചക ദൗത്യം നിർത്തിവെക്കാൻ പറ്റുമോ? തന്റെ കടമ താൻ തന്നെ നിർവഹിക്കണമല്ലോ. വികാരഭരിതനായി പോയി. അതൊരു ഉറച്ച നിലപാടായിരുന്നു. അബൂ താലിബിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സഹോദരപുത്രൻ പ്രഖ്യാപിച്ചു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവരെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. സൂര്യനെ എന്റെ വലത് കൈയിലും ചന്ദ്രൻ ഇടത് കൈയിലും വെച്ച് തന്നാൽ പോലും ഞാൻ ഈ ദൗത്യത്തിൽ നിന്നും പിന്തിരിയുകയില്ല. അബൂ താലിബ് ഞെട്ടിപ്പോയി. എന്തൊരു ധീരമായ മറുപടി! തന്റെ സഹോദരപുത്രനെ ഈ ശ്രമത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ബോധ്യമായി. വികാരാവേശത്തോടെ അബൂ താലിബ് പറഞ്ഞു, വേണ്ട മോനെ, വേണ്ട മോനെ, നിനക്ക് നന്മയെന്ന് തോന്നുന്നത് നീ പ്രവർത്തിച്ചുകൊള്ളൂ. നിന്നെ ഒരാൾക്കും പിന്തിരിപ്പിക്കാനാവില്ല. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയുമില്ല. എന്റെ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം ഞാൻ നിന്നെ സംരക്ഷിക്കും. ഈ വൃദ്ധൻ നിന്റെ പിന്നിലുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറെ ആശ്വാസം തോന്നി. ഇത് വളരെ ബലമുള്ളൊരു അത്താണി തന്നെ. സഹോദരപുത്രൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. എന്നിട്ടും ആ വാക്കുകൾ കാതിൽ മുഴുകുന്നു. അവനെ പിന്തിരിപ്പിക്കാൻ ഒരാൾക്കുമാവില്ല. ഖുറൈശികൾ ഏതാനും ദിവസങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു. അബൂ താലിബിന്റെ വാക്കുകൾ സഹോദരപുത്രൻ അനുസരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആ പ്രതീക്ഷ തെറ്റി. മുഹമ്മദ് മതപ്രചരണം തുടരുകയാണ്. പലരും ഇസ്ലാം മതത്തിൽ ചേർന്നുകൊണ്ടിരുന്നു. ചേർന്നവരാരും മടങ്ങുന്നില്ല. മർദ്ദനങ്ങൾ കൊണ്ട് പ്രയോജനവും കാണുന്നില്ല. അബൂ താലിബിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടും പ്രയോജനം വന്നില്ല. ഇനി എന്താണ് വഴി? ഒന്നുകിൽ പണം കൊടുത്ത് പിന്തിരിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റു രീതിയിൽ സ്വാധീനിക്കുക. അതിനുവേണ്ടി സമർത്ഥനായ ഒരാളെ വിടാം. സമർത്ഥനായ ഉത്ബത്ത് ബിൻ റബീഅയെ അയക്കാൻ ഖുറൈശികൾ തീരുമാനിച്ചു. വേണ്ട ഉപദേശങ്ങൾ നൽകി ഖുറൈശികൾ ഉത്ബത്തിനെ പറഞ്ഞയച്ചു. കാര്യം നേടുമെന്ന പ്രതീക്ഷയിൽ ഉത്ബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. എന്തൊക്കെയുണ്ട് മുഹമ്മദ് വിശേഷങ്ങൾ? ഉത്ബത്ത് വളരെ സ്നേഹഭാവത്തിൽ ചോദിച്ചു. സന്തോഷം തന്നെ. ഉത്ബത്ത്, സുഖം തന്നെയാണോ? എനിക്ക് സുഖം തന്നെ. ഇപ്പോൾ ഈ വരവിന് പ്രത്യേകിച്ച് ലക്ഷ്യം വല്ലതുമുണ്ടോ? അതെ, അല്പം സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. ഖുറൈശി നേതാക്കൾ പറഞ്ഞയച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ നാട്ടിൽ സമാധാനം നിലനിൽക്കണം. പരസ്പരം വെറുപ്പും മത്സരവും വേണ്ട. അതിന് താങ്കൾ ഈ പുതിയ മതപരിവർത്തനം നിർത്തണം. അതിന് ഞങ്ങൾ ചില വ്യവസ്ഥകൾ അംഗീകരിക്കാം. വ്യവസ്ഥകളോ? അതെന്താണ്? താങ്കൾ എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും ഖുറൈശികൾ അത് നിർവഹിച്ചു തരും. പറഞ്ഞോളൂ, എന്ത് വേണം? ധാരാളം പണം വേണോ? അതോ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യണോ? ചെയ്തു തരാം. ഇവിടെ ഒരു ഭരണാധികാരിയാക്കണമെന്നുണ്ടോ? നിങ്ങളെ ഞങ്ങൾ രാജാവായി അംഗീകരിക്കാം. ഈ പുതിയ തത്വങ്ങൾ പറഞ്ഞു നടക്കുന്നത് വല്ല അസുഖങ്ങളും പിടിപെട്ടതുകൊണ്ടാണോ? എങ്കിൽ ആ രോഗത്തിന് നമുക്ക് ചികിത്സയും നടത്താം. പറഞ്ഞോളൂ, എന്ത് വേണം? ഉത്ബത്ത് പറഞ്ഞു നിർത്തി. പ്രതികരണത്തിന് കാത്തുനിന്നു. സഹോദര, താങ്കൾ എന്താണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ എന്നോട് കൽപ്പിച്ചു. ഞാനത് നിർവഹിക്കുന്നു. അവൻ എനിക്ക് വഹി ഇറക്കുന്നു. ദീനിനു പകരം താങ്കൾ പറഞ്ഞ സംഗതികൾ സ്വീകരിക്കണമെന്നാണോ? സാധ്യമല്ല. അള്ളാഹുവിന്റെ വചനങ്ങൾ ശ്രദ്ധിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൽ നിന്നും ഏതാനും ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. എന്താണിത്? എന്താണ് കേൾക്കുന്നത്? ഇതൊരു മനുഷ്യ വചനങ്ങളല്ല. ഇതൊരു കവിതയുമല്ല. ഇത് ഗദ്യവുമല്ല. ഉബൈദ് കിടുകിടുത്തു പോയി. എന്തൊരു സാഹിത്യം, എന്തൊരു കരുത്ത്! മനുഷ്യ മനസ്സിനെ ആടിയുലക്കാൻ പോകുന്ന വചനങ്ങൾ. വഹി വളരെ മഹത്തരമാണെന്ന് ഖുറൈശികളോട് പറയണം. അവരും ഇത് വന്ന് കേൾക്കട്ടെ, ഇത് ഉൾക്കൊള്ളട്ടെ. ഇതുവരെ മുഹമ്മദിനെ പറ്റി പറഞ്ഞതൊന്നും ശരിയല്ല. അത് ഖുറൈശികൾ അറിയട്ടെ. ഉത്ബത്ത് പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോയി. ഖുറൈശികൾ കാത്തിരിക്കുകയായിരുന്നു. ഉത്ബത്തിനെ കണ്ടപ്പോൾ തന്നെ ഖുറൈശികളുടെ ആവേശം തണുത്തു. പോയ മുഖഭാവമായിട്ടല്ല മടങ്ങി വരുന്നത്. ഖുറൈശി സഹോദരന്മാരെ, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. മുഹമ്മദ് പാരായണം ചെയ്യുന്നത് വെറും കവിതയല്ല, അതിനേക്കാൾ വളരെ മഹത്തായതാണ്. മുഹമ്മദിനെ വെറുതെ വിട്ടേക്കൂ. നീയൊരു ബുദ്ധിമാനാണെന്ന് കരുതിയാണ് നിന്നെ പറഞ്ഞയച്ചത്. നീയൊരു മണ്ടനായി പോയല്ലോ. അവന്റെ വാക്കുകളിൽ നീ കുടുങ്ങിപ്പോയല്ലോ. പാവം. ബുദ്ധിമാനായ ഉത്ബത്തിനെ ഖുറൈശികൾ തള്ളിക്കളഞ്ഞു. തങ്ങൾ സ്വീകരിച്ച 2 മാർഗങ്ങളും വിജയിച്ചില്ല. ഇനി ശക്തിയുടെ മാർഗം മാത്രമേ ബാക്കിയുള്ളൂ. ഇസ്ലാം മതം സ്വീകരിക്കുന്നവരെ ശക്തി കൊണ്ട് നേരിടുക. ഏകനായ അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചവരെ തകർത്ത് തരിപ്പണമാക്കാൻ ഖുറൈശി പ്രമുഖന്മാർ പദ്ധതികൾ തയ്യാറാക്കി. അബുൽ ഹക്കം എന്നു പേരുള്ള അബൂജഹൽ, കുപ്രസിദ്ധനായ നേതാവ്. അങ്ങനെ ഇസ്ലാം മതം വിശ്വസിച്ചവരെ അടിച്ചൊതുക്കാനുള്ള ഒരുക്കം. മർദ്ദനത്തിന്റെ നാളുകൾ വരവായി. സനീറ എന്ന പെൺകുട്ടി. അടുക്കളയിൽ തളച്ചിടപ്പെട്ട ജീവിതം. യജമാനന്റെ സമ്മതമില്ലാതെ പുറത്തിറങ്ങാനാവില്ല.
എല്ലാ യജമാനന്മാരുടെയും. സൃഷ്ടാവിനെ കുറിച്ച് കേട്ടപ്പോൾ സെനീറയുടെ കൽബ് തുടിച്ചു. ഏകനായ അള്ളാഹു, മനുഷ്യരെല്ലാം അവന്റെ സൃഷ്ടികൾ, ആ നിലയിൽ എല്ലാവരും സഹോദരങ്ങൾ. സാഹോദര്യത്തിന്റെ സന്ദേശവുമായി വന്ന പ്രവാചകൻ, ആ പ്രവാചകൻ ഉരുവിടുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ, അത് കേട്ടാൽ മനുഷ്യൻ കോരിത്തരിക്കും. മനുഷ്യ മനസ്സിൽ കൊടുങ്കാറ്റടിക്കും. എല്ലാം പറഞ്ഞു കേട്ട കാര്യങ്ങൾ കേട്ടപ്പോൾ ആ പ്രവാചകനെ കാണാൻ വല്ലാത്തൊരു മോഹം തോന്നി. ഉപദേശം കേൾക്കാൻ കൊതിയാകുന്നു. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കേൾക്കണം. അടുക്കളയിൽ റൊട്ടി ചുടുമ്പോഴും ഇറച്ചി പൊരിക്കുമ്പോഴുമെല്ലാം ആ ഒരൊറ്റ ചിന്ത മാത്രം. പ്രവാചകൻ അർക്കമിന്റെ വീട്ടിലാണെന്നറിയാം. കാണണമെങ്കിൽ അവിടെ പോകണം. യജമാനന്മാരുടെ ശ്രദ്ധയിൽപ്പെടാതെ എങ്ങനെ പോകും? പോകാതിരിക്കാൻ വയ്യ. മനസ്സ് തുടിക്കുന്നു. ഒരു നാൾ ആരും അറിയാതെ വീട്ടിൽ നിന്നിറങ്ങി ഒരൊറ്റ നടത്തം. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പ്രവാചക സന്നിധിയിലെത്തി. പ്രവാചകനെ കണ്ടു. ആ വചനങ്ങൾ കേട്ടു. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കേട്ടു. സെനീറയുടെ കൽബ് ആടിയുലഞ്ഞു. വയ്യ, സഹിച്ചു നിൽക്കാനാവില്ല. സത്യസാക്ഷ്യം വഹിക്കാൻ ഇനി വൈകിക്കൂടാ. ഉടനെ പ്രഖ്യാപിച്ചു, അള്ളാഹു ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെ സെനീറ സത്യവിശ്വാസം കൊണ്ടു. ഇനിയൊരു ശക്തിക്കും സെനീറയെ പിന്തിരിപ്പിക്കാനാവില്ല. സൂക്ഷിക്കണം, വിശ്വസിച്ച കാര്യം പരസ്യമാക്കരുത്. സമ്മതിച്ചു. തിരിച്ചു പോന്നു. ആരും കണ്ടില്ല, പിടിക്കപ്പെട്ടില്ല. പതിവ് പോലെ ജോലികൾ തുടർന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും മോഹം. പ്രവാചക സന്നിധിയിൽ പറന്നെത്തണം. സഹിക്കുന്നില്ല. ആയത്തുകൾ കേൾക്കണം. തൗഹീദിന്റെ മഹാശക്തി തന്നെ നയിക്കുന്നു. വീട്ടിൽ നിന്നിറങ്ങി വഴിയിൽ നോക്കി. ഒരാൾക്കും സംശയം നൽകാതെ നടന്നു. പ്രവാചക സന്നിധിയിലെത്തി. പറഞ്ഞറിയിക്കാനാവാത്ത ആഹ്ലാദം. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, ദിവ്യമായ അനുഭൂതി. അതിൽ ലയിച്ചിരുന്നു പോയി. വീണ്ടും മടക്കം. പിടിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു. പലതവണ ഇത് ആവർത്തിച്ചു. ആ ആവർത്തനം ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ പിന്തുടർന്നു. അങ്ങനെ പിടിയിലായി. സെനീറ പിടിക്കപ്പെട്ടു. സെനീറയുടെ സത്യവിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടു. കഠിനമായ പരീക്ഷണം. യജമാനന്മാർ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, നീ അവനെ തള്ളിപ്പറയണം. അവന്റെ ദീനിൽ നിന്നും നീ മടങ്ങണം. നിന്നെ ശിക്ഷിക്കില്ല. ഞാൻ സത്യമെന്നും സ്വീകരിച്ചു. സത്യത്തിൽ നിന്നും ഇനിയൊരു മടക്കമില്ല. എന്നെ വെറുതെ വിടൂ. നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. നീ അവന്റെ മതത്തിൽ നിന്നും മടങ്ങുന്നതുവരെ വേദന അനുഭവിക്കും. ഇനി എനിക്കൊരു മടക്കമില്ല. അടിയുടെ ശബ്ദം മുഖത്തും ശിരസിലും കരങ്ങളിലും. മടങ്ങുമെന്ന് പറയൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ക്രൂരന്മാരുടെ കരങ്ങൾ ഇടതടവില്ലാതെ ചലിച്ചുകൊണ്ടിരുന്നു. വിശ്വാസത്തിന് നേരെയുള്ള അതിക്രമം. മക്ക പട്ടണത്തിൽ പലവിധ വിശ്വാസക്കാരുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരു ഇലാഹില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും വിശ്വസിച്ചാൽ മർദ്ദിക്കും. അങ്ങനെ അബൂജഹൽ വരുന്നു. ക്ഷീണിച്ചവശയായ സെനീറയെ അവൻ നോക്കി. തീപാറുന്ന കണ്ണുകൾ. നീ അവന്റെ മതത്തിൽ നിന്നും പിന്മാറുന്നുണ്ടോ? ഇടിവെട്ടും പോലെയുള്ള ശബ്ദം. ഇല്ല. ഇല്ലേ? ഇല്ല. കൈ ആഞ്ഞു വീശി ഒറ്റയടി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. കറങ്ങി കറങ്ങി താഴെ വീണു. വിരലുകൾ കണ്ണിൽ പതിഞ്ഞു. ഇരുട്ട്. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുവെന്ന് സെനീറക്ക് തോന്നി. അല്ലാഹ്, അല്ലാഹ്. ശക്തനായ അബൂജഹൽ ദുർബലയായ ഒരു പെൺകുട്ടിയുടെ വിശ്വാസത്തിന് മുന്നിൽ പരാജയപ്പെടുന്നുവെന്ന അത്ഭുതകരമായ കാഴ്ചയാണ് ചരിത്രം കണ്ടത്. ഇതുപോലെ എത്രയെത്ര പെൺകുടിമാർ. അബ്ദുൽ മുത്തലിബിന്റെ മകൾ സഫിയ, പ്രവാചകന്റെ കുടുംബാംഗം, തിരുമേനിയുടെ അമ്മായി. സഫിയ ബുദ്ധിമതിയായിരുന്നു. തന്റെ സഹോദരപുത്രന്റെ വാക്കുകളിൽ അവർക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല. സഫിയ റളിയല്ലാഹു അൻഹ ഇസ്ലാം മതം സ്വീകരിച്ചു. അതോടെ കൊടിയ മർദ്ദനങ്ങളും ആരംഭിച്ചു. കുടുംബ മഹിമയൊന്നും അക്കാര്യത്തിൽ പരിഗണിക്കപ്പെട്ടില്ല. ശത്രുക്കളുടെ ആക്രമണം കാരണം അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാതെയായി. ബിലാൽ ഇബ്നു റബാഹ്, അബ്സീനിയക്കാരനായ അടിമ. നല്ല സ്വരമാണ്, കേട്ടു നിന്നു പോകും. ക്രൂരനായ ഉമയ്യത്ത് ബിനു ഖലഫിന്റെ അടിമയായി ജീവിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. എത്ര ജോലി ചെയ്താലും മർദ്ദനം, പിന്നെ തെറിവിളി. മടുത്തു. അപ്പോഴാണ് ആ സുന്ദര ശബ്ദം കേട്ടത്. ഏകനായ അള്ളാഹുവിലേക്കുള്ള ക്ഷണം. ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന സകല കർമ്മങ്ങൾക്കും പ്രതിഫലം നൽകപ്പെടുന്ന പരലോകത്തെക്കുറിച്ചുള്ള അറിവ്. അത്ഭുതം തോന്നി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം കണ്ട് നോക്കി നിന്നു. ഇത് സത്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ തന്നെ, ഒരു സംശയവുമില്ല. ബിലാൽ തന്റെ യജമാനനെ മറന്നു, മറ്റുള്ളവരെ മറന്നു. അള്ളാഹുവിലും അന്ത്യപ്രവാചകനിലും വിശ്വസിച്ചു. വിശ്വാസം കുറെ നാൾ രഹസ്യമായി വെച്ചു. പിന്നെ രഹസ്യം ചോർന്നുപോയി. ഉമയ്യത്ത് ബിനു ഖലഫ് തന്റെ അടിമയെ പിടികൂടി. ഇസ്ലാം മതം കൈവെടിയണം. ഞാനാണ് കൽപ്പിക്കുന്നത്, നിന്റെ യജമാനൻ കൽപ്പിക്കുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്യുന്നുണ്ട്. വിശ്വസ്തനായ അടിമയാണ് ഞാൻ. എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിലും. എന്നെ വെറുതെ വിടൂ. എന്റെ വിശ്വാസം കൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടവും വരില്ല, തീർച്ച. എടാ ധിക്കാരി, നിന്റെ വിശ്വാസം ഞാൻ തകർക്കും. നീ ഇസ്ലാം ദീൻ വിശ്വസിക്കാൻ പാടില്ല. നീ ലാത്തയിൽ വിശ്വസിക്കണം. തയ്യാറുണ്ടോ? ഏകനായ അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പാടില്ല. ആ വിശ്വാസം നീ കൈവെടിയണം. ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. വീണ്ടും മർദ്ദനം. ശരീരം ആസകലം മർദ്ദനം. ക്ഷീണിച്ച അവശനായി ബിലാൽ താഴെ വീണു. അപ്പോൾ ഒരു ചോദ്യം, നീ മടങ്ങാൻ തയ്യാറുണ്ടോ? അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവൻ. ക്രൂരന്മാർ ബിലാലിനെ വലിച്ചഴിച്ചു കൊണ്ടുപോയി. നട്ടുച്ച നേരം. മണൽക്കാട് ചുട്ടുപൊള്ളുന്നു. ബിലാലിന്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ പിഴുതെറിഞ്ഞു. ആ മനുഷ്യ ശരീരം പതയ്ക്കുന്ന മണലിൽ മലർത്തി കിടത്തി. കിടന്ന് പുളയാൻ തുടങ്ങി, പുഴുവിനെ പോലെ. അനങ്ങാത്ത് കിടക്കടാ. ക്രൂരമായ കൽപ്പന. വലിയ കല്ലുകൾ കൊണ്ടുവന്നു. അവ ബിലാലിന്റെ മാറിൽ കയറ്റി വെച്ചു. ഭാരം കൊണ്ട് അനങ്ങാൻ വയ്യ. ശരീരം ചുട്ടുപൊള്ളുന്നു. മരുഭൂമിയിൽ നിന്നും കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം പരന്നു. ആരോഗ്യവാനായ ബിലാൽ തളരുന്നു. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. മർദ്ദനം കാണാൻ ധാരാളം ആളുകൾ കൂടിയിട്ടുണ്ട്. അവർ മർദ്ദകരെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഒരാൾ തിക്കിക്കയറി കടന്നു വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
ഈ മർദ്ദനം കണ്ട് സഹിക്കാനാവുന്നില്ല. ഉമയ്യത്തിനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, ഈ അടിമയെ നിങ്ങൾ വിൽക്കുന്നുണ്ടോ? വിൽക്കാം, നല്ല വില തരണം. വില പറഞ്ഞോളൂ. വില പറഞ്ഞു. അങ്ങനെ കച്ചവടവും ഉറപ്പിച്ചു. ബിലാലിനെ വിലക്ക് വാങ്ങി. ഇപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അധീനതയിലാണ്. ബിലാൽ, ഇന്നു മുതൽ താങ്കൾ അടിമയല്ല, താങ്കളെ ഞാൻ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. ഈ സൽക്കർമ്മത്തിന് മതിയായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ബിലാലിന് ഇസ്ലാം മതത്തിൽ ഉന്നത സ്ഥാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅദ്ദിൻ എന്ന പേരിൽ ബിലാൽ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. ത്യാഗത്തിന്റെ ഇതിഹാസമാണ് ഖബ്ബാബിന്റെ ജീവിതം. ഉമ്മു അൻമാർ എന്ന ക്രൂരിയായ സ്ത്രീയുടെ അടിമ. പകലന്തിയോളം പണിയെടുക്കണം, മൃഗത്തെ പോലെ. അവകാശങ്ങളൊന്നുമില്ല, അടിമയല്ലേ. അള്ളാഹുവിന്റെ ദീനിലേക്കുള്ള വിളി കേട്ടു. സാഹോദര്യത്തിന്റെ മതം, സമത്വത്തിന്റെ മതം. തന്നെ സൃഷ്ടിച്ച അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ റസൂലിലും വിശ്വസിക്കുക. ഖബ്ബാബ് സത്യമതം സ്വീകരിച്ചു. ഉമ്മു അൻമാർ ആ വിവരം അറിഞ്ഞു. ഖബ്ബാബിനെ വിളിച്ചു. ഞാൻ നിന്റെ യജമാനയാണ്. നീ മുഹമ്മദിന്റെ മതം ഉപേക്ഷിക്കണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. സ്വീകരിക്കുന്നുണ്ടോ? ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വിനീതമായി മറുപടി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ യജമാനത്തി, ഞാൻ അടിമ. നിങ്ങൾ കൽപ്പിക്കുന്ന ജോലി ഞാൻ ചെയ്യും. എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കാൻ എന്നെ അനുവദിക്കണം. ധിക്കാരി, നിന്നെ അടിച്ച് തകർത്ത് കളയും. അടിയുടെ ശബ്ദം, തൊഴിയുടെ ശബ്ദം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല. നീ മടങ്ങുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഖുറൈശി പ്രമുഖന്മാർ ഒരുമിച്ച് കൂടി കടുത്ത ശിക്ഷ നൽകുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. ഒരു തീരുമാനത്തിലെത്തി. കൽക്കരി കൊണ്ടുവന്ന് കത്തിച്ച് ആ കനലിൽ മലർത്തി കിടത്തുക. ശരീരം തീക്കനലിൽ കടന്ന് ഉരുകുമ്പോൾ ഇസ്ലാമിൽ നിന്ന് മടങ്ങിക്കോളും. അങ്ങനെ കൽക്കരി കൊണ്ടുവന്നു നിരത്തിയിട്ടു കത്തിച്ചു. നല്ല കനൽ, അടുത്തു നിൽക്കാൻ വയ്യ. എന്തൊരു ചൂട്! ഖബ്ബാബിനെ പിടിച്ചു കൊണ്ടുവന്ന് തീക്കനലിൽ കിടത്തി. ഒരു ഭീകരൻ ഓടി വന്നു. ഖബ്ബാബിന്റെ മാറിടത്തിൽ കയറി നിന്നു. അനങ്ങാൻ വയ്യ. മനുഷ്യമാംസം വെന്തു കരിയുന്ന ഗന്ധം പരന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനകർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ശരീരം വെന്തുരുകി നീരൊഴുകുന്നു. ആ നീര് തട്ടി തീക്കനൽ അണയുന്നു. പൊള്ളിവ്രണമായ ശരീരവുമായി ഖബ്ബാബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. പിന്നീട് മുറിവുകൾ ഉണങ്ങി. വലിയ വെളുത്തപ്പാട് ശരീരത്തിന് പിൻഭാഗത്ത് കാണാം. ത്യാഗത്തിന്റെ മുദ്രകൾ. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ തിളങ്ങുന്ന നാമം. പിൽക്കാലത്ത് സത്യവിശ്വാസികൾ അത്ഭുതത്തോടെ ഖബ്ബാബിനെ നോക്കുമായിരുന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ കരുത്തോർത്ത് കാലഘട്ടം വിസ്മയം കൊള്ളുന്നു. പീഡനങ്ങളും മർദ്ദനങ്ങളും നടത്തുമ്പോൾ ശത്രുക്കൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു: മരണം സംഭവിക്കാതിരിക്കാൻ. അടിമകൾ മരിച്ചുപോയാൽ അത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. സ്വതന്ത്രരാണ് കൊല്ലപ്പെടുന്നെങ്കിൽ അവരുടെ കബീലക്കാർ കലഹത്തിന് വരും. അത് ആഭ്യന്തര കുഴപ്പങ്ങൾക്ക് കാരണമാകും. ഇസ്ലാമിനും മുഹമ്മദിനും ഗുണമായി അത് ഭവിക്കുകയും ചെയ്യും. എല്ലാം വളരെ ശ്രദ്ധാപൂർവമായിരുന്നു. ബനു മഖ്സൂം ഗോത്രം. ആ ഗോത്രക്കാർ ബിംബാരാധകരാണ്. ഏതൊരു കാര്യത്തിനിറങ്ങുമ്പോഴും അവർ ബിംബങ്ങളെ കണ്ട് വണങ്ങുമായിരുന്നു. ആ ഗോത്രക്കാരുടെ അടിമകളായിരുന്നു യാസിറും കുടുംബവും. യാസിർ യമൻ സ്വദേശിയാണ്. മക്കത്ത് വന്ന് താമസമാക്കി. യാസിറിന്റെ ഭാര്യ സുമയ്യ, മക്കൾ അമ്മാർ, അബ്ദുള്ള, എല്ലാവരും അടിമകൾ. ഗോത്രത്തിനു വേണ്ടി പണിയെടുക്കുക, അതാണ് അവരുടെ ജീവിത ലക്ഷ്യം. ദാരിദ്ര്യം തന്നെ, അതിൽ നിന്നൊരു മോചനമില്ല. അടിമകളല്ലേ. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളി വന്നത്. ഇസ്ലാം ദീനിലേക്കുള്ള ക്ഷണം. ഇഹലോകത്തും പരലോകത്തും വിജയം. സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വസിക്കുക, അവന്റെ പ്രവാചകനിലും വിശ്വസിക്കുക. അതിനെന്ത് തടസ്സം? യാസിർ കുടുംബം ചർച്ച ചെയ്തു. ഇസ്ലാം സ്വീകരിക്കാൻ അവർ തീരുമാനമെടുത്തു. എല്ലാവരും ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിങ്ങളായി. പ്രകാശം മൂടിവെക്കാനാവില്ലല്ലോ. യാസിർ കുടുംബം ഇസ്ലാം ദീൻ സ്വീകരിച്ച കാര്യം ബനു മഖ്സൂം ഗോത്രം അറിഞ്ഞു. അവർ എല്ലാവരെയും പിടികൂടി. യാസിറും കുടുംബവും ഇസ്ലാം ദീനിൽ നിന്നും മടങ്ങണം. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അവന്റെ പ്രവാചകനിലും ഞങ്ങൾക്ക് സത്യം വ്യക്തമായി. ഞങ്ങൾ വിശ്വസിച്ചു. സത്യം വ്യക്തമായിട്ടും വിശ്വസിക്കാതിരിക്കൽ വലിയ ധിക്കാരമാണ്. ഈ ധിക്കാരമൊന്നും ഇവിടെ കേൾക്കണ്ട. അടിമകളായ നിങ്ങൾ എന്ത് വിശ്വസിക്കണമെന്നും എന്ത് വിശ്വസിക്കാതിരിക്കണമെന്നും തീരുമാനിക്കേണ്ടത് യജമാനന്മാരായ ഞങ്ങളാണ്. ബനു മഖ്സൂം അത് തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ ലാത്തയിലേക്കും മനാത്തയിലേക്കും മടങ്ങണം. ബനു മഖ്സൂമിന്റെ കൽപ്പനയാണിത്. ബനു മഖ്സൂമിനോട് ഞങ്ങൾ യാതൊരു നന്ദികേടും കാണിച്ചിട്ടില്ല, വിശ്വാസവഞ്ചനയും നടത്തിയിട്ടില്ല. മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഈ സത്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കും. ഇതിലെന്താണ് തെറ്റ്? പെട്ടെന്ന് അടിപൊട്ടി. പറഞ്ഞതനുസരിച്ചാൽ മതി. തയ്യാറുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. ധിക്കാരികൾ, നിങ്ങളെ ഞങ്ങൾ മര്യാദ പഠിപ്പിച്ചു തരാം. അടിയും തൊഴിയും. ബോധം കെടും വരെ യാസിർ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ചു. ഭാര്യ സുമയ്യ റളിയല്ലാഹു അൻഹയ്ക്കും മർദ്ദനം ലഭിച്ചു. മക്കൾ അമ്മാറിനെയും അബ്ദുള്ളയെയും വെറുതെ വിട്ടില്ല. ബോധം തിരിച്ചു കെട്ടിയപ്പോൾ വീണ്ടും ക്രൂരമായ മർദ്ദനം. ഇരുമ്പിന്റെ ഒരു കവചം കൊണ്ടുവന്നു. യാസിർ റളിയല്ലാഹു അൻഹുവിനെ അത് ധരിപ്പിച്ചു. ചുട്ടുപൊള്ളുന്ന മണൽക്കാട്ടിൽ കൊണ്ടിട്ടു. ഇരുമ്പിന്റെ കവചം ചൂട് പിടിച്ചു. അതിനകത്തെ മനുഷ്യ ശരീരം ചൂട് കൊണ്ട് കരിയാൻ തുടങ്ങി. തൊലി കരഞ്ഞ മണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ആ ശരീരം പുറത്തെടുത്തു. ആകെ തളർന്നു പോയിരുന്നു. നേരെ നിൽക്കാനാകുന്നില്ല. നീ മുഹമ്മദിന്റെ മതം കൈവെടിയുന്നുണ്ടോ? കാരുണ്യവാനായ അല്ലാഹുവേ, എന്റെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ. വിശ്വാസം പതറിപ്പോകാതെ കാത്തുരക്ഷിക്കണമേ. എല്ലാ പരീക്ഷണങ്ങളും തരണം ചെയ്യാൻ കഴിവ് നൽകണമേ. ഉള്ളുരുകിയ പ്രാർത്ഥന. എന്നിട്ടും നിന്റെ ധിക്കാരം അവസാനിച്ചില്ല. പിന്നെ വെള്ളത്തിൽ പിടിച്ചു തല താഴ്ത്തി. ശ്വാസം കിട്ടുന്നില്ല. പിന്നെ ശിരസ് പിടിച്ചുയർത്തി മുഖത്തടിച്ചു. സന്ധ്യാനേരത്ത് യാസിർ കുടുംബം താമസിക്കുന്ന കൊച്ചുകൂരിയുടെ സമീപത്ത് കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു. ദുഃഖം കൊണ്ട് ആ മുഖം വാടിയിരുന്നു.
യാസിർ കുടുംബമേ, ക്ഷമ കൈക്കൊള്ളുക. നിങ്ങളുടെ വാഗ്ദത്ത ഭൂമി സ്വർഗമാകുന്നു. ക്ഷമ, ക്ഷമ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും പറഞ്ഞ് നടന്നുപോയി. സ്വർഗലോകം, അത് ലഭിക്കാൻ ക്ഷമ കൈക്കൊള്ളുക. ബനു മഖ്സൂം ദിവസങ്ങളോളം മർദ്ദനം തുടർന്നു. അടിയും ഇടിയും കൊണ്ട് ശരീരം തകർന്നു. ശ്വാസതടസ്സം നേരിട്ടു. മുറിവുകളിലൂടെ രക്തമൊഴുകിപ്പോയി. ഒടുവിൽ യാസിർ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും അള്ളാഹുവിനുള്ളതാകുന്നു, അവനിലേക്ക് മടക്കപ്പെടുകയും ചെയ്യും. അടുത്ത ഇര സുമയ്യ ബീവിയാണ്. ബനു മഖ്സൂം അബൂജഹലിനോട് പറഞ്ഞു, ധിക്കാരിയായ യാസറിന്റെ ഭാര്യയാണിവൾ. ഇവളെ മര്യാദ പഠിപ്പിക്കാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇവളുടെ പേര് സുമയ്യ. അവന്റെ മതത്തിൽ നിന്നും ഇവളെ മടക്കിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ? അക്കാര്യം ഞാൻ ഏറ്റു. ഇവളെ ഞാൻ ലാത്തയിലേക്ക് മടക്കും. സുമയ്യയും കൊണ്ട് അബൂജഹൽ പോയി. അബൂജഹലിന്റെ കരുത്തേറിയ കരങ്ങൾ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ ആഞ്ഞു പതിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ഇസ്ലാമിൽ നിന്നും മടങ്ങുന്നുണ്ടോ? ഞാൻ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അവന്റെ റസൂലിലും വിശ്വസിക്കുന്നു. ഇനിയൊരു മടക്കമില്ല. വീണ്ടും മർദ്ദനം. അബലയായ പെണ്ണിന്റെ മുന്നിൽ തോൽക്കുകയില്ല. മൂർച്ചയേറിയ കുന്തവുമായി വന്നു. സുമയ്യ റളിയല്ലാഹു അൻഹയെ വലിച്ചഴിച്ച് താഴെയിട്ടു. ശരീരം മലർത്തിയിട്ടു. കരങ്ങൾ കുന്തത്തിൽ പിടിമുറുക്കി. കുന്തമുയർന്നു. ശക്തിയായൊരു കുത്ത് നാവിയുടെ താഴ്ഭാഗത്ത് ഉന്നം വെച്ചു. കുന്തം ആ ശരീരത്തിലേക്ക് താഴ്ന്നിറങ്ങി. ചോര തെറിച്ചു. മണൽത്തരികൾ ചുവർന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. തളർന്ന ചുണ്ടുകളുടെ മന്ത്രം. ആത്മാവ് പറന്നുപോയി. ചലനമറ്റ ശരീരം ആ മണൽപ്പരപ്പിൽ അനാഥമായി കിടന്നു. ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ആദ്യത്തെ വനിതയാണ് സുമയ്യ റളിയല്ലാഹു അൻഹ. അബ്ദുള്ളയും ക്രൂരമായ മർദ്ദനത്തിനിടയിൽ മരണപ്പെട്ടു. അമ്മാർ എങ്ങനെയോ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. പിൽക്കാലത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ അമ്മാറിന്റെ സേവനങ്ങൾ വളരെ മഹത്തായതാണ്. ലുബൈന റളിയല്ലാഹു അൻഹ ഒരു അടിമ പെൺകുട്ടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള നാളുകളിലാണ് സംഭവം. ശക്തനായ ഉമർ ലുബൈനയെ കഠിനമായി മർദ്ദിച്ചു. തളർന്ന ചുണ്ടുകൾ മന്ത്രിച്ചത് ഇങ്ങനെയായിരുന്നു, യജമാനൻ, താങ്കൾ ഇസ്ലാമിലേക്ക് വരൂ. ഞെട്ടിപ്പോയി. ധീരനായ ഉമറിന്റെ മനസ്സ് കൂടുതൽ ക്രൂരമായി. വീണ്ടും മർദ്ദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നും അതുവഴി സഞ്ചരിക്കും. ശത്രുക്കളും മിത്രങ്ങളും ആ പാതകളുടെ ഇരുവശവും താമസിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു ജൂത സ്ത്രീയുടെ കാര്യം പ്രത്യേകം എടുത്തു പറയണം. ഇസ്ലാം മതം എന്ന് കേട്ടാൽ അവൾക്ക് കലി കയറും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ജൂത സ്ത്രീയെ ആരെങ്കിലും കാണാൻ വന്നാൽ ഉടനെ അന്വേഷിക്കും. ആരെങ്കിലും പുതുതായി ഇസ്ലാമിൽ ചേർന്നോ? ഇസ്ലാം സ്വീകരിച്ചവരുടെ പേര് വിവരങ്ങൾ ആഗതർ വ്യക്തമാക്കും. കേൾക്കേണ്ട താമസം ആ സ്ത്രീ കലിതുള്ളാൻ തുടങ്ങും. പിന്നെ തെറിയഭിഷേകം തന്നെ. ഇസ്ലാം മതം സ്വീകരിച്ചവരെ തെറി വിളിക്കും. പൊളിച്ച ചീത്ത പറയും. സംസ്കാരമുള്ളവർക്ക് കേട്ടു നിൽക്കാനാവില്ല. കണ്ണുകൾ എപ്പോഴും വഴിയിൽ തന്നെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴി വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. മനസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വെറുപ്പും രോഷവും പതഞ്ഞു പോകുന്നു. നല്ല നല്ല മനുഷ്യരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിതെറ്റുകയാണെന്നാണ് ജൂത സ്ത്രീ ആരോപിക്കുന്നത്. പ്രവാചകന്റെ വാക്കുകൾ ശ്രദ്ധിക്കാൻ തയ്യാറായില്ല. പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. വല്ലാത്തൊരു മർക്കടമുഷ്ടി. നോക്കി നിൽക്കെ ആ കാഴ്ച കണ്ടു. ഒരാൾ നടന്നു വരുന്നു. വിനയാനിതനായ ഒരാൾ. ഏതോ ചിന്തകളിൽ മുഴുകിയാണ് നടപ്പം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ജൂതസ്ത്രീ കോപകുലയായി മാറി. കുറെ മാലിന്യങ്ങൾ ശേഖരിച്ചു. ദുർഗന്ധം വമിക്കുന്ന വസ്തുക്കൾ. അവ ചുവന്നുകൊണ്ട് ഓടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തെത്തി. മലിന വസ്തുക്കൾ ആ ശരീരത്തിലേക്ക് എറിഞ്ഞു. ശരീരവും വസ്ത്രവും വൃത്തികേടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും പറഞ്ഞില്ല. കോപം പ്രകടിപ്പിച്ചില്ല. ആ കുടില മനസ്കയെ ശപിച്ചില്ല. സാവധാനം ശരീരത്തിൽ നിന്നും വസ്ത്രത്തിൽ നിന്നും മാലിന്യങ്ങൾ തുടച്ചു കളഞ്ഞു. ഒന്നും സംഭവിക്കാത്തതുപോലെ മുന്നോട്ട് നടക്കാൻ തുടങ്ങുകയായിരുന്നു. അതുകൊണ്ട് ആ ജൂത സ്ത്രീയുടെ കോപം ഇരട്ടിച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ മനുഷ്യർ കോപം വരാത്തത് എന്താണ്? എന്നാൽ കോപം വരുമോ എന്നൊന്ന് നോക്കട്ടെ. ആ ജൂത സ്ത്രീ പ്രവാചകന്റെ ശരീരത്തിലേക്ക് തുപ്പി. എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രതിഷേധമില്ല. തുപ്പൽ തുടച്ചുകൊണ്ട് നടന്നുപോയി. പിന്നെ വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകലെ എത്തുമ്പോൾ ആ ജൂത സ്ത്രീ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസമാകട്ടെ കൂടുതൽ മാലിന്യങ്ങൾ എറിയണം. മുഖത്ത് തന്നെ തുപ്പണം. അടുത്തൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മിക്ക ദിവസങ്ങളിലും ഇത് ആവർത്തിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിക്കാതെ കടന്നുപോകും. ജൂത സ്ത്രീ തന്റെ ക്രൂര വിനോദത്തിന് ആനന്ദം കണ്ടെത്തുകയും ചെയ്തു. പതിവ് പോലെ അന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുവഴി നടന്നു വരികയായിരുന്നു. ആ ജൂത സ്ത്രീയുടെ വീടിന്റെ പരിസരത്തെത്തി. തന്റെ ശരീരത്തിൽ മാലിന്യങ്ങളൊന്നും വന്നു വീണില്ല. ഇതെന്തൊരു അത്ഭുതം! പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയെ കുറിച്ച് അന്വേഷിച്ചു. ആ സഹോദരിക്ക് എന്തു പറ്റി? അവരെ കാണുന്നില്ലല്ലോ. അവർക്ക് സുഖമില്ല, കിടപ്പിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുഃഖം തോന്നി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂത സ്ത്രീയുടെ വീട്ടിലേക്ക് കയറി ചെന്നു. സഹോദരി, എന്താണ് സുഖം? ജൂത സ്ത്രീ ഞെട്ടിപ്പോയി. ആരാണിത്? തന്റെ രോഗം അറിയാൻ വന്ന ഈ മനുഷ്യൻ. മനസ്സാകെ ഇളകി മറിഞ്ഞു. എന്തെല്ലാം ദ്രോഹങ്ങൾ ഞാൻ ചെയ്തു, എന്നിട്ടും തന്നെ വെറുത്തില്ല. സ്നേഹസമ്പന്നയായ ഒരു സഹോദരനായി തന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു. ഇതൊരു സാധാരണ മനുഷ്യനല്ല, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. സംശയമില്ല. പിന്നെ പിടിച്ചു നിൽക്കാനായില്ല. ആ സഹോദരിയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായ ഒരു ഇലാഹില്ലെന്നും മുഹമ്മദ് അവന്റെ പ്രവാചകനാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെ ഇസ്ലാമിന്റെ ബന്ധശത്രുവായിരുന്ന ആ ജൂത സ്ത്രീ ഇസ്ലാം മതത്തിന്റെ വിനീത അനുയായിയായി മാറി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളാണ് അവരുടെ മനസ്സ് മാറ്റിയത്. സൽസ്വഭാവത്തിന് മനുഷ്യ മനസ്സുകളെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഇതിൽ കൂടുതൽ തെളിവ് വേണോ?
അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം. എന്ത് പ്രതിബന്ധമുണ്ടെങ്കിലും ധീരമായി മുന്നോട്ടു പോവുക, സഹിക്കുക, ക്ഷമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം രഹസ്യമായും പിന്നീട് പരസ്യമായും ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. ഇസ്ലാം മതം സ്വീകരിച്ചവരെ ശത്രുക്കൾ കഠിനമായി മർദ്ദിച്ചുകൊണ്ടുമിരുന്നു. മർദ്ദനം ദുസ്സഹമായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോഴും മർദ്ദിക്കപ്പെട്ടു. അദ്ദേഹം പ്രസിദ്ധനായ കച്ചവടക്കാരനാണ്, ധനികനും ഉദാരനുമാണ്, സ്വാധീനമുള്ള ചെറുപ്പക്കാരൻ. എന്നിട്ട് പോലും രക്ഷയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പുത്രിമാരെ അബൂലഹബിന്റെ മക്കൾ വിവാഹം കഴിച്ചിരുന്നല്ലോ. തബ്ബത് യദാ അബീ ലഹബ്, അബീ ലഹബിന്റെ 2 കരങ്ങളും നശിച്ചു. ഇങ്ങനെ തുടങ്ങിയ സൂറത്ത് ഇറങ്ങിയപ്പോൾ അബൂലഹബ് തന്റെ പുത്രന്മാരോട് പറഞ്ഞു, മക്കളെ, മുഹമ്മദിന്റെ പുത്രിമാരെ വിവാഹമോചനം നടത്തുക. ഉത്ബത്തും ഉത്തൈബയും പ്രവാചക പുത്രിമാരെ ഉപേക്ഷിച്ചു. റുഖയ്യയും ഉമ്മു കുൽസൂം വിവാഹമോചിതരായി. ഉത്തൈബ ഒരു കടുംകൈ കൂടി ചെയ്തു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദേ, നിന്റെ മതത്തെ ഞാൻ നിരാകരിക്കുന്നു, നിന്റെ മകളെ ഞാൻ ഉപേക്ഷിക്കുന്നു. പിന്നെ ആ ദുഷ്ടൻ തിരുമേനിക്ക് നേരെ ആഞ്ഞു തുപ്പി. അബൂലഹബ് എല്ലാം കണ്ടു നിൽക്കുകയാണ്. ഉത്തൈബയുടെ ഈ പ്രവൃത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകോപിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞുപോയി, നിന്നെ നരി പിടിക്കും, തിരുവചനമല്ലേ, അത് പുലരും. അബൂലഹബും മകനും പരിഭ്രാന്തരായി. എന്നിട്ട് എന്ത് കാര്യം? സിറിയയിലേക്കുള്ള ഒരു കച്ചവട സംഘത്തോടൊപ്പം യാത്ര ചെയ്യവേ സുഹൃത്തുക്കൾക്ക് നടുവിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഒരു നരി മണം പിടിച്ചു വന്ന ഉത്തൈബയെ കടിച്ചു കൊന്നു. റുഖയ്യ റളിയല്ലാഹു അൻഹയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും അത് ഇഷ്ടമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതൊരു വലിയ പദവിയായിട്ടാണ് കരുതിയത്. ആ വിവാഹം നടന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും റുഖയ്യ റളിയല്ലാഹു അൻഹയും ഏറെ സന്തോഷം നിറഞ്ഞ ദാമ്പത്യം നയിച്ചു വന്നു. അവരുടെ സന്തോഷത്തിൽ ദുഃഖം കലർന്നിരുന്നു. ഈ വിവാഹം ഖുറൈശികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് തന്നെ സഹിക്കാൻ വയ്യ. കൂട്ടത്തിൽ മുഹമ്മദിന്റെ മകളെ വിവാഹം നടത്തുകയും ചെയ്തു. റുഖയ്യ റളിയല്ലാഹു അൻഹ ഗർഭിണിയായി. മാതാപിതാക്കളുടെ പരിചരണം വളരെയേറെ ആവശ്യമുള്ള സന്ദർഭം. വീട്ടിൽ നിർത്താൻ ധൈര്യമില്ല. ശത്രുക്കൾ ഗർഭിണിയെ ഉപദ്രവിക്കുമെന്ന ഭീതി. നമുക്ക് ഈ നാട് വിട്ടു പോകേണ്ടതായി വരും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭാര്യയോട് സ്വകാര്യം പറഞ്ഞു. മകൾ ഉമ്മയോട് പറഞ്ഞു. ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. എല്ലാവരും ദുഃഖിതരാണ്. റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ കാര്യം എല്ലാവരെയും ആശങ്കാകുലരാക്കി. മർദ്ദനം സഹിക്കവയ്യാതായപ്പോൾ ഏതാനും സ്വഹാബികൾ നാടുവിടാൻ സന്നദ്ധരായി. അവരുടെ കൂട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഭാര്യ റുഖയ്യ റളിയല്ലാഹു അൻഹയും പോകാൻ തീരുമാനിച്ചു. ഖുറൈശികൾ അറിയാതെ വേണം യാത്ര പോവാൻ. അറിഞ്ഞാൽ പോക്ക് നടക്കില്ല. ജിദ്ദ തുറമുഖത്ത് കപ്പൽ വരുന്ന സമയം രഹസ്യമായി അറിഞ്ഞു. അബ്സീനിയയിലേക്കാണ് പോകുന്നത്. ആ രാജ്യം ഭരിച്ചിരുന്നത് നജ്ജാഷി രാജാവായിരുന്നു. അബ്സിനിയയിൽ രാജാക്കന്മാർ നജ്ജാഷി എന്ന പേരിൽ അറിയപ്പെട്ടു. അക്കാലത്ത് നജ്ജാഷിയുടെ ശരിയായ പേര് അസഹ്മത് എന്നായിരുന്നു. ഖുറൈശികൾ അറിയാതെ രക്ഷപ്പെടണം. ഇരുട്ടിന്റെ മറവിൽ യാത്ര. റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപം വന്നു നിന്നു. ഇരുവരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പിന്നെ യാത്ര പറഞ്ഞിറങ്ങി. മകളുടെ പോക്ക് നോക്കി മാതാപിതാക്കൾ നിൽക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൂടെ നടക്കുന്നു. ഇരുട്ടിൽ നടന്നു നീങ്ങുന്ന നിഴൽ രൂപങ്ങൾ. ആ സംഘത്തിന് നേതൃത്വം നൽകിയിരുന്നത് ഉസ്മാൻ ബിനു മുളയ്യിൻ റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, ആമിർ ബിൻ റബീഅത്ത് റളിയല്ലാഹു അൻഹു, ആമിറിന്റെ ഭാര്യ ലൈല റളിയല്ലാഹു അൻഹ, അബു സലമത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ, അബി സബ്രത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ, അബു ഹുദൈഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭാര്യ സഹലത്ത് റളിയല്ലാഹു അൻഹ, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 11 പുരുഷന്മാരും 4 സ്ത്രീകളും അബ്സീനയിലേക്ക് പുറപ്പെട്ടു. ജിദ്ദയിലെത്തിയപ്പോൾ കപ്പൽ കിടക്കുന്നു. കൂലി നൽകി കപ്പലിൽ കയറി. ഖുറൈശികൾ എങ്ങനെയോ ഈ വിവരമറിഞ്ഞു. അവർ ജിദ്ദ തുറമുഖത്തേക്ക് ഓടിയെത്തി. കപ്പൽ വിട്ടുപോയി. അവർ നിരാശരായി മടങ്ങി. ഖുറൈശികൾ രോഷാകുലരായി. മുസ്ലിങ്ങൾ അബ്സീനയിലെത്തി. നീതിമാനായ നജ്ജാഷി രാജാവിന്റെ നാട്ടിൽ അവർ സമാധാനത്തോടെ ജീവിച്ചു. ഖുറൈശികൾക്കത് തീരെ സഹിച്ചില്ല. മുസ്ലിങ്ങളെ തിരികെ കൊണ്ടുവരണം. അതിനെന്താണ് വഴി? ഖുറൈശികൾ ചർച്ച നടത്തി. വാചാലമായി സംസാരിക്കാൻ കഴിവുള്ള ബുദ്ധിമാന്മാരായ 2 പേരെ അബ്സീനയിലേക്ക് അയക്കാൻ അവർ തീരുമാനിച്ചു. അബ്ദുല്ലാഹിബിൻ റബീഅ, അംർ ബിനുൽ ആസ്. ഇരുവരും അബ്സീനയിൽ പോകണം. ആദ്യം പാതിരിമാരെ കാണണം. പാരിതോഷികങ്ങൾ നൽകി അവരെ സ്വാധീനിക്കണം. അവരുടെ സഹായത്തോടു കൂടി നജ്ജാഷിയെ കാണണം. വിഷയം അവതരിപ്പിക്കണം. കാര്യം നേടണം. ഇരുവരും പുറപ്പെട്ടു. അബ്സീനയിലെത്തി. നേരെ പുരോഹിതന്മാരെ കാണാൻ ചെന്നു. പാരിതോഷികങ്ങൾ കൈമാറി. ഞങ്ങളുടെ നാട്ടിൽ നിന്നും കുറെ ആളുകൾ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവർ വലിയ കുഴപ്പക്കാരാണ്. ഇവിടെ പല കുഴപ്പങ്ങളും അവരുണ്ടാക്കും. അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം. നിങ്ങളുടെ രാജാവിനെ കാണാനും ഇക്കാര്യങ്ങൾ ഉണർത്താനും ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തരണം. ആ കാര്യം ഞങ്ങൾ ഏറ്റു. പുരോഹിതന്മാർ രാജാവുമായി ബന്ധപ്പെട്ടു. ഖുറൈശി പ്രതിനിധികൾ മഹാരാജാവിനെ മുഖം കാണിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടെന്നും അവർക്ക് സങ്കടം പറയാൻ അവസരം നൽകണമെന്നും അപേക്ഷിച്ചു. പിറ്റേ ദിവസം രാജസദസ്സിലേക്ക് ഖുറൈശി പ്രമുഖന്മാരെ വിളിപ്പിച്ചു. അവർ ഇക്കാര്യം ബോധിപ്പിച്ചു. മഹാരാജാവേ, ഞങ്ങളുടെ നാട്ടിൽ നിന്നും കുഴപ്പക്കാരായ കുറെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ അവർ ജനങ്ങളെ ഭിന്നിപ്പിച്ചു, കുടുംബ ബന്ധങ്ങൾ തകർത്തു. ഇവിടെയും അതൊക്കെ സംഭവിക്കും. അതിനു മുമ്പ് അവരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം. നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് അവരുമായി എനിക്കൊന്ന് സംസാരിക്കണം. അങ്ങനെ മുസ്ലിങ്ങളെ രാജസദസ്സിലേക്ക് വിളിക്കാൻ ഉത്തരവായി. മുസ്ലിങ്ങളുടെ പ്രതിനിധിയായി സംസാരിക്കാൻ വന്നത് ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു.
അദ്ദേഹം രാജസദസ്സിലെത്തി. ഈ കഥയുടെ 21-ാം ഭാഗം അടുത്ത വീഡിയോ ആയി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.